അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. अंतिम समय में सब जातियों के ऊपर मेरी आत्मा को പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. तुम्हारे पुत्र और पुत्रियां भविष्यवाणी നിങ്ങളുടെ देंगे. യൗവനക്കാർ ദർശനങ്ങളെ കാണും. तुम्हारे नौजवान दर्शन को देखेंगे. ഹല്ലേലൂയ. हालेलुया. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. तुम्हारे बुजुर्ग लोग सपना देखेंगे. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ട് ഈ വചനത്തിൽ നിന്ന് ദൈവം ചില കാര്യങ്ങൾ കൂടെ സംസാരിക്കാൻ വേണ്ടി. सब लोग प्रार्थना करें कि इन वचनों से परमेश्वर हमसे बात करे. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. सभी लोग प्रार्थना के साथ बैठे. പ്രവാചക ശബ്ദം, ദർശനങ്ങൾ, സ്വപ്നങ്ങൾ, भविष्यवाणियां, दर्शन और सपने ഒരു ജനതയോടുള്ള ദൈവത്തിന്റെ മഹാകൃപയാണ്. एक जाति के ऊपर जो परमेश्वर देता है वो उसका अनुग्रह है. ദൈവം സംസാരിക്കുന്നില്ലെങ്കിൽ परमेश्वर यदि बात ना करे तो അത് എത്ര ദൗർഭാഗ്യമാണ്. वो कितने ही दौर्भाग्य की बात है. ദൈവം സംസാരിക്കുന്നെങ്കിൽ यदि परमेश्वर बात कर रहा है तो അതിന്റെ അർത്ഥം उसका मतलब ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് ദൈവം നിങ്ങളെ കട്ട് ഓഫ് ചെയ്തിട്ടില്ല, തള്ളിക്കളഞ്ഞിട്ടില്ല. उसका मतलब परमेश्वर उसकी योजना से तुम्हें कभी भी हाथ नहीं छोड़ेगा. പല സമയങ്ങളിൽ वचन में कई बार ദൈവം തന്റെ പ്രവാചകന്മാരെ ദർശനങ്ങൾ കൊടുത്ത് പറഞ്ഞയച്ചിട്ടുണ്ട്. परमेश्वर अपने बच्चों को दर्शन देकर भेजा है. പക്ഷേ ആ ദർശനങ്ങൾ, ആ ദൂതുകൾ വളരെ അധികം ഹല്ലേലൂയ മാരകമാകുന്ന അല്ലെങ്കിൽ ശാസിച്ചുകൊണ്ടുള്ള, അവരെ തർച്ചനം ചെയ്തുകൊണ്ടുള്ള ദൂതുകളായിരിക്കാം. हो सकता है कि वो जो दर्शन ने दिया था वो काफ़ी एक तौर पे एक जोरदार या उनके ऊपर एक शासन करके या उन्हें डांट कर भी हो सकता है. ന്യായവിധിയുടെ ദൂതായിരിക്കാം. एक न्याय विधि का एक संदेश हो सकता है. ന്യായവിധിയുടെ ദൂത് കേൾക്കുമ്പോൾ जब न्याय विधि का संदेश അയ്യോ सुनते हैं, ദൈവം ഹല്ലേലൂയ അങ്ങനെ സംസാരിച്ചല്ലോ എന്ന് സങ്കടപ്പെടണ്ട. परमेश्वर ने मुझसे ऐसे क्यों बात की, ऐसा सोचकर आप दुखित मत होना. ആ ന്യായവിധിയുടെ ദൂതും സന്ദേശവും वो न्याय विधि का संदेश और उस ദൈവം वाणी നിങ്ങളെ മറന്നിട്ടില്ല, തള്ളിക്കളഞ്ഞിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ്. परमेश्वर ने आपको भूला नहीं है, उसने आपको त्यागा नहीं है, एक ऐसा चिन्ह है वो. If God sent a prophet to you, if God sent a prophet to you, परमेश्वर ने एक भविष्यवक्ता को आपके पास भेजते നിങ്ങളുടെ हैं. അടുക്കൽ ദൈവം ഒരു പ്രവാചകനെ അയക്കുന്നെങ്കിൽ यदि परमेश्वर आपके पास एक भविष्यवक्ता को भेजते हैं, അതിന്റെ അർത്ഥം उसका मतलब ദൈവം ഇന്നും നിങ്ങളെ സ്നേഹിക്കുന്നു, परमेश्वर നിങ്ങളെ കുറിച്ച് അവന്റെ മനസ്സിലുണ്ട്. परमेश्वर आज भी आपसे प्रेम रखता है और आपके बारे में उसके हृदय पर है. അന്ത്യകാലത്ത് अंतिम दिनों में കർത്താവ് परमेश्वर സകല ജഡത്തിന്മേലും തന്റെ ആത്മാവിനെ പകരുവാൻ, सारी जातियों के ऊपर वो अपनी आत्मा को उंडेलेगा. ഹല്ലേലൂയ, പ്രവാചകന്മാർ, ദർശകന്മാർ, സ്വപ്നക്കാർ വർദ്ധിക്കുകയും ചെയ്യാൻ പോകുകയാണ്. भविष्यवक्ता लोग, सपना देखने वाले लोग, दर्शन देखने वाले लोग की संख्या बढ़ेगी. നിങ്ങൾ പ്രാർത്ഥിച്ചാട്ട് आप प्रार्थना करें. കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ ആ കവിഞ്ഞൊഴുക്ക് आमेन. ഞങ്ങളുടെ മേൽ പകരണം. परमेश्वर उस पवित्र आत्मा की जो उमड़ने का एक बहाव हमारे ऊपर भी आने അവിടെ पाए. പകരും എന്ന് ഉപയോഗിച്ചിരിക്കുന്ന പദം, वहाँ पर कई लोग ऐसा पद यूज किया गया है. പകരും, ഉണ്ടേലേക. मैं उंडे लूंगा. ആ പദത്തിന്റെ അർത്ഥം उसका मतलब ചാറ്റമഴ പെയ്യും എന്നുള്ളതല്ല, एक हल्का सा बारिश गिरेगा ऐसा नहीं നല്ല है. മഴ പെയ്യും എന്നുള്ളതല്ല. एक अच्छी बारिश गिरेगी ऐसा भी नहीं है. ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടായതുപോലെ एक जैसा एक आउटबर्स्ट होता है, ഹല്ലേലൂയ ശക്തമായി പകരുമെന്നാണ്. काफी शक्ति के साथ वो आएगा. അങ്ങനെ ശക്തമായ ഒരു പകർച്ച ദൈവവചനത്തിലുണ്ട്. ऐसा एक सामर्थी एक व्यापार परमेश्वर के वचन में है. അവസാന യുഗത്തിൽ, अंतिम दिनों में, കൃപായുഗത്തിൽ, इस कृपा के युग में, സഭായുഗത്തിൽ इस कलीसिया ഈ के युग में വചനം വാഗ്ദത്തം ചെയ്യുന്നു. इस वचन ये वादा देती है ഹല്ലേലൂയ, ഒരു വലിയ പകർച്ചയെ കുറിച്ച് एक बहुत बड़ा बहाव ഈ के बारे में. വചനം വാഗ്ദത്തം ചെയ്യുന്നു. ये वचन वाणी वादा देती है ഒരു ഹല്ലേലൂയ പിന്മഴയെ കുറിച്ചും മുൻമഴയെ കുറിച്ചും. एक अंतिम वर्षा के बारे में. പെന്തക്കോസ്ത് നാളിൽ पेंतकुस्त के दिनों में ഒരു ഹല്ലേലൂയ മുൻമഴ പെയ്തെങ്കിൽ, यदि एक वर्षा हुई तो, पहले दिनों का बारिश पहले दिनों की वर्षा हुई अगर तो, പെന്തക്കോസ്ത് का दिन में हुआ तो മുൻമഴ ആ പെന്തക്കോസ്ത് ദിനങ്ങളിൽ വന്നു സംഭവിച്ചു इस എങ്കിൽ वचन में लिखा है ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നു, आखिरी दिनों का बारिश का बारा, ഒരു പിന്മഴയെ പറ്റിയും എഴുതിയിരിക്കുന്നു.
आखिरी दिनों का एक बारिश जरूर है. ഈ അന്തിമ നിമിഷങ്ങളുടെ ഈ അവസാന പിന്മഴ ആവശ്യമാണ്. इस युग का शुरुआत में अगर एक बारिश हुआ तो ഈ കാലഘട്ടത്തിന്റെ ആരംഭത്തിൽ തന്നെ ഒരു മഴ പെയ്താൽ, मरकुस का पहले मंजिल में उस बारिश शुरू हुआ तो മർക്കോസിന്റെ ആ മാളിക മുറിയിൽ ആ മഴ തുടങ്ങിയെങ്കിൽ, हालेलुया, इस आखिरी दिनों में ഈ അന്തിമ സമയത്ത് फसल उठाने से पहले, കൊയ്ത്ത് कटने से पहले കൊയ്ത്തെടുക്കുന്നതിന് മുമ്പ് एक തന്നെ अंतिम दिनों का बारिश जरूर होने वाला है. ഒരു പിന്മഴ ദൈവം ഉറപ്പായിട്ടും उस अंतिम അയച്ചിരിക്കും. दिनों का बारिश को ആ പിന്മഴയുടെ മഴയെ, हम अंतिम दिनों का रिवाइवल ना तो जागृति बुलाते, ആ പിന്മഴയെ നാം ഈ അന്ത്യകാലത്തിലെ ഉണർവ് എന്ന് നാം പറയുന്നു. हम सभी लोग विश्वास कर रहे हैं. നാം എല്ലാവരും पिछले വിശ്വസിക്കുന്നു. हफ्ते भी मैंने कहा കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, कलीसिया को जगाने वाला एक अंतिम दिनों का बारिश जरूर होने वाला है. സഭയെ ഉണർത്തുന്ന ഒരു പിന്മഴ നമുക്ക് അത്യാവശ്യമാണ്. प्रवाचकन्मार, ഭവിഷ്യവക്താക്കൾ, സ്വപ്നക്കാർ, സ്വപ്ന देखने वाले, दर्शकन्मार दर्शन देखने वाले, വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം. संख्या बढ़ने का एक युग. हालेलुയ. हालेलुया. വ്യർത്ഥ സ്വപ്നങ്ങളല്ല. वो एक व्यर्थ सपना नहीं, കള്ളപ്രവാചകന്മാരല്ല, झूठे भविष्यवक्ता लोग नहीं, ആത്മാവിൽ പ്രവചിക്കുന്ന പ്രവാചകന്മാർ. आत्मा में भविष्यवाणी देने वाले भविष्यवक्ता लोग, ആത്മാവ് പറഞ്ഞതാണെന്ന് ഉറപ്പുവരുത്തി പ്രവചിക്കുന്ന പ്രവാചകന്മാർ. आत्मा ने ही कहा है ऐसी पक्की बातों के साथ में भविष्यवाणी करने वाले भविष्यवक्ता लोग. എന്റെ ശുശ്രൂഷയുടെ ആരംഭകാലത്തിൽ, मेरे सेवकाई की आरंभ के समयों पर, കൃപാവരങ്ങളിൽ ശുശ്രൂഷിക്കാൻ തുടങ്ങിയ കാലത്ത്, कृपा वरदानों के साथ सेवकाई की शुरुआत के समय പ്രവചന में, ആത്മാവിൽ ശുശ്രൂഷിക്കാൻ തുടങ്ങിയ കാലത്ത് आत्मा की सेवकाई की शुरुआत के समय में എന്റെ പിതാവ് എന്നോട് പറഞ്ഞു, मेरे पिता ने मुझसे कहा, ഒരു ദൂത് കിട്ടിയാൽ यदि एक वाणी मिलता है तो ചാടിക്കേറി പറയരുത്. उसे कूद कर जल्दी से बोलना नहीं. അത് നിന്റെ മനസ്സിന്റെ ചിന്തയാണോ അല്ലയോ എന്ന് ആദ്യം ഉറപ്പുവരുത്തണം. वो तेरी मन की चिंता है या नहीं, पहले वो बात का पक्का ചാടിക്കേറി करना है. പറഞ്ഞു ഒരുത്തിനെ കുഴി വീഴ്ത്തുന്നത് ശരിയാണോ? यदि फटक से बोल के कोई बंदा यदि गड्ढा में गिर गया, क्या वो सही है? നമ്മൾ വലിയ ഡിവൈൻ വിഷയങ്ങളുമായിട്ടാണ് കണക്റ്റഡ് ആയിരിക്കുന്നത്. हम काफी डिवाइन विषयों के साथ हम संबंधित हैं, അപ്പൊ എന്റെ कनेक्टेड പിതാവ് हैं. പറഞ്ഞു, तो पिता ने कहा, എന്തെങ്കിലും മനസ്സിൽ തോന്നിയത് പറഞ്ഞ ആളുകളെ കുഴി ചാടിക്കില്ല. अपने मन की चिंताओं को बोलकर लोगों को गड्ढे में मत लेके जाना. അതാ പ്രശ്നം കേട്ടോ. आज यही बात हो रही है. ഹല്ലേലൂയ. ഞാൻ വേദോസം പഠിച്ച അനുഭവത്തിൽ നിന്ന് പറയുക. वचन पढ़ने का उस अनुभव से कहना चाहता हूँ. ഒരു ദിവസം ജെറമ്യാവിന്റെ അടുക്കൽ വന്നിട്ട് യഹൂദ സഭയുടെ മൂപ്പന്മാർ വന്നിട്ട് പറഞ്ഞു, एक दिन यिर्मयाह के सामने आकर उस कलीसिया के बुजुर्ग ने इस प्रकार से നീ कहा, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ആലോചന ഞങ്ങളോട് പറയണം. तू हमारे लिए प्रार्थना करके हमारे लिए परमेश्वर की वाणी बता. ജെറമ്യാവ് 2 സെക്കൻഡ് കൊണ്ട് ഇൻസ്റ്റന്റ് ദൂത് കൊടുത്തില്ല. यिर्मयाह ने 2 सेकंड में इंस्टेंट वाणी नहीं दिया. യിരെമ്യാവ് പ്രാർത്ഥിച്ചു. यिर्मयाह ने प्रार्थना किया. 10 ദിവസം കഴിഞ്ഞപ്പോഴാണ് ദൈവം സംസാരിച്ചത്. 10 दिन के बाद परमेश्वर ने बात ഇവിടെ किया. നമുക്ക് ഇവിടെ 10 ദിവസം സമയം. हमारे पास 10 दिन के समय कहाँ है? നമുക്ക് ഇൻസ്റ്റന്റ് ദൂതാ. हमको सब इंस्टेंट वाणी चाहिए. നമ്മളിങ്ങനെ കിലുക്കി കുത്തിയ ഒരു ദൂത് അങ്ങ് പറയും. हम ऐसा कुछ भी बोल देते हैं. പിള്ളേർ അക്കട പക്കട എന്നൊക്കെ പറയത്തില്ലേ, കിലുക്കി കുത്തിയ ഒരു ദൂത്, ഇത് നിനക്കുള്ള ദൂതാ, കൊണ്ടുപോയിക്കോളാം പറയും. जैसे हम अकड़ बकड़ करते हैं वैसा कहते हुए कुछ ना कुछ वाणी कह के ആ दे ദൂത് देते हैं. ശരിയാകണമെന്നില്ല. जरूरी नहीं कि वो वाणी सही हो. ദിവസത്തിൽ ഒത്തിരി പ്രവാചകന്മാരെ നമുക്കറിയാം. इन दिनों में हम बहुत सारे भविष्यवक्ताओं को जानते हैं. ഇവരൊക്കെ വലിയ പ്രവാചകൻ. ജെറമ്യാവൊക്കെ ആരാ? വേദപുസ്തകത്തിലെ അല്ലേ ദൈവനിശ്വാസികമായ പ്രവചനം എഴുതിയ പ്രവാചകന് പോലും 10 ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. यिर्मयाह कौन था? बहुत बड़ा एक परमेश्वर के वचन लिखा हुआ एक भविष्यवक्ता था, उसको भी 10 दिन का इंतजार करना पड़ा. എലീശയ്ക്ക് ശൂന്യക്കാരത്തിയുടെ സങ്കടം മനസ്സിലായില്ല. एलिशा को शून्य वाली स्त्री की जो दर्द समझ में യഹോവ नहीं അത് आया. എന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. यहोवा ने मुझसे वो छिपा रखा. മറ്റൊരു സന്ദർഭത്തിൽ दूसरे एक जगह पर എലീശയ്ക്ക് പ്രവചന ദൂതിനു വേണ്ടി ഇരുന്നപ്പോൾ ദൂതൊന്നും വെളിപ്പെടുന്നില്ല. एलिशा जब वाणी सुनने के लिए बैठा तो उसकी कुछ वाणी प्रकट नहीं हो എലീശ रहा था. പറഞ്ഞു, വീണ വായിക്കുന്നവരെ കൊണ്ടുവരാൻ പറഞ്ഞു. तो एलिशा ने कहा कि वीणा बजाने वालों को लेकर आओ. വീണ വായിച്ച് പാടി ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ तो जब वीणा बजा बजा कर जब गीतों को गाकर जब आराधना कर रहे थे അന്തരീക്ഷം മാറി. तो वहाँ का वातावरण बदल गया. ആരാധന അന്തരീക്ഷത്തെ മാറ്റും. हमारी आराधना वातावरण को बदल देती ആരാധന है. പ്രോഫറ്റിക് റലം തുറക്കും. आराधना हमारी भविष्यवाणियों का रलम खोल देती है. നല്ല വർഷിപ്പ് കഴിഞ്ഞാലുണ്ടല്ലോ, നല്ല വർഷിപ്പ് കഴിഞ്ഞാൽ एक अच्छी आराधना के बाद ഹല്ലേലൂയ അന്നത്തെ വചന ശുശ്രൂഷ ഭയങ്കര എഫക്റ്റ് ഉണ്ടാകും. उस दिन की वचन की सेवकाई में बहुत बड़ा प्रभाव पड़ता है. The worshippers, they are the one who open heaven's portal over the church. जो Hallelujah. आराधक होते हैं वो लोग परमेश्वर के स्वर्गीय मंडलों को खोलने वाले होते हैं. ആരാധിക്കുന്നവരാണ് സഭയുടെ മുകളിൽ
സ്വർഗത്തിന്റെ കിളിവാതിൽ തുറക്കുന്നത്. आराधना करने वाले लोग ही है कलीसिया के ऊपर उस वर्गीय झरोखों को खोल देते हैं. പെട്ടെന്നൊന്നും ദൂത് കിട്ടത്തില്ല. तो वाणी जल्दी मिलना जरूरी नहीं. പിതാവിനോട് പറഞ്ഞു, मेरे पिता ने मुझसे कहा ഉറപ്പുവരുത്തണം, पक्का करना ദൂത് है. പറയുന്നതിന് മുമ്പ് वाणी कहने से पहले പ്രാർത്ഥിച്ച് प्रार्थना അത് करके, രണ്ടാമതും മൂന്നാമതും ദൈവം സംസാരിക്കുന്നെങ്കിൽ दूसरा तीसरी बार भी यदि परमेश्वर बात कर रहा है എങ്കിൽ മാത്രമേ പറയാവുള്ളൂ. तो ही कहना है. ഒരു ദൂത് വെളിപ്പെട്ടു, ये वाणी प्रकट हुआ, അത് ഉടനെ പറഞ്ഞില്ല എന്നുകൊണ്ട് वो तुरंत नहीं कहा करके ദൈവം നിങ്ങളെ ശിക്ഷിക്കത്തില്ല. परमेश्वर आपको शिक्षा नहीं देगा. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ऐसा सोचने वाले भी है. എനിക്ക് വെളിപ്പെടുത്തി എനിക്ക് മറച്ചു വെക്കാൻ പാടില്ല. परमेश्वर ने मुझसे कहा मुझको छिपा कर नहीं रखना है. അങ്ങനല്ല. ऐसा नहीं है. വെളിപ്പെടുത്തിയെന്ന് ആദ്യം നിങ്ങൾ ഉറപ്പുവരുത്തണം. पहले आपको वो पक्का करवाना है. ആ സ്വപ്നം കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തണം. वो सपना सही है करके पहले कंफर्मेशन लेना है. കണ്ടിട്ടുള്ള ഒരു കാര്യം പറയാം. मैंने जो वचन में देखा बात यह है. സ്വപ്നത്തിന്റെ അർത്ഥം ചോദിക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. कुछ लोग सपना का अर्थ पूछते हैं तो मैं उनको बता कर ഒരു देता സ്വപ്നം हूँ. ഒരു പ്രാവശ്യം കണ്ടതുകൊണ്ട് एक सपना एक बार देख लिया അത് करके ഉറപ്പാകണമെന്നില്ല. उसे कंफर्म होना ദൈവത്തോട് जरूरी नहीं है. പ്രാർത്ഥിക്കുന്ന ദൈവം ഒരു പ്രാവശ്യം കാണിക്കും. आप परमेश्वर से प्रार्थना करो, परमेश्वर और बता कर देगा. രണ്ടുപേരെ കൊണ്ട് സംസാരിക്കും, രണ്ട് സ്വപ്നങ്ങൾ തരും. दो सपना देगा, दो जन के द्वारा बात പല करेगा. സ്വപ്നങ്ങളും പെയറായിരുന്നു കേട്ടോ. तो परमेश्वर के वचन का हर सपना पैर में होता था. ഫറവോൻ ഒരു സ്വപ്നമല്ല രണ്ട് സ്വപ്നമാ കണ്ടത്. फरवो ने एक सपना नहीं दो सपना देखा ജോസഫ് था. ഒരു സ്വപ്നമല്ല രണ്ട് സ്വപ്നം കണ്ടത്. जोसेफ ने एक सपना नहीं दो അങ്ങനെ सपने देखे थे. വേദോസത്തിൽ ജോഡിയായിട്ടുള്ള സ്വപ്നങ്ങളുണ്ട്. ऐसे पवित्र शास्त्र में जोड़ी के हिसाब से അത് हम सपने ദൈവത്തിന്റെ को देख सकते confirmation हैं. ആണ്. वो परमेश्वर का कंफर्मेशन है. അത് ഒരു സ്വപ്നം കണ്ടു, एक सपना देखा, ഒന്നുകൂടെ തന്നാട്ടെന്ന് പറയാം. एक और दो ऐसा कहना ഒന്നുകൂടെ है. ഉറപ്പിച്ചിട്ട് കടത്താം. एक बार और मुझे कंफर्म ഒരു करो कहना പ്രവാചകൻ है. പറഞ്ഞു, एक भविष्यवक्ता ने कहा ഒരാളൂടെ പറയട്ടെ, काफी नहीं है, एक जन और कहने दो. Hallelujah. हालेलुया. എന്നോട് വ്യക്തിപരമായി സംസാരിക്കട്ടെ. मुझसे व्यक्तिगत तौर से बात പല करने पाए, വിധത്തിൽ അത് ഉറപ്പുവരുത്തണം. कई प्रकार से उसको कंफर्म करना है. നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവം. हमारा परमेश्वर बात करने वाला എൻ്റെ परमेश्वर ജീവിതത്തിൽ है. ഇന്ന് വരെ मेरे जीवन में आज तक ഏതൊക്കെ വിഷയത്തിന് വേണ്ടി കർത്താവെ സംസാരിക്കണം എന്ന് പറഞ്ഞ് കാത്തിരുന്നിട്ടുണ്ടോ, ദൈവം സംസാരിച്ചിട്ടുണ്ട്. जो भी विषय के लिए मैंने परमेश्वर की वाणी सुनने के लिए इंतजार किया है तो परमेश्वर ने अपनी वाणी सुनाई है. ഇപ്പോൾ അബദ്ധമാണെന്ന് തോന്നുന്ന കാര്യം പോലും अभी लगता है कि कभी कभार गलती हो गई है क्या, वो ദൈവത്തെ बात पे भी അനുസരിച്ച് നിന്നാൽ നാളെ ദൈവ മഹത്വത്തിന് കാരണമായി. यदि हम परमेश्वर के सम्मुख में आज्ञाकारी बनकर रहे तो कल परमेश्वर हमारा सम्मान करेगा. അങ്ങനെ ഒന്ന് കാതോർക്കുകയാണെങ്കിൽ, if you are a good listener, यदि हम अपने कानों को उसकी ओर लगाते हैं ദൈവം സംസാരിപ്പാനിടയായി തീരും. परमेश्वर हमसे बात करेगा. അപ്പോൾ ആ സമയത്ത് ഞാൻ എടുത്തൊരു തീരുമാനം, तो उस दिन एक निर्णय जो मैंने लिया ഒരു था, പ്രോഫറ്റിക് ദൂത് കിട്ടിയാൽ एक भविष्यवाणी यदि मैं सुनता കർത്താവ് हूँ എനിക്ക് അതിനോട് കൂടെ ഒരു ദർശനം തരണം, उसके साथ एक दर्शन भी എനിക്ക് देना, കാണിച്ചു തരണം. मुझे दिखा कर देना. മൂന്നാമത് तीसरा, എനിക്ക് അതിനെ ചേർന്നൊരു വചനം തരണം. उसके साथ मुझे एक वचन ഇത് देना. മൂന്നും കൂടെ ഒന്നിച്ചു വന്നെങ്കിൽ ये तीनों यदि एक साथ आए तो ഞാനൊരു ദൂത് പറയത്തുള്ളൂ. तो ही मैं वाणी कहूंगा. എനിക്ക് വരുന്നൊരു പ്രോഫറ്റിക് മെസ്സേജ്, जो प्रोफेटिकल मैसेज जो परमेश्वर അതിനെ देता കണക്ട് है ചെയ്യുന്ന ഒരു ദർശനം, उसको कनेक्ट करके एक അതിനെ दर्शन, കണക്ട് ചെയ്യുന്ന ഒരു, ഞാൻ ചോദിക്കും കർത്താവ് ഒരു വചനം എനിക്ക് താ. और उसको कनेक्ट करने वाला एक वचन, ഈ ദർശനത്തിന് ചേരുന്ന വചനം ये दर्शन से मिलने वाला एक वचन भी देना. കർത്താവ് ഇങ്ങനെ എഴുതി കാണിക്കും, परमेश्वर लिख के दिखाएगा, അല്ലെങ്കിൽ വെളിപ്പെടുത്തി തരും. नहीं तो प्रकट करके കഴിഞ്ഞ देगा. 2 ആഴ്ച मुंब ഒരു അമേസിംഗ് എക്സ്പീരിയൻസ് എനിക്കുണ്ടായി. पिछले 2 दिन पहले एक अमेजिंग एक्सपीरियंस मेरे साथ हुआ. ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ ഒരു വചനം തന്നു. परमेश्वर की आत्मा ने मेरे अंदर एक वचन ഞാൻ दिया. ആ വചനം ആകുന്നത് സെർച്ച് ചെയ്ത് തപ്പി എനിക്ക് കിട്ടി. वो वचन मैंने बहुत ही ढूंढा, मुझे मिला नहीं. ഞാൻ അപ്പർ റൂമിലെ മോർണിംഗ് ഡൂ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ लेकिन जब मैं अपर रूम मॉर्निंग जो रिकॉर्ड करने के लिए बैठा था, പരിശുദ്ധാത്മാവ് പെട്ടെന്ന് എനിക്കൊരു വചനം വെളിപ്പെടുത്തി. पवित्र आत्मा ने एक वचन प्रकट करवा के ആ दिया. വചനം ഞാൻ എടുത്ത് വായിച്ചപ്പോൾ वो वचन जब मैं उठाकर पढ़ा സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന വചനം, तो 2 हफ्ते से जो मैं सर्च कर रहा था वो കർത്താവ് वचन था. ഇതെങ്ങനെ वो ഇങ്ങനെ പൊങ്ങി വരുന്നത്? तो मैंने कहा परमेश्वर ऐसे कैसे परमेश्वर अद्भुत काम करता है. സെർച്ച് ചെയ്തിട്ട് കിട്ടാത്ത വാക്യം, എക്സാക്ട് വാക്യം 2 हफ्ते से ढूंढ रहा था, मुझे नहीं मिल रहा था वो एग्जैक्ट वही वचन ഹല്ലേലൂയ. കർത്താവ് വെളിപ്പെടുത്തി തരും. परमेश्वर ने अभी प्रकट करवा के എന്താ दिया. നമ്മുടെ ദൈവം അങ്ങനെ സംസാരിക്കത്തില്ലേ? क्या हमारा परमेश्वर वैसा बात नहीं നമ്മുടെ करेगा? ദൈവം സംസാരിക്കും. हमारा परमेश्वर बात എന്നോട് करेगा. മാത്രമല്ല, केवल मुझसे ही नहीं, നിങ്ങളോട് ഓരോരുത്തരോടും സംസാരിക്കും. आपसे भी हर एक लोग से बात ചിലരോട് करेगा. വചനത്തിലൂടെയാകാം, कुछ लोग से वचन से हो सकता ചിലരോട് है, कुछ സ്വപ്നങ്ങളിലൂടെയാകാം, लोग से सपने से हो सकता ചിലരോട് है, പ്രവാചകന്മാരിലൂടെയാകാം. किसी से परमेश्वर भविष्यवक्ताओं से बात करेगा. നിങ്ങളൊരു നല്ല ലിസണർ ആണെങ്കിൽ, ഇഫ് യു ആർ എ ഗുഡ് ലിസണർ, यदि आप सुनने के लिए आप अच्छा एक सुनने के लिए God is तैयार है ready तो to talk to you. परमेश्वर आपसे बात करने को ദൈവം നിങ്ങളോട് तैयार है. സംസാരിക്കുന്നുണ്ടെങ്കിൽ परमेश्वर जब आपसे बात कर रहा है അതിന്റെ तो അർത്ഥം उसका मतलब ദൈവം നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ടില്ല. परमेश्वर ने आपको त्यागा नहीं ഇന്ന് है. പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഈ വചനത്തിലൂടെ സംസാരിക്കുന്നുണ്ട്. आज के इस वक्त पवित्र आत्मा वचन के द्वारा आपसे बात कर रही അതിന്റെ है. അർത്ഥം उसका मतलब you are not in the rejected list of God. आप Hallelujah. उस त्यागे हुए लिस्ट में नहीं आए हो.
നിങ്ങൾ ദൈവത്തിന്റെ കാര്യപരിപാടിയുടെ ലിസ്റ്റിൽ ഇപ്പോഴും കിടക്കുകയാണ്. अभी भी आप परमेश्वर के कामों के उस लिस्ट में आपका नाम अभी भी है. ദൈവത്തിന്റെ പദ്ധതിയുടെ ലിസ്റ്റിൽ നിങ്ങൾ ഇപ്പോഴും കിടക്കുകയാണ്. परमेश्वर की पद्धतियों का, योजनाओं का उस लिस्ट में अभी भी आप पड़े हुए हो. അതുകൊണ്ട് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത്. इसके लिए परमेश्वर आपसे बात करता है. God is having a plan about your life. अभी भी आपके जीवन से परमेश्वर को एक मकसद है. അന്തിമ സമയത്ത് अंतिम समयों पर പ്രവാചകന്മാർ വർദ്ധിച്ചു വരികയാണ്. भविष्यवक्ताओं की संख्या बढ़ेगी. കാരണം ദൈവം തന്റെ ജനത്തെ അത്രമേൽ സ്നേഹിക്കുന്നു. क्योंकि परमेश्वर अपनी प्रजा से उतना ही प्रेम തന്റെ रखता है. ഏകജാതനായ പുത്രനെ നൽകുവാൻ തയ്യാറായ अपना കർത്താവ്, एकलौता पुत्र को भी देने को तैयार हुआ हमारा पिता അത്രമേൽ परमेश्वर. ലോകത്തെ സ്നേഹിച്ച കർത്താവ്, उतना इस संसार से प्रेम रखने वाला സഭ परमेश्वर ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പേ कलीसिया इस धरती से उठने जाने से पहले ही ചിലരെ കൂടത്തിയിൽ നിന്ന് हमें വലിച്ചെടുക്കുക. कुछ लोगों को और उस अग्नि के कुंड से തന്റെ खींचने के लिए സ്നേഹം തന്റെ കൃപ ധാരാളമായി വെളിപ്പെടുത്തുവാൻ തയ്യാറാണ്. अपना प्रेम और अपनी करुणा और भी वो प्रकट करने को അതുകൊണ്ട് तैयार പ്രവചന है. താഴ്വരയിൽ പ്രവാചകന്മാരുടെ എണ്ണം വർദ്ധിക്കട്ടെ. इसके लिए उस भविष्यवक्ताओं की जो संख्या है बढ़ने पाए. ദർശനങ്ങൾ വെളിപ്പാടുള്ളവർ നമ്മുടെ കുഞ്ഞുങ്ങളിൽ എഴുന്നേറ്റ് വരട്ടെ. दर्शन देखने वाले, सपना देखने वाले हमारे बच्चों के बीच में से ഞാൻ उठाने കഴിഞ്ഞ पाए. ദിവസം പറഞ്ഞതാണ്. पिछले दिन मैंने कहा था, യെശയ്യാവിന്റെ പുസ്തകം 29-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു. यशायाह 29 में हम ऐसा देख सकते हैं. അവിടെ കാണുന്നത് वहां पर ऐसा लिखा है, യഹോവ ഒരു ഗാഢനിദ്ര നിങ്ങളുടെ മേൽ പകർന്നു. यहोवा ने एक गहरी नींद तुम्हारे ऊपर दे നിങ്ങളുടെ दी. കണ്ണ് അടച്ചിരിക്കുന്നു. आपकी आंखें बंद है. നിങ്ങളുടെ ദർശകന്മാരുടെ തലയിൽ മൂടുപടമിട്ടിരിക്കുന്നു. आपके दर्शकों के सर पर पर्दा डला हुआ है. അവരുടെ കയ്യിൽ ഒരു പുസ്തകം കൊടുത്താൽ, ഒരു മുദ്ര, ഒരു ദർശനം കൊടുത്താൽ, उनके हाथों पे एक दर्शन दे दे, അവർക്കത് മുദ്രയിട്ട പുസ്തകം പോലെ തോന്നുന്നത്. उनके लिए वो मुद्रा लगाया हुआ, मोहर लगाया हुआ एक पुस्तक समान है. ഹല്ലേലൂയ. അക്ഷരവിദ്യ ഉള്ളവന്റെ കയ്യിലാ കൊടുക്കുന്നതെങ്കിൽ यदि वो पढ़ने जिनको आता है उनके हाथों पे देंगे तो भी അവൻ വായിച്ചിട്ട് പറയും, वो पढ़ने के बाद कहेगा, ഹല്ലേലൂയ, അതിന് മുദ്രയിട്ടിരിക്കുക. उसमें मोहर लगा हुआ है. അതെനിക്ക് മനസ്സിലാകുന്നില്ല, वो मैं कुछ समझ नहीं पा വായിച്ചിട്ടൊന്നും रहा. മനസ്സിലാകുന്നില്ല. मैं पढ़ रहा हूँ लेकिन मैं समझ नहीं पा അക്ഷരവിദ്യ रहा. ഇല്ലാത്തവന്റെ കൈ കൊടുത്താൽ यदि പറയും, वो पढ़ नहीं सकता, ऐसे व्यक्ति के हाथ में देंगे तो भी എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. मैं पढ़ नहीं पा रहा. വചനമാണ് ഞാൻ വായിക്കുന്നത് കേട്ടോ. वचन में पढ़ रहा യെശയ്യാവ് हूँ. 29:10 മുതലുള്ള വാക്യങ്ങളാ. 10 से आगे, 29 का 10 के आगे എന്താ സംഭവിക്കുന്നത്? क्या हो रहा है? പ്രവാചകന്മാരുടെ തലയിൽ മൂടുപടമിട്ടിരിക്കുക. भविष्यवक्ताओं के सर पर पर्दा डला हुआ है. ദൈവം ദർശനങ്ങളും വെളിപ്പാടും നിർത്തൽ ചെയ്തു വെച്ചിരിക്കുക. परमेश्वर दर्शनों को, सपनों को बंद करके അങ്ങനെ रखा हुआ है. ചരിത്രത്തിൽ ഒരു കാലഘട്ടമുണ്ടായി. ऐसा चरित्र में, इतिहास में एक युग മലാഖി था. പ്രവാചകന് ശേഷം मलाकी भविष्यवक्ता के बाद 400 വർഷം 400 साल നിശബ്ദ तक കാലം എന്നറിയപ്പെട്ട വർഷം, एक निशिब्द या निशब्द युग कहा जाता था. ടെസ്റ്റ്മെന്റൽ പീരീഡ്, രണ്ട് നിയമങ്ങൾക്ക് ഇടയിലുള്ള 400 വർഷം दोनों नियमों के बीच का एक 400 साल സൈലന്റ് പീരീഡ് ആയിരുന്നു. एक वो शांत, एक साइलेंट पीरियड था. പ്രവാചകനില്ല, कोई ഒരു भविष्यवक्ता नहीं थे, ദർശകനില്ല. कोई दर्शन देखने वाले नहीं ദർശകന്മാരുടെ थे. തലയിൽ മൂടുപടമിട്ടിരിക്കുന്നു. दर्शकों के सर पर एक पर्दा डला हुआ था. ഹലോ, हालेलुया, താങ്ക് യു ജീസസ്, मैन प्रेज लॉर्ड. താങ്ക് യു. ദൈവം സംസാരിക്കുന്നില്ല. परमेश्वर बात नहीं कर रहा. എത്ര സങ്കടകരമായ അവസ്ഥയല്ലേ. कितनी संकट की बात है പക്ഷേ ये. അടുത്ത അധ്യായം, लेकिन अगले अध्याय में 30-ാം അധ്യായം പറയുകയാണ്, 30वां अध्याय कहता है, ഞെരുക്കത്തിന്റെ അപ്പം തിന്നാലും. यदि मैं दुख की रोटी खाना पड़े. 30-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം, 30 का 20वें आयत, ഞെരുക്കത്തിന്റെ അപ്പം, കഷ്ടത്തിന്റെ അപ്പം, ഞെരുക്കത്തിന്റെ വെള്ളം, ഹല്ലേലൂയ, മാത്രമേ ജീവിതത്തിലുള്ളെങ്കിലും चाहे विपत्ति की रोटी, दुख का जल ही मेरे जीवन में हो, നിന്റെ ഉപദേഷ്ടാവ് നിനക്ക് മറഞ്ഞിരിക്കത്തില്ല. तो भी तुम्हारे उपदेशक फिर न छिपे. ഹല്ലേലൂയ. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കാണും. और तुम अपनी आंखों से अपने उपदेशकों को देखते रहोगे. വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ जब तुम दाहिनी और बाएं और मुड़ोगे, വഴി ഇതാകുന്നു എന്ന് പിന്നിൽ നിന്ന് ഒരു ശബ്ദം आमेन, കേൾക്കും. हालेलुया. तुम्हारे पीछे से एक वचन आएगा कि यही तुम्हारा रास्ता है. ജീവിതത്തിൽ ഞെരുക്കത്തിന്റെ അപ്പമാ, കഷ്ടത്തിന്റെ വെള്ളമാ, പക്ഷെ ദൈവശബ്ദത്തിന് आमेन, മാത്രം ഒരു കുറവില്ല. आमेन, हालेलुया, आमेन.
जीवन में भले विपत्ति आए, चाहे दुख का जल पीना पड़े, लेकिन विपत्ति के बीच में भी एक आवाज हमारे कानों पर आएगी। ഒരധ്യായം ഒന്ന് തിരിഞ്ഞപ്പോൾ एक अध्याय जब पलट गया, സാഹചര്യം മാറി. हमारा जो परिस्थिति बदल ഒരധ്യായം गई। ഒന്ന് एक തിരിഞ്ഞപ്പോൾ अध्याय जब पलट गया, മൂടുപടം കീറിയെന്ന്. पर्दा फट गया। ഒരധ്യായം ഒന്ന് एक തിരിഞ്ഞപ്പോൾ अध्याय जब पलट गया, നിലച്ചുപോയ പ്രവാചക ശബ്ദം തുടങ്ങിയെന്ന്. बंद हुआ भविष्यवक्ता की आवाज उठने लगी। ഒരധ്യായം ഒന്ന് തിരിഞ്ഞപ്പോൾ एक अध्याय जब पलट गया, വായിച്ചിട്ട് മനസ്സിലാകാത്ത വചനത്തിന്റെ വെളിപ്പാടുകൾ വെളിപ്പെട്ടു വരാൻ തുടങ്ങി. जो पढ़कर वचन की समझ में नहीं आ रहा था, उसका प्रकाशन मिलने लगा। മുദ്രയിട്ടത് मोहर लगाया हुआ, മനസ്സിലാകാത്തത് जो समझ नहीं आ रहा റിവീലായി था, വരികയാ. वो प्रकट हो रही है। മക്കളെ ഞാൻ വിശ്വസിക്കുന്നു. परमेश्वर के बच्चों में विश्वास ഞാൻ करता വിശ്വസിക്കുന്നു. हूँ, मैं विश्वास करता हूँ। ഹല്ലേലൂയ. ഒരു നിശബ്ദ കാലത്തിന് ശേഷം, एक निशब्द युग के बाद, ഒരു നിശബ്ദ കാലത്തിന് एक ശേഷം साइलेंट पीरियड के बाद പ്രവാചകന്മാരുടെ ഒരു കൂട്ടം എഴുന്നേറ്റതുപോലെ. भविष्यवक्ताओं का एक संख्या में भविष्यवक्ता कैसे उठे थे। സത്യമല്ല ഞാൻ പറഞ്ഞത്? आमेन, हालेलुया। 400 വർഷത്തെ നിശബ്ദ കാലത്തിന് ശേഷം 400 साल का साइलेंट पीरियड के बाद ഒരു പുതിയ തലമുറ എഴുന്നേൽക്കുകയാണ്. एक नई पीढ़ी उठा। ഒരു യുഗാന്ത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു തലമുറ എഴുന്നേൽക്കുകയാണ്. उस अंतिम युग की सेवकाई के लिए एक जनरेशन उठ रही है। ദിവസങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവ് പറയുന്നു, पिछले दिनों में छात्र എല്ലാ ने मुझसे कहा, യുഗത്തിന്റെ അവസാനത്തിലും ദൈവം ഉപയോഗിച്ച ഒരു കൂട്ടമുണ്ട്. सारे युग के अंतिम समयों पर इस्तेमाल किया हुआ एक पीढ़ी थी। ഹൽമാ ഷെഖേൽ ലബ്തൽ പംഷൽ ഖമന. ഹല്ലേലൂയ. യേശുകർത്താവ് പറഞ്ഞത്, ഇത് നോഹയുടെ കാലം പോലൊരു കാലം. ये नोहा के युग के समान एक युग है। ശരിയല്ലേ? हालेलुया। നമ്മൾ എന്ത് പറഞ്ഞു? हमने क्या कहा? നമ്മൾ ആ ഭാഗം മാത്രം കണ്ടു. हमने केवल वही एक भाग ഏത് देखा। ഭാഗം മാത്രം കണ്ടു? कौन सा भाग देखा? അനീതി ചെയ്യുന്ന ജനത, पाप में पड़े हुए लोग, ദൈവത്തെ മറന്ന് ജീവിക്കുന്നവർ. परमेश्वर को भूल कर जीने वाले लोग। ശരിയല്ലേ? सही है ना? വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചുമൊക്കെ ജീവിച്ച ഒരു തലമുറ. ब्याह किया और गलत काम करके जिए हुए एक पीढ़ी। പക്ഷെ നമ്മൾ ഒരാളെ വിട്ടുകളഞ്ഞു. लेकिन हमने एक जन को भूल गया। അതിന്റെ നടുവിൽ उसके बीच ഒരു में prophetic ശബ്ദമായി നിന്ന ഒരു മനുഷ്യനെ एक भविष्यवाणी का आवाज बनकर खड़ा हुआ एक ഞാൻ व्यक्ति था। ആത്മാവിൽ വിളിച്ചു പറയട്ടെ, मैं आत्मा में ഇത് चिल्लाकर നോഹയുടെ कहता हूँ, കാലം പോലൊരു കാലമാണെങ്കിൽ, ये नोहे का युग जैसा एक युग है, तो ഒരു സൈഡിൽ പാപം പെരുകുമ്പോൾ एक तरफ जब पाप की संख्या बढ़ती है, മറുഭാഗത്ത് तो दूसरा तरफ കൃപ പ്രാപിച്ച अनुग्रह को प्राप्त ഒരു किया हुआ നീതി പ്രസംഗി ഉണ്ട് കേട്ടോ. एक न्याय का घोषणा करने वाली पीढ़ी है। एक तरफ മാനസാന്തരത്തിന്റെ ദൂത് വിളിച്ചു പറയുന്ന, एक मन फिरा की वाणी को चिल्ला कर कहने वाला, പെട്ടകം പണിയുന്ന एक संदूक ഒരു बनाने वाला കുടുംബമുണ്ടെന്ന് മറന്നു കളയരുത്. एक पीढ़ी है, ऐसा भूलना नहीं ഇത് है। നോഹയുടെ കാലമാണെങ്കിൽ ये नोहा का ഈ युग है, കാലഘട്ടത്തിന്റെ നോഹയായി ഞാനും നീയും മാറണമെന്ന് इस युग का नोहा बनकर मैं और तुम बनने वाले हो। എത്ര പേർ പറയും? कितने लोग कहोगे? കർത്താവേ, परमेश्वर വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ इस पाप से भरा हुआ इस पीढ़ी के बीच में ദൈവത്തിന് അനന്യരായി നിഷ്കളങ്ക മക്കളായി നിൽക്കുവാൻ, परमेश्वर के लिए अलग जीवन बिताकर एक निष्कलंक संतान बनकर जीने के लिए, പ്രാപിച്ച ഒരു തലമുറയായി നിൽക്കുവാൻ अनुग्रह को प्राप्त किया हुआ एक पीढ़ी के समान खड़े होने के लिए എന്നെ സഹായിക്കണമേ. मुझे सहायता करना। ഹല്ലേലൂയ. हालेलुया। ഇത് ഏലിയാവിന്റെ കാലം. ये एलिया का युग है। ഞാനല്ല പറഞ്ഞത്. मैंने क्या कहा? അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 11 അധ്യായത്തിൽ പറഞ്ഞു. रोमियो 11 में पौलुस प्रेरित ने इस प्रकार से कहा। പൗലോസ് പറഞ്ഞു, पौलुस प्रेरित ने कहा, ഈ കാലത്തും इस युग में भी ഏലിയാവിന്റെ കാലത്തെ പോലെ एलिया के युग के समान ഒരു ശേഷിപ്പുണ്ടെന്ന്. एक बचाव है। അങ്ങനല്ലേ റോമർ 11 പറയുന്നത്? वैसा ही रोमियो 11 में നിങ്ങൾ लिखा है। പറഞ്ഞാട്ട് these are the days of Elijah हमें आप भी कहे कि ये एलिया का जमाना है। എന്ന് പറയുമ്പോൾ मतलब എല്ലാവരും ബാലിന് മുട്ടുമടക്കുന്ന കാഴ്ച മാത്രമല്ല നിങ്ങൾ കാണേണ്ടത്. केवल आप यह ना देखें कि सब लोग उस बाल देवता के सामने झुक रहे ബാലിന് हैं। മുട്ടുമടക്കാത്ത ഒരു 7000 ഉണ്ട്. आमेन। 7000 झुंड ऐसा भी है जो बाल देवता के सामने झुककर ബാലിന് नहीं टिकते। മുട്ടുമടക്കാത്ത ഒരു 7000 ഉണ്ട്. 7000 लोग हैं जो बाल देवता के सामने घुटना പാപത്തിന് नहीं टिकता। വഴങ്ങാത്ത ഒരു തലമുറയുണ്ട്. पाप के लिए नहीं जाने वाला एक पीढ़ी भी है। വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു തലമുറയുണ്ട്. पवित्रताई के लिए रुकने वाला एक जनरेशन है। ഹല്ലേലൂയ. हालेलुया। ഏലിയാവ് പറഞ്ഞു, एलिया ने कहा, ഞാൻ ഒറ്റയ്ക്കായിരിക്കുന്നു. मैं अकेला हो അയ്യോ, गया। നിങ്ങളും പറഞ്ഞിട്ടില്ലേ? आपने भी कहा होगा ना, എല്ലാവരും എന്താ പറഞ്ഞ തെറ്റ് ചെയ്ത്
ഹല്ലേലൂയ തെറ്റായ വഴി പോയിക്കൊണ്ടിരിക്കുക. परमेश्वर सब लोग गलत करके पाप की ओर जा रहे എല്ലാവരും हैं, വചനം വിട്ട് ജീവിക്കുക. सब वचन को छोड़कर जी रहे हैं. ഞാൻ ഒറ്റയ്ക്കായിരിക്കും. मैं अकेला हो गया. പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി പറയുക, पवित्र आत्मा आपको देखकर कहती है ऐसा नहीं है. ബാലിന് മുട്ടുമടക്കാത്ത जो बाल देवता के सामने घुटने ഒരു नहीं കൂട്ടം टेकता, ഈ കാലഘട്ടത്തിലുമുണ്ട്. इस जनरेशन में भी है. ഒരു ശേഷിപ്പുണ്ട്. एक जनरेशन There is बचा a हुआ है, remnant. Hallelujah. एक बचा हुआ एक पीढ़ी है, Hallelujah. There is a remnant. एक बचा हुआ You है. are the part of that remnant. आप उस बचे हुए में से हो, നിങ്ങൾ ആ ശേഷിപ്പിന്റെ आप ഭാഗമാണ്. उस बचे हुए में से ഒരു हो. 7000 ഉണ്ടെന്ന്. एक 7,000 लोग हैं, ഒന്നല്ല കേട്ടോ, एक नहीं, ഒരു 7000 ഉണ്ടെന്ന്. 7,000 लोग. നിങ്ങൾക്കറിയാമോ? क्या आप जानते हो? കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ करमेल पर्वत के ऊपर ഏലിയാവ് നിന്നിടത്ത് അഗ്നി ഇറങ്ങി. एलिया जहाँ खड़ा था वहाँ अग्नि उतरी. 7000 പുറത്തു വരാൻ പോവുകയാണ്. 7,000 बाहर आने वाले. ഒരു അന്തിമകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി एक अंतिम दिनों की सेवकाई के लिए മറഞ്ഞിരിക്കുന്ന ചിലർ छिपे हुए कुछ लोग പുറത്തു വരാൻ പോവുകയാണ്. बाहर आने वाला है. ഇതൊരു ഏലിയാവിന്റെ തലമുറയാണെങ്കിൽ ये एलिया का ഈ जनरेशन है, तो തലമുറയുടെ ഏലിയാവായി നീ മാറട്ടെ. इस पीढ़ी का एलिया बनकर तू उठने ഈ पाए. തലമുറയുടെ ഏലിയാവായി നീ മാറട്ടെ. इस जनरेशन का एलिया बनकर तुम उठने ഒരു पाए. അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി. इस अंतिम दिनों की सेवकाई के ഏലിയാവ് लिए. നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. एलिया भी हमारे जैसे एक समानता था, स्वभाव का था. ഏലിയാവ് പറഞ്ഞു ഹല്ലേലൂയ. एलिया ने कहा, നിരാശപ്പെട്ടു പറഞ്ഞു, എന്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ നല്ലവനല്ലല്ലോ, ഞാൻ മരിക്കട്ടെ. एलिया निराश में आकर कहा कि मैं मेरे पूर्वजों से अच्छा नहीं है, मैं ഇത്രയൊക്കെ मरना ही उचित है. ഇത്രയൊക്കെ ചെയ്തത് മതി. इतना सब मैंने किया बस. ഹല്ലേലൂയ. हालेलुया. ദൈവം പറഞ്ഞു. परमेश्वर ने कहा, കഴിഞ്ഞ ദിവസം ഏതോ ദേവദാസൻ പറഞ്ഞു, पिछले दिन एक परमेश्वर के दास ने ऐसा कहा, നിങ്ങൾക്ക് അങ്ങനെയുള്ള ചിന്ത വരുമ്പോ, जब आपको एक ऐसा चिंता आती ഈ है, നിരാശ വരുമ്പോ, जब निराशा ആരാ പറഞ്ഞതെന്ന് आती है, എനിക്ക് ഓർമ്മയില്ല, നിരാശ വരുമ്പോ जब निराश आती है, കർത്താവ് എനിക്ക് മരിക്കണം, നീ എന്നെ അങ്ങ് എടുക്കണം എന്ന് കർത്താവിനോട് പറഞ്ഞു. ഹല്ലേലൂയ. ഏഞ്ചലാന്നാ പറഞ്ഞേ, കർത്താവിനോട് പറഞ്ഞു. നല്ലൊരു ആശയം ഏഞ്ചലാ പറഞ്ഞത് അല്ലേ? കർത്താവിനോട് പറഞ്ഞു, നല്ല കാര്യമാണ് ഏലിയാ പറഞ്ഞതുപോലെ. हालेलुया. गवाही में मैंने कहा था कि जब आपको ऐसा लगता है कि मुझे बस हो गया, मरना ही है, तो आप किसी और से ना कहे, जाके परमेश्वर से ही कहे कि परमेश्वर बस हो गया, मुझे आप ही उठा लो. അത് നമ്മളോട് തന്നെ പറയണ്ട. वो हम खुद से नहीं कहना है, തീരുമാനിക്കണ്ട. हम खुद मरने की तैयारी में मर जाओ. परमेश्वर से यदि हम कहने जाएंगे, കർത്താവ് നമ്മളെ എങ്ങെടുക്കും? क्या परमेश्वर आपको उठाएगा? കർത്താവ് നമ്മളെ ബലപ്പെടുത്തുന്നു, परमेश्वर हमें शक्ति देगा, നമ്മളെ ധൈര്യപ്പെടുത്തുന്നു, हमें बलवंत നമ്മളെ करेगा, നിലനിർത്തുന്നു. हमें खड़ा കരമുയർത്തി करेगा. കർത്താവിനെ സ്തുതിച്ചാട്ടെ. आमेन. हालेलुया. ഹല്ലേലൂയ. हालेलुया. നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ, एलिया भी हमारे समान, हमारी समानता का स्वभाव का പോലെ था, തന്നെയുള്ള ഒരു മനുഷ്യൻ. हमारे जैसा ही वो मनुष्य था. പക്ഷേ അവൻ പ്രാർത്ഥിച്ചപ്പോൾ, लेकिन जब उसने प्रार्थना അവൻ की, പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ വിഷയം, जब उसने प्रार्थना की, वो है അവന്റെ बात, പ്രാർത്ഥന उसकी प्रार्थना ചരിത്രത്തെ മാറ്റി. इतिहास को बदल दिया. അവന്റെ പ്രാർത്ഥന उसकी प्रार्थना ദേശത്തെ മാറ്റി. देश को बदल दिया. ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ इन दिनों में आप प्रार्थना करने को ഈ तैयार है, तो കാലഘട്ടത്തിലെ इस अंतिम युग में ഏറ്റവും വലിയ ദൈവപ്രവർത്തിക്ക് വേണ്ടി सबसे बड़ा एक परमेश्वर के काम के लिए പ്രാർത്ഥിക്കുന്നവനെ ദൈവം ഉപയോഗിക്കും. प्रार्थना करने वाले को परमेश्वर इस्तेमाल ഞാൻ करेगा. കഴിഞ്ഞ ദിവസം പറഞ്ഞതെന്ന് എന്റെ ഓർമ്മ. पिछले दिन मैंने कहा, मैं ऐसा सोचता हूँ. ഹല്ലേലൂയ. हालेलुया. ഞാൻ വെറുതെ സെർച്ച് ചെയ്തു, जब मैंने ऐसा सर्च किया, പ്രാർത്ഥനാ വീരന്മാരായ ദൈവദാസന്മാരെ കുറിച്ച് പഠിക്കുവാൻ, സബ്ജക്ട് ടു ലേൺ. प्रार्थना योद्धाओं के बारे में जब मैं पढ़ रहा था, ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥനാ വീരന്മാർ, इतिहास में सबसे बड़ा प्रार्थना की योद्धा, പ്രതീക്ഷയുടെ ഹൗസ് വാമിങ്ങിന് അത് ഞാൻ പറഞ്ഞു. प्रदेश बदर की हाउस वार्मिंग के समय पर मैंने कहा था, ദൈവം പ്രയർ വാരിയേഴ്സ് ആയി आप തിരഞ്ഞെടുത്തിരിക്കുന്നു. में से कुछ लोगों को परमेश्वर ने प्रार्थना योद्धा के എല്ലാവരും समान സ്റ്റേജിൽ बनाया है. നിൽക്കാനല്ല വിളിച്ചിരിക്കുന്നത്, എല്ലാവരും സ്റ്റേജിൽ നിൽക്കാനല്ല വിളിച്ചിരിക്കുന്നത്. सबको स्टेज में खड़े होने के लिए नहीं बुलाया Some है. are called to become a prayer warrior. कुछ लोग को प्रार्थना के They योद्धा के are समान going चुना to है. change the fate of the nations. वो लोग जो है नेशन की तकदीर को बदल പ്രാർത്ഥന देगा, ദേശങ്ങളെ മാറ്റും. देशों को बदल देगा. എന്തൊരു പവർഫുൾ ആണെന്നറിയാമോ? क्या सामर्थ है Oh उसमें. my God. ചിലർ Hallelujah. പ്രാർത്ഥനാ വീരന്മാരാ. कुछ लोग को प्रार्थना के എല്ലാവർക്കും योद्धा കിട്ടുന്ന बनाएगा. ശുശ്രൂഷയല്ല. वो सबको मिलने वाली നിങ്ങൾ सेवकाई അതിന് नहीं വിളിച്ചിട്ടുണ്ടെങ്കിൽ, है. यदि आपको उसके लिए बुलाया है, तो സന്തോഷത്തോടെ ചെയ്യണം. आप खुशी के साथ वो നിരാശയോടല്ല. करें, निराशा के साथ नहीं. ഭയങ്കര പ്രിവിലേജാ. वो बहुत ही भाग्य की, सौभाग्य की बात है. ദൈവസഭയുടെ കാവൽക്കാരാ പ്രാർത്ഥിക്കുന്നത്. आमेन. परमेश्वर की कलीसिया के रखवाले हैं जो प्रार्थना करने वाले കാവൽക്കാർ हैं. ഉറങ്ങരുത്. जो रखवाले हैं उन्हें सोना नहीं കാവൽക്കാർ है. വിളിച്ചു പറയണം. रखवाले ये चिल्ला
चिल्ला कर രാത്രി कहे, എന്താ എന്ന് വിളിച്ചു रात में പറയണം. क्या हुआ ये चिल्ला कर രാത്രി कहे, എന്താ എന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നവരെ കാവൽക്കാർ. रात में क्या हुआ ये चिल्ला कर पूछ कर जवाब देने वाला है रखवाला. യഹസ്കേലിനെ വിളിച്ചിട്ട് ദൈവം പറഞ്ഞു, एहस्केल को बुलाकर യഹസ്കേലേ, ഞാൻ നിന്നെ കാവൽക്കാരനാക്കിയിരിക്കുക, एहस्केल मैंने तुझे ഞാൻ रखवाला നിന്നെ नियुक्त किया ദേശത്തിന് है, ഒരു അടയാളമാക്കിയിരിക്കുക. देश एक चिन्ह बनाकर रखा है. നിങ്ങൾ കാവൽക്കാരാണ്. आप रखवाले हो, പ്രാർത്ഥിക്കുന്നവർ प्रार्थना योद्धा हो, ദൈവസഭയുടെ കാവൽക്കാരാണ്. परमेश्वर कलीसिया के रखवाले हो. പ്രാർത്ഥിക്കുന്നവർ ഉറങ്ങരുത്. प्रार्थना करने वाले सोए नहीं. ഹല്ലേലൂയ. മണിക്കൂറുകൾ പ്രാർത്ഥിക്കട്ടെ. घंटे भर प्रार्थना करने पाए, മണിക്കൂറുകൾ घंटे പ്രാർത്ഥിക്കട്ടെ. घंटे भर प्रार्थना करने पाए. ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ മണിക്കൂറുകൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. जब अकेले बैठते हो तो अन्य भाषा में प्रार्थना അന്യഭാഷയിൽ करते പ്രാർത്ഥിക്കണം. हैं, अन्य भाषा में प्रार्थना करते हैं, ഭാഷയിലൂടെ നിങ്ങൾ പ്രാർത്ഥിച്ച് പോരാടിക്കൊണ്ടിരിക്കണം. अन्य भाषा में प्रार्थना करके युद्धों को लड़ते रहे. ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. देशों के लिए प्रार्थना करें, അഭിഷിക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. अभिषिक्त लोगों के लिए प्रार्थना അവൻ करें. പ്രാർത്ഥിച്ചപ്പോൾ, जब प्रार्थना അവൻ किया, പ്രാർത്ഥിച്ചപ്പോൾ जब उसने प्रार्थना की, പ്രാർത്ഥിക്കുന്നവനെയാണ് ദൈവം ഉപയോഗിച്ചിട്ടുള്ളത്. प्रार्थना करने वालों को परमेश्वर ने इस्तेमाल किया है. ഏലിയാവ് एलिया നമ്മളെ പോലുള്ള ഒരു മനുഷ്യൻ, हमारे समानता का एक स्वभाव वाला व्यक्ति, പക്ഷേ he was a prayer warrior. लेकिन वो प्रार्थना योद्धा था. വേദപുസ്തകത്തിൽ അങ്ങനെ വലിയ പ്രാർത്ഥനാ വീരന്മാരുണ്ട്, वैसे पवित्र शास्त्र में बहुत सारे प्रार्थना के योद्धा लोग हैं, ചരിത്രത്തിലുണ്ട്. इतिहास में है. ജോർജ് മുള്ളറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. जॉर्ज मुलर के बारे में मैंने कहा. ജോർജ് മുള്ളറിന്റെ ടെസ്റ്റിമണിയാണ്. जॉर्ज मुलर की गवाही है ये. ആയിരക്കണക്കിന് പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രാർത്ഥിച്ചു. 1000 प्रार्थना विषय उसने रखकर प्रार्थना किया. 7000 8000 प्रेयर रिक्वेस्टകൾ താൻ എഴുതി വെച്ചു പ്രാർത്ഥിച്ചു. हजारों 7000 8000 प्रेयर रिक्वेस्ट उसने लिख कर रखकर प्रार्थना की, എല്ലാം ദൈവം സാധിപ്പിച്ചു. और वो सब कुछ परमेश्वर ने जवाब दिया, എല്ലാം ദൈവം सब സാധിപ്പിച്ചു. कुछ परमेश्वर ने कर दिया. ജോർജ് മുള്ളറുടെ ജീവിതം എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുള്ളതാ കേട്ടോ. जॉर्ज मुलर का जो जीवन का जो चरित्र है वो मुझे बहुत प्रभाव ഞാൻ किया है. മുള്ളറുടെ ഒരു ജീവിതമുള്ള പ്രാർത്ഥനാ വീരനായ മുള്ളർ എന്ന് പറയുന്ന ഒരു പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. मुलर का एक प्रार्थना योद्धा के नाम से किताब मेरे पास है. ഹിസ് ബയോഗ്രഫി. वो उसका बायोग्राफी है, പ്രാർത്ഥനാ വീരനായ മുള്ളർ. प्रार्थना योद्धा ഞാൻ मुल्लर. പണ്ട് വായിച്ചിട്ടുള്ളതാ. मैंने पहले पढ़ा था ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത്, जब काम कर रहा था, ബിസിനസ് ചെയ്യുന്ന സമയത്ത് बिजनेस कर रहे थे. ഒരു പ്രാവശ്യം എനിക്ക് ഭയങ്കര ഒരു സാമ്പത്തിക ആവശ്യം ഉണ്ടായിരുന്നു. एक बार बहुत बड़ा एक फिनेंशियल जरूरत मुझे आया. ഞാനൊരു ചെക്ക് കൊടുത്തിരിക്കുക. मैंने एक चेक दिया था. ബിസിനസ് ചെയ്യുന്നവർക്കറിയാം നമുക്ക് ക്രെഡിറ്റ് കിട്ടും അല്ലേ. बिजनेस करने वाले जानते हैं तो क्रेडिट मिलता നമുക്ക് है. 45 ഡേയ്സ് ഒക്കെ ക്രെഡിറ്റ് ഉണ്ടായിരുന്നു എനിക്ക് അന്ന്. 45 दिन का क्रेडिट मिला हुआ ഞാൻ था. ചെക്ക് കൊടുത്തിട്ട് സാധനം എടുത്തിട്ടുണ്ട്. 45 ഡേയ്സ് ആയിട്ട് എനിക്ക് പേയ്മെന്റ് അടയ്ക്കാനുള്ള സമയം പേയ്മെന്റ് കിട്ടിയില്ല. मैंने चेक देकर सामान उठा लिया, लेकिन 45 डेज के बाद भी पैसे मेरे हाथ पे नहीं आए. അങ്ങനെ ഞാൻ എൻ്റെ ചെക്ക് ബൗൺസ് ആവുന്നുള്ള സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഞാൻ ചുരുക്കി അങ്ങ് പറയുക, ആ വിഷയമൊക്കെ പരിഹരിച്ച് ഞാൻ ഗ്രാൻഡ് റോഡിൽ പോയിട്ട് എൻ്റെ വെൻട്രൻ റോഡിൽ പോയിട്ട് തിരിച്ച് ട്രെയിനിൽ വരുമ്പോൾ, जब वो सारा विषय शॉर्ट में बताता हूँ, जब सारा विषय का सॉल्यूशन हो गया, जब ग्रैंड रोड जाकर जब मैं वापस आ रहा था, അന്ന് ഞാൻ ഈ ദാവീദ് അബീമേലെക്കിന്റെ അടുക്കൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ പാടി എന്ന് പറഞ്ഞ ഒരു പാട്ടൊക്കെ പാടിക്കൊണ്ട് വരിക. दाऊद ने अबीमेलेक के सामने से वापस आते समय जो गीतों को गाकर आया था, वैसे मैं भी गीतों को गाते हुए आ रहा 34 था. സങ്കീർത്തനം 34वें भजन संगीता. ദാവീദ് അബീമേലെക്കിന്റെ മുമ്പിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ പാടുന്ന പാട്ട് അല്ലേ. दाऊद अबीमेलेक के पास से वापस लौट कर आता है तो प्रार्थना करता है. അബീമേലെക്കിന്റെ മുമ്പിൽ ദാവീദ് നിന്നു. दाऊद जो अबीमेलेक के सामने खड़ा है, ഭ്രാന്തനെ പോലെ അഭിനയിച്ചു. पागल के समान वो नाचने തുപ്പലൊക്കെ लगा. ഒലിപ്പിച്ചു. वहां से वो सब अबीमेलेक बहाया. പറഞ്ഞു, अबीमेलेक ने ഈ कहा, വട്ടനെ എന്തിനാ ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത്? ये पागल को क्यों यहाँ पर ഇവൻ लेकर പണ്ട് रखा है? ഭയങ്കര അഭിഷക്തനായിരുന്നു, पहले बहुत ही अभिषिक्त പക്ഷേ था, ഇപ്പൊ വട്ട് പിടിച്ചതാ. बट अभी इसको पागल हो गया നമ്മുടെ है. രാജ്യത്ത് എന്താ വട്ടന്മാര് കുറവാണ്, ഇവനെ കൂടി ഇങ്ങോട്ട് വിട്ടുരാൻ. हमारे बीच में क्या पागलों की कमी है क्या कि इसको भी यहाँ पर लेकर आ കടക്ക് गए? പുറത്ത് बाहर निकालो. ദാവീദ് തിരിച്ചു പോവാ. दाऊद बाहर जा रहा അബീമേലെക്ക് है, ഇപ്പൊ അവന്റെ പുറമേ കാണുന്നുള്ളൂ. दाऊद को पीछा ही दिख रहा है. ദാവീദ് പാട്ടൊക്കെ പാടി ഡാൻസ് ചെയ്തു പോവാ. दाऊद जो है गीतों को गाकर പുറകിൽ नाचता നിന്നുകൊണ്ട് हुआ जा അബീമേലെക്ക് रहा है. പറയുന്നു, पीछे खड़े होकर अबीमेलेक कहता है, ഹല്ലേലൂയ, വട്ടൻ പോകുന്ന പോക്ക് കണ്ടോ. देखो पागल कैसे जा रहा है. മുന്നിൽ നോക്കിയാൽ जब आगे से അവൻ പാടുന്ന ഒരു देखे പാട്ടുണ്ട്, वो जो गा रहा है, യഹോവയെ എല്ലാ നാളിലും मैं यहोवा को हर समय धन्यवाद कहता रहूंगा. എപ്പോഴും उसकी स्तुति हमेशा मेरे ഓ जुबान पर बनी ഞാൻ रहेगी. യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടും തൻ സ്തുതിയെപ്പോഴും എന്നാവിന്മേലുണ്ട്. അവനിൽ നോക്കിയവരൊക്കെ മുഖം പ്രകാശിച്ചിട്ടേ ഉള്ളൂ. आमेन. जिसने उसकी ओर देखा है उसका मुख प्रकाशमय ही हुआ है. തുപ്പൽ ഒലിപ്പിച്ച് കരഞ്ഞു നിന്ന
ദാവീദ് ഇപ്പോൾ മുഖം പ്രകാശിച്ചാ പോകുന്നത്. आमेन। थूक को बहाते हुए पागल के समान खड़ा हुआ दाऊद अभी अपने चेहरा को प्रकाशमय होकर वहां से जा रहा है। ട്രെയിൻ പിടിച്ചു പോയ ഞാൻ ദുഃഖിച്ചാ പോയതെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഞാൻ ഇങ്ങനെ സന്തോഷിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് അന്തേരി സ്റ്റേഷനൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ ട്രെയിനിന്റെ സൈഡിലെ കമ്പിയിൽ ഹവാ ഖാക്കെ മേ ഗാഗന ഖാക്കെ ആ രഹാ था। आमेन हालेलुया। जाते समय दुख में गया था। ट्रेन का जो खंभा में पकड़ के मैं थोड़ा बाहर लीन होके गाना गा के आ रहा था। हालेलुया। मैंने यीशु ने एक नया गाना बनाया था അന്ന്. അങ്ങോട്ട് പോയി ദുഃഖിച്ചാണെങ്കിലും മടങ്ങി വന്നത് ഭയങ്കര സന്തോഷത്തോടെ അന്ന് ഒരു പുതിയ പാട്ട് എഴുതുവാൻ സാധിച്ചു. ലിറിക്സ് മറന്നു, ട്യൂൺ മറന്നു. लिरिक्स भी भूल गया, ट्यून भी भूल गया. ഏകദേശം ഇങ്ങനെയൊക്കെയായിരുന്നു. लेकिन थोड़ा बहुत ऐसा कुछ था. എന്നെ മുറ്റുമായി മുടിക്കുവാനായി എൻ്റെ ശത്രു എന്നെ തള്ളിയിടുമ്പോൾ, എന്നെ മുറ്റുമായി മുടിക്കുവാനായി എൻ്റെ ശത്രു എന്നെ തള്ളിയിടുമ്പോൾ. बाकी तो मैं इधर लिखे रखा है, बाद में एक दिन गाएगा मैं. जब पूरी तौर से मुझे नाश करने के लिए हालेलुया. जब शत्रु मुझे धक्का देकर गिराता है. शत्रु क्या सोचा था? मुझे धक्का मार के गिरा देगा. പിശാച് എന്ത് വിചാരിച്ചു? എന്നെ മുറ്റുമായി മുടിച്ചു കളയുമെന്ന്. लेकिन प्रभु ने मुझे बचाया. പക്ഷേ ദൈവം എന്നെ രക്ഷിച്ചു. प्रभु ने दिया वो जीत है. ദൈവം തന്ന ജയമാകുന്നു. प्रभु को धन्यवाद दे दीजिए. ദൈവത്തിനെ സ്തുതിക്കാം. हालेलुया. प्रार्थना करो. പ്രാർത്ഥിച്ചാട്ടെ. പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. प्रार्थना करने वाले के सामने परमेश्वर का അങ്ങനെ प्रकट പാട്ടൊക്കെ होगा. പാടി ഞാൻ വീട്ടിൽ വന്നു. ऐसा गाना सब गाते हुए मैं घर पर ദൈവം पहुंचा. ചിലപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്നത്. परमेश्वर कभी ऐसा भी काम करता വലിയ है. ദുഃഖവും നിരാശയും അല്ലേ, ഇങ്ങനെ വലിയ സിറ്റുവേഷനിൽ കൂടെ പോയായിരുന്നു. मैं बहुत दुख निराश के साथ गुजर रहा था. വീട്ടിൽ വന്നപ്പോ घर पे जब मैं पहुंचा, ഹല്ലേലൂയ, എന്റെ അന്ന് ഷെൽഫിൽ ലൈബ്രറിയിൽ പുസ്തകം വെച്ചിരിക്കുന്ന ലൈബ്രറിയിൽ നിന്ന് मेरे शेल्फ के लाइब्रेरी से जब मैंने देखा, ഡോണയ്ക്ക് അന്ന് ഏതാണ്ട് 2-3 വയസ്സാണ്. डोना 2 या 3 साल की है. 2 വയസ്സും കണ്ട 2 साल की है. പതിയെ എഴുന്നേറ്റ് നടന്ന് എല്ലാം മറിച്ചിടുന്ന സമയമാണ്. सब उठकर सब गिराने वाला उसका ഡോണ उम्र था. ഇങ്ങനെ ആ ലൈബ്രറിയിലെ സെക്കൻഡ് റോയിൽ ഇരുന്ന പുസ്തകങ്ങളെല്ലാം കൂടെ കൂട്ടമായിട്ട് പിടിച്ചോണ്ട് ഒരു വലിച്ചു. डोना ने वो लाइब्रेरी का शेल्फ का सेकंड लेयर का सारे किताबों को एक साथ पकड़ അതെല്ലാം कर കൂടെ नीचे डाल दिया. മറിച്ചോടിട്ടു. ആ പുസ്തകം എല്ലാം കൂടെ മറിച്ചോടിട്ടു. सब नीचे उसने डाल दिया. എനിക്ക് സ്വല്പം ദേഷ്യം വന്നു. मुझे गुस्सा आया. എന്തുവാടി നീ കാണിക്കുന്നത്? क्या कर रही है तू? പെട്ടെന്ന് ദൈവാത്മാവിനോട് പറഞ്ഞു, जल्दी पहुंचात्मा ने ഏറ്റവും मुझसे മുകളിൽ कहा, കിടക്കുന്ന പുസ്തകം എടുത്ത് വായിക്കേ. सबसे ऊपर पड़ा हुआ किताब खोलकर पढ़ो. അങ്ങനെയും ദൈവം പ്രവർത്തിക്കും. ऐसे भी परमेश्वर काम करता നിങ്ങൾ है. നിരാശപ്പെടുമ്പോൾ, आप जब निराश നിങ്ങൾ होते हो, ഭാരത്തിലൂടെ പോകുമ്പോൾ, आप जब बोझ से दबे रहते हो, നിങ്ങളോട് സംസാരിക്കുന്ന आपसे परमेश्वर बात करेगा. എത്രയോ തവണ കർത്താവിനോട് സംസാരിച്ചു. कितनी बार परमेश्वर ने मुझसे അത് बात की ചിലപ്പോൾ है. പ്രവാചകന്മാരിലൂടെ സംസാരിച്ചു. वो कभी भविष्यवक्ताओं से बात करेगा. തളർന്നു പോയെന്ന് തോന്നിയപ്പോൾ जब हमें लगता है कि हम थक തകരുവാൻ गए, തരാതെ, हमें ഹല്ലേലൂയ, थकने नहीं देगा. ഇടറി വീഴുവാൻ അനുവദിക്കാതെ, वो हमें गिरने नहीं देगा. ഹല്ലേലൂയ, കർത്താവ് നടത്തി. परमेश्वर हमें चलाएगा. ഹല്ലേലൂയ. हालेलुया. എന്നെ നിങ്ങളെ നടത്തും കേട്ടോ. आपको भी वैसा ही चलाएगा. എന്നെ നിങ്ങളെ കർത്താവ് നടത്തും. मुझे और आपको भी चलाएगा. തളരുവാൻ സമ്മതിക്കത്തില്ല, थकने नहीं देगा. തകരുവാൻ സമ്മതിക്കത്തില്ല. नाश होने नहीं देगा. ഹല്ലേലൂയ. കരപിടിച്ച് നടത്തും. हाथ पकड़कर ആ चलाएगा. പുസ്തകമായിരുന്നു वो पुस्तक था പ്രാർത്ഥനാവീരനായ മുള്ളർ. प्रार्थना योद्धा രണ്ടാമത് मुल्लर. വായിക്കുക. അതിനു മുമ്പ് വായിച്ചിട്ടുണ്ട്. एक बार मैंने पढ़ लिया था, രണ്ടാമത് दोबारा ഞാൻ मैं പുസ്തകം पढ़ रहा വായിച്ചു. हूँ. जब दोबारा पढ़ रहा था, പ്രാർത്ഥനാവീരനായ മുള്ളർ प्रार्थना योद्धा വായിച്ചിട്ട് मुल्लर, ഞാൻ സാന്റിയുടെ കൊടുത്തു. मैंने पढ़कर सैंडी को എന്നിട്ട് दिया. നീയും വായിക്കാൻ പറഞ്ഞു. तू भी पढ़ लेना. സാന്റി ഓർക്കുന്നോന്ന് എനിക്കറിയില്ല. मैं ഹല്ലേലൂയ. हालेलुया. പ്രാർത്ഥനാവീരനായ മുള്ളർ प्रार्थना എന്റെ योद्धा ജീവിതത്തെ मुल्लर, സ്വാധീനിച്ച ഒരു പുസ്തകമാണ്. वो मुझे जीवन में बहुत मुल्लर का प्रभाव प्रत्येक दिया रहता हुआ है। एक किताब है. ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാർ, सेवकाई करने वाले परमेश्वर के देवदासी दास लोग, केटोना। दासी लोग सुन ले അങ്ങനെയുള്ള ध्यान से. ദൈവദാസന്മാരെ നമുക്ക് മാതൃകയാക്കണം. ऐसे लोग, ऐसे दासों को हमें नमूना बनाना है. 2005 കാര്യമാണ് ഞാൻ. 2005 की बात मैं कर रहा हूँ. ഹല്ലേലൂയ. മുള്ളറുടെ പ്രത്യേകത, मुल्लर की खासियत, മുള്ളർ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചു. मुल्लर केवल परमेश्वर पर भरोसा അഭിഷക്തന്മാരെ रखा. അതൊരു ഭയങ്കര അത്ഭുതകരമായ ജീവിതമാണ്. तो उसका जीवन वो बहुत ही अद्भुत ദൈവത്തിൽ तौर से മാത്രം ആശ്രയിക്കുക. केवल परमेश्वर पर भरोसा रखना. 2005 2006 വർഷങ്ങളൊക്കെ ഒത്തിരി ജീവിതാനുഭവങ്ങളിലൂടെ ദൈവം കടത്തിവിട്ടു. 2005 2006 कई प्रकार के कष्टों से 2008 गुजरना. 2009 ഒക്കെ ഒത്തിരി ജീവിതാനുഭവം. 2008 और 2009 परमेश्वर ने बहुत अद्भुत काम किया. 2008 അനുഭവങ്ങളാണ്. 8 का अनुभव है. 2008 2009 അനുഭവങ്ങളാണ്. 2008 2009 का 2005 अनुभव ഫുൾ है. ടൈം മിനിസ്ട്രിക്ക് വേണ്ടി ഇറങ്ങി. 2008 में फुल टाइम सेवकाई के लिए उतर ഹല്ലേലൂയ. पड़ा. പിന്നീട് വലിയ സാമ്പത്തിക വിഷയങ്ങൾ. उसके बाद बहुत सारे फाइनेंशियल, ബാങ്കിൽ നിന്ന് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ നോട്ടീസ്. बैंक से हर दिन कुछ ना कुछ नोटिस. ബാങ്ക് ഓഫീസേഴ്സ് വീട്ടിൽ വരുന്നു. बैंक ऑफिसर्स घर ജപ്തി पे आ रहे നോട്ടീസ് വരുന്നു. हैं. जब्ती नोटिस आ रहा है. ഹല്ലേലൂയ. അന്നേരമൊക്കെ ബലപ്പെടുത്തിയത് പ്രാർത്ഥനാവീരനായ മുള്ളറിന്റെ ജീവിതാനുഭവങ്ങളാണ്. Amen. उस दिन जो मुझे बलवंत किया वो प्रार्थना योद्धा उस मुल्लर की चरित्र था. നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ,
यदि आपके जीवन में समस्या है ദൈവത്തെ तो കൂടുതൽ അനുഭവിക്കും. आप परमेश्वर को ज्यादा करीबी से अनुभव करोगे. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ പോകുന്ന പോക്കി ഡോണയോട് പറഞ്ഞു, मैंने कल जाते समय डोना से ഡോണ कहा, നീ എന്നെ കണ്ടുപിടിച്ചോണം. डोना तो मुझको देखकर ഞാൻ सीखना. ഒത്തിരി അഡ്വഞ്ചറസാ. मैं बहुत एडवेंचरस എന്റെ हूँ. ഈ പ്രായത്തിലും इस उम्र में भी ദൈവം എന്നോട് എന്ത് ടാസ്ക് ചെയ്യാൻ പറഞ്ഞാൽ परमेश्वर ने मुझसे कुछ भी ഞാൻ टास्क അതിനെ दे दे, കണ്ണുമടച്ച് ചാടി ഇറങ്ങും. मैं वो മുന്നും आंख പിന്നും बंद നോക്കാതെ. करके कूदूंगा. പഠിക്കുവാണെങ്കിൽ എന്നെ കണ്ടുപിടിച്ചോണം. यदि पढ़ना है तो അവള് मुझे പറഞ്ഞു देखकर ഞാനും എങ്ങനാന്ന് പറഞ്ഞു. मैं भी वैसा അത് ही അവൾ ഇന്ന് हूँ. സാക്ഷ്യം उसने പറഞ്ഞത് कहा. കാർ കറി കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല, ദൈവം തന്നതാണെങ്കിൽ കുഴപ്പമുണ്ടോ? आमेन, हालेलुया. ആമേൻ, आमेन. ഹല്ലേലൂയ. इसके लिए परमेश्वर ने जो देता है वो अच्छे के लिए, खास कर मिला तो അതിനകത്തൊരു भी ജോഷ് കാണണം കേട്ടോ. എന്തെങ്കിലും പുതിയത് ചെയ്യുന്നതിൽ ഒരു ജോഷ് കാണണം. कुछ नई बातें करने के लिए भी एक जोश होना चाहिए. ഹല്ലേലൂയ. 2009 മാത്രമല്ല, 2009 में ही नहीं, ഇന്നും അത് പറ്റുമെന്നേ. आज भी वो होगा. ഹല്ലേലൂയ. ഇന്നും അത് പറ്റുമെന്നേ. आज भी वो होगा. आमेन, आमेन, 90-ാം വയസ്സിലും 90-ാം വയസ്സിലും 90 उम्र में നമുക്കത് भी പറ്റുമെന്നേ. हमसे वो होगा. മോശയ്ക്ക് 80-ാം വയസ്സിൽ പറ്റിയില്ലേ? मूसा को यदि 80 साल में हुआ तो എന്തുകൊണ്ടാ പറ്റിയത്? क्यों कर पाया? അവനൊരു ദർശനം കണ്ടു. क्योंकि उसने दर्शन देखा, അവൻ ദൈവത്തെ അനുഭവിച്ചു. उसने परमेश्वर का अनुभव അവന്റെ किया. ശരീരത്തിന്റെ ആരോഗ്യമല്ല, वो शरीर का आरोग्य से नहीं, വെളിപ്പെട്ട ദൈവ മഹത്വം അവനെ ശക്തീകരിച്ചു. जो प्रकट हो परमेश्वर की महिमा ने उसको बलवंत किया. എന്റെ മുമ്പിൽ ദൈവമഹത്വം വെളിപ്പെട്ട് കഴിഞ്ഞാൽ, यदि आपके सामने परमेश्वर की ഈ महिमा ഒരു ദൈവ प्रकट ശബ്ദം होती है കേട്ട് तो, കഴിഞ്ഞാൽ, यदि आप परमेश्वर की बात को सुनते हो അസാധാരണ तो ദൈവ പ്രവൃത്തിക്ക് വേണ്ടി असाधारण परमेश्वर के कामों के लिए ഏത് കാലഘട്ടത്തിലും നിനക്ക് നിൽക്കാൻ പറ്റും. ആമേൻ. कोई भी युग में आप खड़े हो पाओगे. മുള്ളറുടെ പ്രത്യേകത, मुल्लर की खासियत, മുള്ളർ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചു. मुल्लर केवल परमेश्वर पर भरोसा रखा. 2006 ഞങ്ങൾ കുടുംബമായി എടുത്തൊരു തീരുമാനം, 2006 में हमने पारिवारिक तौर से लिया हुआ एक വീരനായ निर्णय, മുള്ളറിനെ പോലെ एक प्रार्थना योद्धा मुल्लर के ഞങ്ങൾ समान ദൈവത്തിൽ മാത്രം ആശ്രയിക്കും. हम केवल परमेश्वर पर ഞങ്ങളുടെ आश्रय ആവശ്യങ്ങൾ रखेंगे. മനുഷ്യനോട് പറയില്ല, हमारी जरूरतें मनुष्यों से नहीं കടം कहेंगे, വാങ്ങത്തില്ല. हम उधार नहीं लेंगे. ഹല്ലേലൂയ. ഞങ്ങളെ വിളിച്ചത് ദൈവമാ. हमें जो बुलाया वो परमेश्वर है. ദൈവത്തിൽ മാത്രം ആശ്രയിക്കും. केवल परमेश्वर पर എന്റെ आश्रय പൊന്നു रखूंगा. ദൈവമക്കളെ, मेरे परमेश्वर के ഇത് बच्चों, 2024, ये 2024 हो गया है. ഹല്ലേലൂയ. 18 വർഷങ്ങൾക്ക് ശേഷം 18 सालों के बाद കർത്താവ് ഇന്ന് വരെ परमेश्वर आज तक ജയോത്സവമായി ഞങ്ങളെ നടത്തുന്നു. जयवंत तौर से हमें चलाया है. ജയോത്സവമായി നടത്തുന്നു. जयवंत तौर से हमें चलाया है. ഹല്ലേലൂയ. എന്താ രഹസ്യം? क्या है रहस्य? ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. केवल परमेश्वर पर आश्रय മുള്ളർ रखना. ആദ്യമായി ഒരു ചർച്ചിൽ ചാർജ് എടുത്തപ്പോൾ मुल्ला जब पहली बार एक कलीसिया का അന്ന് चार्ज വരെ लिया, ആ ചർച്ചിലെ പാസ്റ്റർ വരുമാനം എന്താണെന്നറിയോ? उस दिन तक उस कलीसिया का जो इनकम क्या था, പാസ്റ്ററിന്റെ വരുമാനം पास्टर का इनकम പ്യൂർ റെന്റ് ആണ്. പ്യൂർ റെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന കസേരകൾക്ക് റെന്റ് കൊടുക്കണം. प्योर रेंट है, मतलब कितना कुर्सी है उसका रेंट देना है. നല്ല മുന്നിലെ കസേരയ്ക്കൊക്കെ ഭയങ്കര റെന്റാ. तो सामने सामने कुर्सियों का ज्यादा रेंट है. അപ്പം കാശുള്ളവർക്ക് മാത്രമേ മുന്നിൽ വന്നിരിക്കാൻ പറ്റത്തുള്ളൂ. तो ज्यादा पैसा जिसके पास है वही सामने आकर बैठ सकते ഇതാ हैं. പാസ്റ്റർ വരുമാനം. ये है पास्टर का इनकम. മുള്ളർ ആദ്യം ചെയ്തത് मुल्लर ने सबसे पहले क्या ചർച്ചിൽ किया, വന്നിട്ട് ഈ പ്യൂർ റെന്റ് അങ്ങ് നിർത്തൽ ചെയ്തു. कलीसिया में आकर प्योर रेंट को उसने बंद कर दिया. അദ്ദേഹം പറഞ്ഞു, उसने कहा ഇനി ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഇരിക്കാം. जिसको किधर बैठना है बैठ सकते हैं. അദ്ദേഹത്തിന്റെ വരുമാനം റദ്ദ് ചെയ്തു. अपना इनकम को ही उसने रोक दिया. എന്നിട്ട് മുള്ളർ ചെയ്തത് फिर मुल्लर ने क्या किया, ഒരു പെട്ടി വെച്ചു एक बॉक्स रखा ചർച്ചിന്റെ അകത്ത്. कलीसिया के अंदर. നിങ്ങൾക്ക് ആർക്കെങ്കിലും ദേവദാസൻ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ഈ പെട്ടിയിൽ ഇട്ടിട്ട് പോവാ. यदि आपको परमेश्वर के दास को कुछ देने का है तो आप इस बॉक्स में डालकर चले जाइए. ഒരു മാസം കഴിഞ്ഞപ്പോൾ एक महीने ഈ के പെട്ടി बाद തുറന്നപ്പോൾ जब ये बॉक्स खुला, ചർച്ചിന്റെ മൂപ്പിന് തന്നെ സങ്കടം തോന്നി. चर्च का जो बुजुर्ग था उसको ही കാരണം उसको അതിനകത്ത് दुख हुआ, ചുരുക്കം നാണയത്തുട്ടുകൾ മാത്രം क्योंकि കിടപ്പുണ്ട്. उसके अंदर केवल छोटा सा कुछ सिक्के पैसे ही മുള്ളർ थे. എങ്ങനെ ജീവിക്കും? मुल्लर कैसा जिएगा? അതേ മുള്ളർ वही मुल्लर 8000 Amen. അനാഥ കുഞ്ഞുങ്ങളെ പോറ്റുന്ന മനുഷ്യനായി മാറി. 8000 अनाथ बच्चों को रखवाला करने वाला एक मनुष्य बन गया. ദൈവത്തിൽ ആശ്രയിച്ച परमेश्वर पर भरोसा रखेंगे ദൈവം तो നിങ്ങളെ ഒരു അത്ഭുതമാക്കി മാറ്റും. परमेश्वर आपको एक अद्भुत बनाएगा. Amen. മനുഷ്യനിൽ ആശ്രയിച്ചാൽ Amen. यदि मनुष्य पर भरोसा നിങ്ങൾ रखोगे നിന്ദയ്ക്ക് പാത്രമായി तो आप निंदा का विषय बन ഇന്ന് जाओगे. പകൽക്കാലം എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, आज मुझे सुनने वाले परमेश्वर के എന്റെ बच्चों, ജീവിതാനുഭവത്തിൽ നിന്ന് मैं പറയുക, मेरे जीवन के अनुभव से നിങ്ങൾ बताता ശുശ്രൂഷ हूँ. ചെയ്യുന്നവനാകാം, അല്ലായിരിക്കാം. आप सेवकाई करने वाले होंगे Take नहीं a होंगे, decision in your life. लेकिन एक ऐसा निर्णय ले I ले, will only trust in God. मैं केवल परमेश्वर पर ही भरोसा ദൈവത്തിൽ रखूंगा. മാത്രമേ ആശ്രയിക്കത്തുള്ളൂ. केवल परमेश्वर पर ही भरोसा रखूंगा.
മുള്ളർ വലിയ പ്രാർത്ഥനാ വീരനായിരുന്നു. मुल्लर बहुत बड़ा प्रार्थना योद्धा था. മുള്ളറുടെ പ്രാർത്ഥനയെ കുറിച്ച് ഒത്തിരി കഥകളുണ്ട്. मुल्लर की प्रार्थना के बहुत सारी കഥകളല്ല, അനുഭവങ്ങളുണ്ട്. कहानियां नहीं, अनुभव है. അനാഥശാല മുഴുവൻ പട്ടിണി ഇരിക്കുമ്പോൾ अनाथालय पूरा जब भूखे पलते थे, കുഞ്ഞുങ്ങളെ ഡൈനിങ് ഹാളിൽ വിളിച്ചിട്ട് പറഞ്ഞു, बच्चों को डाइनिंग हॉल में बुलाकर कहा, നമുക്ക് പ്രാർത്ഥിക്കാം. प्लेट निकाल के रखो, हम प्रार्थना करेंगे. खाना नहीं എന്ത് था. പ്രാർത്ഥിച്ചു? क्या प्रार्थना ഞങ്ങൾക്ക് किया? ഭക്ഷണം തന്നതിനായി നന്ദി. हमें खाना दिया इसलिए धन्यवाद. ഡോറിൽ ബെല്ല് കേട്ടു. डोर में बेल की आवाज सुनाई അടുത്ത दिया. പട്ടണത്തിൽ ഫുഡ് സപ്ലൈ ചെയ്യാൻ വേണ്ടി, കല്യാണത്തിന് ഫുഡ് കൊണ്ടുപോകാൻ വേണ്ടി ഒരു ട്രക്ക് പോവുകയായിരുന്നു. അത് ഗേറ്റിൽ വന്നിട്ട് കേടായി. अगले शहर पे एक ट्रक में खाना लेकर जा रहे थे दूसरे शहर में देने के लिए, बट जैसा ही ये डोर पे पहुंचा तो वो खाना ट्रक खराब हो गया. ഫുഡ് അങ്ങ് എത്തിക്കുമ്പോഴത്തേക്ക് ഇത് കേടാകും. वो ट्रक का रिपेयर करके जब पहुंचेगा तब അപ്പൊ तक खाना നോക്കിയപ്പോൾ खराब हो जाएगा. അനാഥശാലയുടെ ബോർഡ്, तब देखा तो अनाथालय का बोर्ड, മുഴുവൻ ഫുഡ് ഓടെ കൊണ്ടുകൊടുത്തു. पूरा खाना जो है उस अनाथालय में दे എന്താ दिया. ഇത് മുള്ളറുടെ ജീവിതത്തിൽ മാത്രമേ സംഭവിക്കത്തുള്ളൂ. क्या ये केवल मुल्लर के जीवन में ही होगा? ഞാൻ ഒരിക്കൽ ഇങ്ങനെ എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്തു. मैंने एक बार कहीं ऐसा लिखा या प्रचार എന്റെ किया. ജീവിതാനുഭവങ്ങൾ, मेरा जीवन का अनुभव. മുള്ളറുടെ ദൈവം എന്റെയും ദൈവമെന്ന് തിരിച്ചറിവാൻ എന്നെ സഹായിച്ചു. मुल्लर का देव परमेश्वर, मेरा भी परमेश्वर, मैं यह पहचान पाया. എത്രയോ തവണ कितनी बार അസാധാരണമാകുന്ന അത്ഭുതങ്ങൾ, ദൈവത്തിന്റെ പ്രൊവിഷന്റെ അത്ഭുതങ്ങൾ കുടുംബമായി ഞങ്ങൾ കാണുവാനിടയായി. असाधारण अद्भुत बातें जो परमेश्वर प्रबंध करता है वो मैं देखने का अनुभव किया. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. आपके जीवन में भी होगा. പ്രാർത്ഥന, प्रार्थना, മുള്ളറുടെ പ്രത്യേകത. मुल्लर की खासियत. മുള്ളർ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. मुल्लर एक प्रार्थना जब किया, ആരോടും പറയത്തില്ലായിരുന്നു. वो किसी से कहता नहीं അത് था. നടന്നു കഴിയുമ്പോൾ പറയും. जब वो हो जाता था तो ഇപ്പൊ ഞാൻ बोलता ഇവിടെ था. നിന്നോണ്ട് നിങ്ങളോട് പറയാണ്, यदि मैं यहाँ पर खड़े होकर ഞാനൊരു बोलता വണ്ടിക്ക് हूँ, വേണ്ടി പ്രാർത്ഥിക്കുന്നു. मैं गाड़ी के लिए ദൈവമക്കളെ प्रार्थना നിങ്ങൾ कर रहा പ്രാർത്ഥിക്കണം. हूँ. परमेश्वर के बच्चे प्रार्थना അപ്പൊ करना. നിങ്ങളിൽ ആരെങ്കിലും എനിക്കൊരു വണ്ടി കൊണ്ടുതരും. तो तुम में से कोई एक जन मुझे गाड़ी लाके देगा, അപ്പൊ നിങ്ങൾ എനിക്ക് ആരാ കൊണ്ടുതരാൻ പോകുന്നത്? ആരെങ്കിലും കൊണ്ടുതരും. कोई तो लाके देगा. എന്നിട്ട് അത് ഞാൻ പറയില്ല, അത് ദൈവം പ്രവർത്തിച്ചു. ദൈവം പ്രവർത്തിച്ചത് फिर ഞാൻ मैं ये പറയുന്ന नहीं- വേശി കിട്ടിയത് അല്ലേ? फिर मैं ये नहीं कह सकता कि परमेश्वर ने काम किया, वो मैंने कहा इसलिए അതിനകത്ത് मैं- വലിയ ദൈവമഹത്വം ഒന്നും ഇല്ല. उसके अंदर कोई महिमा ദൈവമഹത്വം नहीं എപ്പോഴാണ് है. വെളിപ്പെടുന്നതെന്ന് അറിയാമോ? महिमा कब प्रकट ഞാൻ होती ഈ है? വിഷയം മനസ്സിൽ വെച്ച് പ്രാർത്ഥിച്ചു. ये विषय में मन में रखकर ആരോടും प्रार्थना करा, പറഞ്ഞില്ല. किसी से नहीं ഒരു ദിവസം कहा. ഒരാളോട് ദൈവം സംസാരിച്ചു. एक दिन परमेश्वर ने एक ആ जन से बात വ്യക്തി ആ किया. കാര്യം കൊണ്ടു തരുന്നു. वो व्यक्ति मुझे जब अदा लाकर देता ദൈവമഹത്വം. है, वो परमेश्वर की महिमा. മുള്ളർ അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു. मुल्लर वैसा एक मनुष्य था. നാം അങ്ങനെയൊക്കെ ജീവിച്ചാൽ यदि हम वैसा ഈ जिएंगे तो കാലഘട്ടത്തിലും അത്ഭുതം കാണും. इस युग में भी हम अद्भुत कामों को देखोगे. പ്രാർത്ഥിച്ചവരെ അതേ ഉപയോഗിച്ചിട്ടുള്ളത്. प्रार्थना करने वालों को ഈ परमेश्वर ने इस्तेमाल നൂറ്റാണ്ടിലെ किया है. സഭയ്ക്കകത്ത് പ്രാർത്ഥിക്കുന്നവർ എഴുന്നേൽക്കണം. इस युग में भी इस कलीसिया में प्रार्थना करने അസാധാരണ वाले उठने പ്രാർത്ഥനാ पाए. വീരന്മാർ എഴുന്നേൽക്കണം. असाधारण तौर से प्रार्थना करने वाले एलियाविനെ प्रार्थना പോലെയുള്ളവർ, योद्धा, एलिया के समान, ചരിത്രത്തെ മാറ്റുന്നവർ. इतिहास को बदलने वाला. എങ്ങനെയാണ് ചരിത്രത്തെ മാറ്റിയത്? कैसे इतिहास को बदला? പ്രാർത്ഥനയിലൂടെയാണ് ഏലിയാവ് ചരിത്രത്തെ മാറ്റിയത്. प्रार्थना के द्वारा एलिया ने इतिहास को ഞാൻ बदल നിങ്ങളോട് दिया. പറയും, ഏലിയാവ് ചരിത്രത്തെ മാറ്റിയത് मैं आपसे कहता हूँ कि एलिया ने कैसे കർമ്മേലിൽ इतिहास को, അഗ്നി ഇറക്കിയല്ല. करमेल में अग्नि को उतार कर ഏലിയാവ് ചരിത്രത്തെ മാറ്റിയത് एलिया ने इतिहास को बदला. മുഴങ്കാലിലാണ്. घुटने में था. ബാലിന് മുട്ടുമടക്കാത്തവൻ बाल के सामने जो घुटने नहीं യഹോവയ്ക്ക് थे, മുട്ടുമടക്കുന്നവൻ. यहोवा के सामने घुटने ബാലിന് टेकने वाले, മുട്ടുമടക്കാത്തവൻ, जो बाल देवता के सामने സാഹചര്യങ്ങൾക്ക് नहीं टेके, മുട്ടുമടക്കാത്തവൻ, जो परिस्थितियों के सामने घुटने പ്രഷർ അനുസരിച്ച് മാറാത്തവൻ. परिस्थितियों को देखकर नहीं बदलने वाला. ഓ കർമ്മേലിന്റെ മുകളിൽ മുട്ടുമടക്കിയപ്പോൾ, करमेल के ऊपर जब उसने अपने घुटने को टीका, ഹല്ലേലൂയ, മഴ പെയ്യുന്നിടം വരെ बारिश के आने तक അവന്റെ മുഴങ്കാലുകൾക്കിടയിലേക്ക് തല പൂഴ്ത്തി വെച്ച് അവൻ പ്രാർത്ഥിച്ചപ്പോൾ दोनों घुटने के बीच में अपने सर रखकर जब उसने प्रार्थना की, മഷഖമന മണിക്കൂറുകൾ പ്രാർത്ഥിച്ചപ്പോൾ, घंटे भर जब उसने प्रार्थना किया, മണിക്കൂറുകൾ പ്രാർത്ഥിച്ചപ്പോൾ, घंटे भर जब उसने ഒരു प्रार्थना की, കൈപ്പത്തിയോളം മേഘം പൊങ്ങി വരുന്നിടം വരെ പ്രാർത്ഥിച്ചപ്പോൾ, एक हाथ के समान बादल उठने तक जब उसने प्रार्थना की, അവന്റെ പ്രാർത്ഥന ചരിത്രത്തെ മാറ്റി. उसकी प्रार्थना इतिहास को बदल നിന്റെ दिया. പ്രാർത്ഥന ചരിത്രത്തെ മാറ്റുന്ന പ്രാർത്ഥനയാകട്ടെ. आपकी प्रार्थना इतिहास को बदलने वाली प्रार्थना പ്രാർത്ഥന बनने पाए. ദേശത്തെ മാറ്റുന്ന പ്രാർത്ഥനയാകട്ടെ. प्रार्थना देशों को बदलने वाली प्रार्थना बनने पाए. ഹല്ലേലൂയ. हालेलुया. ജോർജ് മുള്ളർ जॉर्ज मुल्लर മുള്ളർ അമേരിക്കയ്ക്ക് പോകുകയാ. मुल्लर अमेरिका में जा रहा है. കപ്പലില്ല പോകുന്നത്. അന്നത്തെ കാലത്ത് കപ്പലൊക്കെയാണല്ലോ. उस जमाने में शिप में जाया करते മുള്ളറിന് थे. അമേരിക്കയിൽ മീറ്റിംഗ് ഉണ്ട്. अमेरिका में मीटिंग था. കറക്റ്റ് ഡേറ്റിന് എത്തണം.
करेक्ट डेट में पहुंचना है। കപ്പിത്താൻ പറഞ്ഞു लेकिन वो कैप्टन ने कहा വളരെ മോശം കടലാണ് എന്ന് ये अभी പറഞ്ഞാൽ साफ प्रतिकूल है, കാലാവസ്ഥ മോശമാണ്, वातावरण प्रतिकूल है, ദിവസങ്ങളായിട്ട് കാറ്റ് അനുകൂലമല്ല, दिनों से जो हवा है वो अनुकूल नहीं വലിയ है, തിരകളാണ്, बहुत बड़ी लहरें हैं, കാർമേഘങ്ങളാണ്, बहुत बड़ी बादल है, നമ്മൾ സമയത്തോടെ എത്തത്തില്ല, हम समय पर पहुंच नहीं पाएंगे, ലേറ്റ് ആയിട്ട് അമേരിക്കയിൽ हमें पहुंचने में देरी होगा, എടുക്കുന്ന ജേർണിയാ। महीनों लगने वाला एक यात्रा थी। മുള്ളർ ക്യാപ്റ്റനെ വിളിച്ചോണ്ട് കപ്പലിന്റെ ഡെക്കിൽ കയറി, मुल्लर ने कैप्टन को बुलाकर उस शिप के डेक में गया നമുക്ക് പ്രാർത്ഥിക്കാം, और कहा कि प्रार्थना करेंगे। ക്യാപ്റ്റൻ പറഞ്ഞു कैप्टन ने कहा അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല, प्रार्थना करने से कोई फायदा नहीं। പ്രാർത്ഥിച്ചുകൊണ്ട് എന്ത് സംഭവിക്കാനാ? നീ കണ്ടില്ലേ ഈ മേഘം ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നു, तुझे दिख रहा है ना ये बादल कैसा छाया हुआ है, देखो सी काफी रफ है, That will not help you. वो हेल्प नहीं करेगी, പ്രാർത്ഥന ഒന്നും ചെയ്യത്തില്ല। इससे प्रार्थना से कुछ फायदा नहीं। मुल्ला ने घुटना टिका പ്രാർത്ഥിച്ചു, കർത്താവേ और कहा परमेश्वर കാലാവസ്ഥ അനുകൂലമായതിനായി സ്തോത്രം, वातावरण अनुकूल बना दिया इसलिए धन्यवाद, കപ്പലോട്ടം സുഖമാകാൻ പോകുന്നതിന് ये സ്തോത്രം, कपल की शिप की यात्रा इजी होने वाला है इसलिए धन्यवाद। മുള്ളർ എഴുന്നേറ്റു, ऐसा कहकर मुल्लर उठ गया। ക്യാപ്റ്റൻ പറഞ്ഞു, कैप्टन ने कहा shall I pray? ഞാനിവിടെ ഒന്ന് പ്രാർത്ഥിച്ചോ? क्या मैं अभी प्रार्थना करूं? മുള്ളർ പറഞ്ഞു, तो मुल्लर ने നീ कहा പ്രാർത്ഥിക്കണ്ട, अभी तू प्रार्थना मत കാരണം कर നിനക്ക് വിശ്വാസമില്ല, क्योंकि तुझे विश्वास नहीं है, വിശ്വാസമില്ലാത്ത നിന്റെ പ്രാർത്ഥന विश्वास के बिना वाली तेरी प्रार्थना ഇല്ലാത്ത കൊടുക്കാറ്റടിപ്പിക്കും। आमेन आमेन हालेलुया। मुल्लर പറഞ്ഞ, जो आंधी तूफान നീ नहीं है പ്രാർത്ഥിക്കണ്ട, तू प्रार्थना मत ഞാൻ कर, പ്രാർത്ഥിച്ചു, मैं प्रार्थना करूंगा, സംഗതി ക്ലിയറായി, और वो साफ हो गया। ഞാൻ പ്രാർത്ഥിച്ചു, मैंने प्रार्थना ഈ की, മേഘം ഇപ്പൊ മാറാൻ പോകുകയാണ്, ये बादल यहाँ से ഇനി हटने ഇടയ്ക്ക് वाली കയറി നീ है, പ്രാർത്ഥിച്ചാൽ तू यदि बीच में आके प्रार्थना ഈ करेगा तो പോയ മേഘം തിരിച്ചു വരും, जो बादल गया वो वापस आएगा। മിനിറ്റുകൾക്കകം मिनट समयों के अंतरिक्ष अंदर मारी, वातावरण बदल സൂര്യൻ गया, തെളിഞ്ഞു വന്നു, सूरज उग कर आया കറക്റ്റ് ഡേറ്റിനെത്തി, और समय पर वहां पर അതാണ് ജോർജ് पहुंचा। മുള്ളർ। वही है जॉर्ज मुल्लर, ഹല്ലേലൂയ, പ്രാർത്ഥനാ വീരനായ മുള്ളർ। प्रार्थना योद्धा एक ചരിത്രത്തിൽ मुल्लर। അങ്ങനെ കുറെ മനുഷ്യരുണ്ട് കേട്ടോ। ऐसे बहुत सारे मनुष्य लोग ജോൺ हैं। ഹൈഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, जॉन हाइड के बारे में मैंने ഈ कहा है, വർഷത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കേട്ടതാണ്। इस साल की शुरुआत में ही हमने सुना है, give me souls, परमेश्वर मुझे എനിക്ക് ആത്മാക്കളെ आत्माएं നൽകൂ, चाहिए, എനിക്ക് ആത്മാക്കളെ നൽകൂ, मुझे आत्माएं അല്ലെങ്കിൽ ഞാൻ चाहिए, മരിക്കുമെന്ന് वरना मैं പ്രാർത്ഥിച്ചൊരു मर മനുഷ്യൻ, जाऊंगा। ऐसे give me souls जॉन हाइड, or else I will die. मुझे Hallelujah. आत्माएं दे वरना मैं मर जाऊंगा। പഞ്ചാബിൽ മുട്ടുമടക്കിയ ഒരു पंजाब में उसने घुटना ജോൺ टेका, ഹൈഡ്, जॉन हाइड, പഞ്ചാബിൽ മുട്ടുമടക്കിയ ഒരു ജോൺ ഹൈഡ് पंजाब में घुटना टिका हुआ एक जॉन 36 हाइड, മണിക്കൂർ 36 घंटे 36 hours 36 അവൻ घंटे പറഞ്ഞു, കർത്താവേ उसने कहा നിന്റെ परमेश्वर സാന്നിധ്യം ഇവിടെ ഇറങ്ങാതെ तेरी उपस्थिति ഞാൻ जब ഈ तक नहीं മുട്ടേന്ന് उतरेगा എഴുന്നേൽക്കത്തില്ല। तब तक मैं घुटने से नहीं उठूंगा। 36ാമത്തെ മണിക്കൂറിൽ 36वें घंटे जब पहुंचा, പഞ്ചാബിലെ സിയാൽകോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് पंजाब का सियालकोट नामक അവൻ जगह पर, താമസിക്കുന്ന ഓർഫനേജില് वो जहाँ पर रहता है उस ऑर्फनेज സാധാരണ में ദൈവ സാന്നിധ്യം ഇറങ്ങി एक വന്നു, असाधारण परमेश्वर के सानिध्य കുഞ്ഞുങ്ങൾ उपस्थित അഭിഷേകം हुआ, പ്രാപിച്ചു। अभिषेक प्राप्त നിങ്ങൾ किया। പ്രാർത്ഥിക്കുന്നേ, आप भी प्रार्थना നിങ്ങൾ करें। പ്രാർത്ഥന പോരാളി എന്ന് പറഞ്ഞാൽ आप प्रार्थना योद्धा का मतलब ഹല്ലേലൂയ, ചടങ്ങ് പ്രാർത്ഥിക്കുന്നവനല്ല, रीति रिवाज के समान प्रार्थना പ്രാർത്ഥന करने वाला പോരാളി नहीं, എന്ന് പറഞ്ഞാൽ प्रार्थना योद्धा का സ്വർഗത്തെ मतलब ചലിപ്പിക്കുന്നവനാ। आमेन, स्वर्ग को हिलाने वाली പ്രാർത്ഥന प्रार्थना, പോരാളി എന്ന് പറഞ്ഞാൽ प्रार्थना योद्धा का സ്വർഗത്തെ मतलब ഫോഴ്സ് ചെയ്യുന്നവനാ। स्वर्ग को भी धक्का देने वाला, പ്രാർത്ഥന പോരാളി എന്ന് പറഞ്ഞാൽ प्रार्थना योद्धा का मतलब ഓ ദൈവത്തിന് സ്വസ്ഥത കൊടുക്കാതെ പ്രാർത്ഥിക്കുന്നവനാ। परमेश्वर को शांत नहीं देने वाला एक प्रार्थना। ഐശയ്യ ചാപ്റ്റർ 62 പറയുന്നു, ऐशाया 62 में लिखा है, ഇസ്രായേലിനെ യഥാസ്ഥാനപ്പെടുത്തുവോളം इस्राएल को जब पुनर्स्थापन ദൈവത്തെ किया, ഓർപ്പിച്ചുണർത്തുന്നവരെ परमेश्वर को याद दिलाकर അവന് जगाने वाले സ്വസ്ഥത കൊടുക്കരുത്। उसको शांत न दे। ആർക്ക്? चिल्लाओ, ദൈവത്തിന് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം उसका मतलब क्या है? പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിയാൽ, प्रार्थना के लिए घुटना ഒരുത്തൻ വാശി टिकोगे പിടിച്ചാൽ, तो जिद्दी के ഒരുത്തൻ साथ പറയാണ് കർത്താവേ एक जन जब നീ कहेगा സഭയെ ഉണർത്തിയേ परमेश्वर പറ്റത്തുള്ളൂ, तू सभा को ഇല്ല बनाना ഞാൻ नहीं है, എഴുന്നേൽക്കത്തില്ല, नहीं तो मैं उठूंगा नहीं, കാല ഉണർവ് അയക്കണം, एक अंतिम बेदारी को കർമ്മേലിൽ भेजना, അഗ്നി ഇറങ്ങണം, करमेल में अग्नि നിന്ന മഴ उतरना, പെയ്യണം, एक अंतिम बारिश बहने पाए। ഇവൻ എഴുന്നേറ്റ് പോകാൻ റെഡിയല്ല। वो ये उठ के जाने के लिए तैयार नहीं, ആ പ്രാർത്ഥന वो प्रार्थना, അത് ബലാത്കാരേണയുള്ള പ്രാർത്ഥന। आमेन हालेलुया, एक हिंसक के समान ഞാൻ एक ഒരിക്കൽ प्रार्थना। ആ പദം ഉപയോഗിച്ചു, वो पद मैंने एक बार इस्तेमाल किया, violent prayer. वायलेंट प्रेयर। പലരും എന്നോട് വഴക്കുണ്ടാക്കാൻ വന്നു, बहुत लोग ने मुझसे झगड़ा करने को आया, ഉണ്ടോന്ന് ചോദിച്ചു। वचन में ऐसा है क्या? മക്കളെ അത് യാക്കോബിന്റെ പ്രാർത്ഥനയാണ്, वो याकूब की प्रार्थना है, മല്ലുകെട്ടിയുള്ള പ്രാർത്ഥന, एक जिद्दी के साथ प्रार्थना യാബോക്കിന്റെ है, കടവിലെ പ്രാർത്ഥന। याबोक की नदी के किनारे में एक प्रार्थना है, जब तक मुझे आशीष न दे तब तक मैं तुझे छोड़ूंगा नहीं। അവന്റെ കാലിന്റെ
തോടയെ കർത്താവ് കയറി തൊട്ടെന്ന उसके पैर के जांग को परमेश्वर ने छुआ, ഹാല തോട്ട ഉളുക്കിപ്പോയെന്ന് उसका जो जांग है वो वहां पर फंस ചിന്തിച്ചു गया। നോക്കിക്കേ हालेलुया। आप हालेलुया। जरा कल्पना में चिंतिച്ചു सोचिए, നോക്കിക്കേ आप जरा सोचिए, എന്നിട്ടും അവൻ വിട്ടില്ല फिर भी वो छोड़ा नहीं, ഉളുക്കിയ തോടയും കൊണ്ട് അവൻ പിടിച്ചു നിൽക്കുക वो उसको पकड़ कर रखा था അവൻ जांग में, പറയുക, फिर भी वो എന്നെ कहता है അനുഗ്രഹിക്കണം, मुझे आशीष എന്നെ दे, അനുഗ്രഹിക്കണം, मुझे आशीष दे, എനിക്കൊരു അനുഗ്രഹം വേണം। मुझे एक अनुग्रह चाहिए। നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ आप जरा कल्पना में ഭാര്യയെ सोचिए, പിള്ളേരെയും അക്കരെ കയറ്റി വിട്ടപ്പോൾ पत्नी और बच्चों सबको उस किनारे उसे യാക്കോബ് भेज നല്ല दिया। മിടുക്കനായിരുന്നു യാക്കോബ് നല്ല മിടുക്കനായിരുന്നു याकूब होशियार था, ഓ നല്ല ആരോഗ്യമായിരുന്നു बहुत ही ताकतवर ഇപ്പം था। തോടെ ഉളുക്കി വരുന്ന യാക്കോബിനെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് अभी वो जांग में उसको पकड़ कर अकड़ गया तो अकड़ा हुआ कैसे चल रहा ഈ है। വടിയോടുകൂടി അങ്ങോട്ട് പോയി अच्छे से सामर्थ्य के साथ वो गया ഇപ്പൊ था, വലിയ കൂട്ടമായി തിരിച്ചു വന്നു अभी बहुत झुंड के साथ वापस आ അവസാനം रहा ഈ है। വടിയെ തൂങ്ങിയാണ് ഇപ്പം നടക്കുന്നത് अभी एक लकड़ी के सहारे वो चल रहा है, ശരിയല്ലേ ഈ വടിയെ തൂങ്ങി ഏന്തി വലിഞ്ഞു വരുന്നത് യാക്കോബിനെ अभी वो लंगड़ा कर चल रहा है। അപ്പൊ ഭാര്യയും പിള്ളേരും സ്വാഭാവികമായിട്ട് ചോദിക്കും तो पत्नी और बच्चे स्वाभाविक तौर अच्छा, से ये पूछेंगे तो बत्ती। क्या हुआ, ഇങ്ങനല്ലല്ലോ അരമണിക്കൂർ മുമ്പ് ഇന്നലെ രാത്രി ഞങ്ങൾ കണ്ടത് ऐसे नहीं थे ना आधा घंटा पहले जब मैंने देखा था। അപ്പൊ യാക്കോബ് പറയും तो याकूब ഇതൊരു कहेगा അനുഗ്രഹം കിട്ടിയതാ एक अनुग्रह ഈ मुझे മുടന്തൊരു मिला, അനുഗ്രഹമാ ये लंगड़ापन एक ഈ अनुग्रह है, മുടൻ തന്നെ മാറ്റിയ ये ദൈവപ്രവൃത്തിയാ लंगड़ापन परमेश्वर ने मुझे ഈ बदला हुआ മുടൻ തന്റെ परमेश्वर का काम ജീവിതത്തെ है, എന്നെ ശുദ്ധീകരിച്ച ദൈവപ്രവൃത്തിയാ ये मेरे जीवन में शुद्धिकरण किया हुआ परमेश्वर का काम ഈ है। മുടൻ എന്റെ ജീവിതത്തിൽ ദൈവം പേരിട്ട പേരിടിൽ ചടങ്ങാണ് ഹല്ലേലൂയ. आमेन। ये लंगड़ापन परमेश्वर मेरे जीवन में नाम दिया हुआ एक नाम का नामकरण है। അതാണ് മല്ലുകെട്ടിയുള്ള പ്രാർത്ഥന वो एक जिद्दी वाला प्रार्थना, സ്വർഗ്ഗത്തെ ചലിപ്പിക്കുന്ന പ്രാർത്ഥന स्वर्ग को हिलाने वाली एक സ്മിത്ത് प्रार्थना। വിഗിൽസ്വർത്ത് പറഞ്ഞു स्मिथ विगलस्वर्थ ने कहा സ്വർഗ്ഗം ചലിച്ചില്ലെങ്കിൽ जब तक स्वर्ग न हिले ഞാൻ സ്വർഗ്ഗത്തെ കുലുക്കുന്നു പറഞ്ഞു मैं स्वर्ग को हिलाऊंगा। അതാ പ്രാർത്ഥന वो है प्रार्थना। വിഗിൽസ്വർത്തിന്റെ പ്രാർത്ഥന ജീവിതം നിങ്ങൾക്കറിയാം स्मिथ विगलस्वर्थ का प्रार्थना को आप जानते हो, പ്രാർത്ഥിക്കാൻ തുടങ്ങിയ वो जब एक प्रार्थना में रूम में जाकर प्रार्थना करने लगा तो शेखेना उत्तर आता था, ഗ്ലോറി ഇറങ്ങി വരുമായിരുന്നു परमेश्वर की महिमा उत्तर आती थी। ഈ വിഗിൽസ്വർത്ത് പ്രാർത്ഥിക്കുന്ന മുറിയിൽ വേറെ ഒരാൾക്ക് ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു विगिलस्वर्थ जहाँ पर प्रार्थना करता उस कमरे में कोई और बैठ नहीं पाता था, उस हिसाब से महिमा उतर आती थी। അന്ന് കാലത്ത് ഒരുത്തൻ ചലഞ്ച് ചെയ്തു उस दिन एक व्यक्ति ने एक ഞാൻ വിഗിൽസ്വർത്തിന്റെ चैलेंज മുറിയിൽ किया, ഇരുന്ന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു मैं भी उसके साथ बैठकर प्रार्थना करूंगा। മുറിക്കകത്ത് കയറി പ്രാർത്ഥിക്കാൻ തുടങ്ങി दोनों साथ में बैठकर प्रार्थना करने പ്രാർത്ഥന लगे। മുറുകിയപ്പോൾ प्रार्थना जब जोर हुई, സമയം കഴിഞ്ഞപ്പോൾ कुछ समय के बाद മുറിക്കകത്ത് ഇറങ്ങി വന്നു जब परमेश्वर के शेखेना उस ഈ रूम पर മനുഷ്യനെ उपस्थित हुआ, ഈ മനുഷ്യനെ എടുത്ത് വലിച്ചു മുറിക്കകത്ത് വെളിയിലെറിഞ്ഞു इस मनुष्य को पकड़कर खींचकर इस कमरे से बाहर फेंक दिया। उसने जिद किया था, उसने चैलेंज किया था, മേശ കയറി പിടിച്ചു മേശയുടെ കാലയില് उसने जाकर बाहर जाकर तैयार नहीं था, वो जाकर उस ഈ टेबल का മേശ വലിച്ചോണ്ട് പുള്ളി വെളിയിൽ പോയെന്നാ പറയുന്നത് टेबल को पकड़ लिया और टेबल पकड़ते हुए उस कमरे से बाहर चला ആ गया। വ്യക്തി പറഞ്ഞ കാര്യമാണ് वो व्यक्ति ने इस प्रकार से कहा है, if heaven do not move अगर हेवन स्वर्ग नहीं I हिला तो will shake him to move मैं उसे हिलाऊंगा, സ്വർഗ്ഗത്തെ ചലിപ്പിക്കുന്ന പ്രാർത്ഥന मैं स्वर्ग को हिलाऊंगा। ദൈവമക്കൾ ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനാ വീരന്മാരാണ് ആവശ്യം. आमेन। प्रियो, इन दिनों में एक प्रार्थना योद्धा की जरूरत है। പ്രാർത്ഥനാ വീരന്മാർ എഴുന്നേറ്റാൽ प्रार्थना योद्धा यदि उठे, പ്രാർത്ഥിക്കുന്നവർ ദിനരാത്രങ്ങൾ പ്രാർത്ഥിക്കുന്നവർ എഴുന്നേറ്റാൽ दिन रात प्रार्थना करने वाले यदि उठे, അതിന്റെ ഇടയിൽ അസാധാരണ പ്രവാചക ശബ്ദങ്ങൾ പുറത്തു വരും. आमेन, उसके बीच में एक असाधारण भविष्यवाणियां प्रकट होगी। ഞാൻ ഈ വേഗത്തിൽ സക്രിയാവിലേക്കും എലിസബത്തിലേക്കും വരികയാണ്. मैं जक्रिया और एलिजाबेथ में आना चाहता അവരുടെ हूँ। ഗുണം എന്താണെന്നറിയാമോ? उसका गुण क्या है? അവരോട് ദൈവദൂതൻ വന്നിട്ട് പറഞ്ഞത് उसे परमेश्वर की എന്താ പറഞ്ഞത്? स्वर्गदूत ने आकर कहा, നിന്റെ പ്രാർത്ഥന എന്നാ പറഞ്ഞത് അല്ലേ? तेरी प्रार्थना। സക്രിയാവിന്റെ വിജയം എന്താ? जकरिया का विजय का रहस्य പ്രാർത്ഥന क्या था? പറഞ്ഞാട്ട് പ്രാർത്ഥന प्रार्थना कहे, പ്രാർത്ഥിക്കുന്ന प्रार्थना, സക്രിയാവേ प्रार्थना करने वाला നിന്റെ जकरिया, കുടുംബത്തിനകത്ത് तेरे कुटुंब के ഒരു अंदर അസാധാരണ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ एक പോകുകയാണ്. असाधारण परमेश्वर काम प्रकट होने वाला കാലഘട്ടത്തെ है। മാറ്റുന്ന ഒരു പ്രവാചകൻ इस युग को बदलने वाला एक അവന്റെ भविष्यवक्ता, പേരാണ് യോഹന്നാൻ. उसका नाम है യോഹन्ना। കഴിഞ്ഞ ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയറിന് ഞാൻ പറഞ്ഞു पीछे उपवास प्रार्थना में मैंने പേരെന്താ? कहा, नाम क्या है? പേരെന്താ? യോഹന്നാൻ. यूहन्ना। ഹല്ലേലൂയ. ഈ പേര് എങ്ങനെ ഇട്ടത്? ये नाम कैसे मिला? ദൂതൻ പറഞ്ഞു കൊടുത്തു യോഹന്നാൻ എന്ന് പേരിടണം. स्वर्गदूत ने कहा कि यूहन्ना नाम देना അന്ന് उसको। മുതൽ സക്രിയാവ് മ്യൂട്ട് ആയതാ. तब से जकरिया का मुंह बंद हो गया था। ഹല്ലേലൂയ. അച്ചായൻ ആരാധനയ്ക്ക് പോയി തിരിച്ചു വന്ന പിന്നെ അച്ചായൻ സംസാരിക്കുന്നില്ല, ആക്ഷൻ കാണിക്കുക. हस्बैंड प्रार्थना करने के लिए गया था लेकिन वापस आते समय वो बात नहीं कर पा रहा है, वो सिर्फ एक्शन कर रहा है। മനുഷ്യൻ നിങ്ങൾക്ക് എന്തോ പറ്റി? वाइफ ने पूछा कि जी आपको क्या हो गया? ആരാധിക്കാൻ പോയിട്ട് ഇങ്ങനെയാണോ വരുന്നത്? आप आराधना करने के लिए गए थे, ऐसे ചില आते हो क्या? വെളിപ്പാട് അങ്ങനെ കേട്ടോ. कुछ प्रकाशन वैसा ചില है, വെളിപ്പാട് നിനക്ക് മുടന്തു വരുത്തും.
कुछ प्रकाशन से आपका पैर में ചില लंगड़ापन हो വെളിപ്പാട് सकता है, നിന്നെ മ്യൂട്ടാക്കി കളയാം. कुछ प्रकाशन आपको म्यूट कर देगा। കാരണം അത് വലിയ ദൈവപ്രവൃത്തിയുടെ आमेन, തുടക്കമാണ്. क्योंकि वो बहुत बड़ा परमेश्वर के कामों അത് का शुरुआत കുറവല്ല है, കേട്ടോ. वो कमी नहीं അത് है। മഹത്വം വെളിപ്പെടുന്നതിന്റെ आमेन, തുടക്കമാണ്. हालेलुया, वो महिमा प्रकट होने का एक അത് നീ शुरुआत है। അടയാളമാകുന്നതിന്റെ തുടക്കമാണ്. वो तू एक चिन्ह बनने वाला है, उसका നിങ്ങൾ एक ചിലരെ ദൈവം आरंभ है। അടയാളമാക്കാൻ പോകുമ്പോൾ परमेश्वर आप में से कुछ लोगों को जब एक चिन्ह बना कर ചിലത് खड़ा ഇട്ടിട്ട് करेगा, അടയാളമാക്കുന്നത്, कुछ चीज को डालकर वो चिन्ह बनाता है, ചിലത് ഇട്ട് തരുമെന്ന്. कुछ आपको डाल कर देगा। ഹല്ലേലൂയ. हालेलुया। ഹൽക്കമാശകബന രഗദൽ കടക ശാന്തനെ. നമ്മുടെ ജീവിതത്തിലൊക്കെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ചലഞ്ച് ഉണ്ടാകുമ്പോഴാണ് ദൈവമഹത്വം വെളിപ്പെടുന്നത്. हमारे जीवन में कभी कभी हम कुछ चुनौतियों का सामना करते हैं, तब परमेश्वर की महिमा प्रकट होती है। ഈ ദിവസങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിൽ കർത്താവ് പണ്ടത്തെ പോലെ ഒത്തിരി നല്ല നല്ല സാക്ഷ്യങ്ങൾ, എന്ത് ടെസ്റ്റിമണീസ് ഉണ്ട് കർത്താവ്. ഈ ദിവസങ്ങളിൽ കുറഞ്ഞു പോകുക, എന്തെങ്കിലും ഒന്ന് കാണണം. ഹല്ലേലൂയ. इन दिनों मैं ऐसा प्रार्थना कर रहा हूँ कि मुझे कुछ गवाहियां जैसे पहले मैं अनुभव किया है वैसे मुझे वापस अनुभव करना है। ഈ ദിവസങ്ങളിൽ നിനക്ക് ചലഞ്ച് കുറവ്, അതുകൊണ്ട് ഒന്നും കാണാത്തെന്ന് പറഞ്ഞു. तो परमेश्वर ने कहा कि इन दिनों में अपने जीवन की समस्याएं कम है, इसके लिए ज्यादा सपने भी नहीं देखे। ചലഞ്ച് ഉണ്ടോ? क्या समस्याएं हैं? ഒരു സാക്ഷ്യം കൂടെ നമുക്ക് കിട്ടാൻ പോകുന്നു. आमेन, तो एक बहुत बड़ी गवाही उससे प्रकट होगा, उत्पन्न होगा। യോഹന്നാൻ എന്ന് പേരിടണം. स्वर्गदूत ने कहा कि यूहन्ना नाम रखना। നിങ്ങൾക്കറിയാമല്ലോ, കുഞ്ഞ് ജനിച്ചു. आप जानते हैं कि बच्चा पैदा എട്ടാമത്തെ हुआ, ദിവസം പരിച്ഛേദനയുടെ ദിവസം, परिच्छेदना का दिन आया, പേരിടേണ്ട ദിവസമാണ്. खतना का दिन आया, नामीकरण का വീട്ടുകാരും दिन आया। കുടുംബക്കാരും എല്ലാവരോട് ചേർന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, पूरे परिवार के लोग और सब लोग आकर നമ്മുടെ कहे നമ്മുടെ രീതി അനുസരിച്ച് हमारे रीति रिवाज के अनुसार ആദ്യത്തെ മോന് पहला बेटा को അപ്പന്റെ പേരിടണം. पिता का नाम रखना നമ്മുടെ है। നാട്ടിലും അങ്ങനെ ഒരു രീതിയുണ്ട് അല്ലേ? हमारे गांव में भी कैसा रीति रिवाज ഹല്ലേലൂയ. है, നമ്മുടെ നാട്ടിൽ മൂത്ത മോന് पहला बेटा को അപ്പന്റെ അപ്പൻ വലിയപ്പച്ചന്റെ പേരിടും, पापा के പപ്പാക്ക പിതാ. दादा का नाम रखना है। രണ്ടാമത്തെ മോന് दूसरा बेटा को അമ്മയുടെ അപ്പന്റെ പേരിടും. नाना का नाम रखना है। മൂന്നാമത്തെ മോന് तीसरा बेटा को പപ്പായുടെ ചേട്ടന്റെ പേരിടും. पापा के बड़े भाई का नाम रखना है। ഹല്ലേലൂയ. പിന്നെ അടുത്ത മോൻ ഉണ്ടാകുകയാണെങ്കിൽ फिर यदि अगला बेटा होता है तो അനിയന്റെ പേരിടും. भाई का नाम रखेगा। കുടുംബത്തിലെ മേളത്തെ പേരാ താഴോട്ട് പോകുന്നത്. मतलब परिवार का जो ऊपर के नाम है वो पूर्वजों का नाम पीढ़ी में आता है। സിസ്റ്റം അതാ സിസ്റ്റം. वैसा एक सिस्टम है, അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട് അല്ലേ? वैसा एक पारंपरिक रिवाज है। ഇദ്ദേഹത്തിന്റെ പേരെന്താ വരേണ്ടത്? तो उस हिसाब से इसका नाम क्या आना चाहिए था? സക്കരിയാവ് എന്നാ പേര് വരേണ്ടത്. जकरिया आना चाहिए था। ആർക്ക്? യോഹന്നാൻ സ്നാപകന്റെ വരേണ്ട പേര്? यूहन्ना का नाम। നിങ്ങളൊന്ന് ഇമാജിൻ നോക്കിയത്, ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്ന് പറയുന്നിടത്ത് സക്കരിയ ദ ബാപ്റ്റിസ്റ്റ് എന്നായിരുന്നു പേര് വരേണ്ടത്. आप जरा सोचिए, जॉन द बैप्टिस्ट कैसे आया, वैसा जकरिया द बैप्टिस्ट वैसा होना പക്ഷേ चाहिए ഇത് था। മനുഷ്യനിട്ട പേരല്ല കേട്ടോ. लेकिन ये मनुष्य ने ഇത് रखा हुआ नाम नहीं പാരമ്പര്യത്തിൽ है, കിട്ടിയ പേരല്ല ये കേട്ടോ. पारंपरिक तौर ഇത് से मिला हुआ ചരിത്രത്തെ नाम नहीं മാറ്റുന്ന है। പ്രവാചകന് ദൈവം ഇട്ട പേരാ. आमेन, ये इतिहास को बदलने वाले एक भविष्यवक्ता को परमेश्वर ने दिया हुआ नाम है। യാക്കോബിന്റെ പേര് മാറ്റിയതുപോലെ याकूब का नाम जैसे बदला, നിങ്ങൾക്കറിയാമോ യേശുവിന്റെ പേര് ആരാ ഇട്ടത്? यीशु का नाम किसने डाला? മറിയാണോ ജോസഫാണോ? ഈ ചാർച്ചക്കാരുടെ പരമ്പര അനുസരിച്ച് യേശുവിന്റെ പേരിടേണ്ടത് ജോസഫ് എന്നായിരുന്നു. अगर रीति रिवाज के हिसाब से जोसेफ नाम आना चाहिए था यीशु का नाम, ലോകരക്ഷകൻ ജോസഫ് എന്ന് പിന്നെ നമ്മൾ പറയേണ്ടി വന്നില്ല. तो फिर हमें उस संसार का उद्धार करता जोसेफ ऐसा कहना पड़ता। ആ പേരിന് തുല്യമായിട്ട് ഒരു പേരില്ല. उस नाम की तुल्य में कोई और नाम नहीं है। ഹല്ലേലൂയ. ഇന്ന് വരെ ഞാൻ ആർക്കും അങ്ങനെ യേശു എന്ന് പേരിട്ട് കണ്ടിട്ടില്ല. आज तक मैंने किसी को यीशु नाम नहीं देखा है। യേശുദാസ് എന്നൊക്കെ ഇട്ടിട്ടുണ്ട്, യേശു എന്ന് പേരിട്ടിട്ടുണ്ട്. यीशु दास सुना है बट यीशु नहीं सुना है। ലാറ്റിൻ അമേരിക്കയിലൊക്കെ ഉണ്ടോ? ഓ ഐസി, എനിക്കറിയില്ല, ഞാൻ നമ്മുടെ നാട്ടിലൊന്നും കണ്ടിട്ടില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ, प्रियो ध्यान से ആ सुनिए, പേര് അസാധാരണ പേരാ. वो नाम एक असाधारण ആ नाम നാമം है, അതിശയമാർന്ന നാമമാണ്. वो नाम एक अद्भुत नाम है, ചാർച്ചക്കാരുടെ വഴി ഇട്ട പേരല്ല. वो रीति रिवाजों के हिसाब से डला हुआ नाम नहीं है। ഹല്ലേലൂയ. മനുഷ്യ രക്ഷയുടെ പദ്ധതിയുടെ ഭാഗമായിട്ട് ആമേൻ. സ്വർഗം ഇട്ട പേരാ കേട്ടോ. संसार की उद्धार का एक योजना के हिसाब से അതുകൊണ്ടാണ് परमेश्वर ने ആ डाला हुआ നാമത്തെ नाम है। വാഴ്ത്തിപ്പാടുന്നത്. इसके लिए हम उस नाम की യേശു എന്ന ऊंचा നാമമേ. उठाते हैं, यीशु नाम। ഹല്ലേലൂയ. हालेलुया। താങ്ക് യു ജീസസ്. യോഹന്നാൻ എന്ന പേര് यूहन्ना नामक കഴിഞ്ഞ नाम। വെള്ളിയാഴ്ച പറഞ്ഞത് ദൈവം അനുവദിച്ചാൽ കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞു. मैंने कहा था कि परमेश्वर की इच्छा हो तो हम आगे बोलेंगे। എന്തുകൊണ്ട് യോഹന്നാൻ എന്നുള്ള പേരിട്ടത്? क्यों यूहन्ना नाम ഈ रखा? പേരിന്റെ പ്രത്യേകത എന്താ? इस नाम की खासियत क्या ഗോഡ് है? ഈസ് ഗ്രേഷ്യസ് എന്ന പേരിന്റെ അർത്ഥം ദൈവം കൃപാലുവാണ്. उसका मतलब है कि परमेश्वर कृपालु है, ദൈവത്തിന്റെ കൃപയെ കുറിച്ച് പറയുന്ന परमेश्वर के अनुग्रह के बारे में പക്ഷേ ഈ बताया है। പേര് എന്തുകൊണ്ട് ഇട്ടു? लेकिन ये नाम किस കുറെ लिए കാര്യങ്ങൾ रखा? വേഗത്തിൽ പറഞ്ഞു തരാൻ പോകും. कुछ बातें मैं जल्दी से कह कर देना चाहता हूँ।
എലിസബത്ത് പറഞ്ഞു, അയ്യോ സക്കറിയാവെന്നൊന്നും പേരിടല്ല, അവന് യോഹന്നാൻ എന്ന് പേരിടണം. एलिजाबेथ ने कहा कि जकरिया नाम नहीं रखना, उसको यूहन्ना नाम കഴിഞ്ഞ रखना है. ദിവസം ചോദിച്ചത് ആവർത്തിക്കാം, അന്ന് വരാത്തവർക്ക് വേണ്ടി. पीछे तेने पूछा था, मैं वो वापस पूछना चाहता हूँ जो लोग नहीं आए थे. ദൂതൻ ആരോടാ സംസാരിച്ചത്? स्वर्गदूत ने किससे बात किया था? യോഹന്നാൻ എന്ന് പേരിടണം അല്ലേ? कि यूहन्ना से नाम रखना. ഇതെങ്ങനെ എലിസബത്ത് അറിഞ്ഞത്? ये एलिजाबेथ को कैसे पता चला? കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ഇവര് പറഞ്ഞിട്ടുണ്ട്. इन्होंने कम्युनिकेट किया रहेगा. സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും, बात नहीं कर पाया, വാം മ്യൂട്ട് ആണെങ്കിലും, भले ही उसका मुंह बंद था, ഭർത്താവിന് കിട്ടിയ ദർശനത്തെ കുറിച്ച് ഭാര്യയ്ക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. आमेन. पति को मिला हुआ उस दर्शन के बारे में पत्नी को एक अच्छा രണ്ടുപേരോട് समझ ഒന്നിച്ച് था. നിൽക്കുമ്പോഴേ ഹല്ലേലൂയ ദൈവമഹത്വം കുടുംബത്തിൽ വെളിപ്പെടുത്തും. മറന്നു പോകരുത്. पति पत्नी साथ में खड़े रहेंगे तो ही परमेश्वर काम वहां पर प्रकट होता है. എലിസബത്തിന് ഒരു ഡൗട്ടും ഇല്ല. एलिजाबेथ को यहाँ पे कोई शक नहीं है. മനുഷ്യന് മിണ്ടാട്ടമില്ലാതായിട്ട് കുറെ നാളായി. ये इसका मुंह बंद होकर कुछ दिन हो गया है. പക്ഷേ അവന്റെ അകത്ത് കിട്ടിയ ദർശനം അവളുടെ ദർശനമായി മാറി. लेकिन उसके अंदर मिला हुआ दर्शन उसने अपना दर्शन बना लिया. ഹലോ, हालेलूया. അങ്ങനെ ഒരു പകർച്ച ഉണ്ടാകണം കേട്ടോ. एक ऐसा കുടുംബങ്ങൾക്കകത്തുണ്ടാകണം കേട്ടോ. അതൊരു അനുഗ്രഹമാണ് കേട്ടോ. वो एक आशीष का कारण है. കുടുംബങ്ങളിൽ ऐसे वाले परिवार ജനിക്കുന്നത് യോഹന്നാന്മാരായിരിക്കും. वहां से उत्पन्न होने वाले संतान കാലഘട്ടത്തെ മാറ്റുന്ന പ്രവാചകന്മാരായിരിക്കും. युगों को बदलने वाला കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. हाथ ताली बजाकर उसकी स्तुति करे. ഹല്ലേലൂയ, हालेलुया. അപ്പോൾ ആളുകൾ യോഹന്നാനോട് ചോദിച്ചു, ശരിയാണോ? लोगों ने यूहन्ना से पूछा क्या ये सही है? പറഞ്ഞത് ശരിയാണ്. പുള്ളി പറഞ്ഞു എഴുതാൻ കൊണ്ടു തരാൻ പറഞ്ഞു. पत्नी ने जो कहा क्या वो सही है? എഴുത്തു പലക കൊടുത്തു. तो उसको लिखने का पट्टी ला कर दिया. യോഹന്നാൻ. यूहन्ना. ഹല്ലേലൂയ. ആളുകൾ ആശ്ചര്യപ്പെട്ടു. लोग चकित हो गए. ആ ചടങ്ങിന്റെ നടുവിൽ വെച്ച് ഇത് എഴുതി തീരുകയും उसी नामकरण के बीच में वो लिख തുറക്കുകയാ. उसका मुंह खुल गया. അവൻ പ്രവചിക്കാൻ തുടങ്ങുകയാ. वो भविष्यवाणी देने लगा. അന്ന് വരെ പ്രവാചകനല്ലാത്തവൻ तब तक वो भविष्यवक्ता नहीं ഇതാ ഒരു था. പ്രവാചക ശബ്ദമായി മാറുകയാ. आज वो एक भविष्यवक्ता का वाणी बन കർത്താവിനെ गया. സ്തുതിച്ചാട്ടെ. അവൻ പ്രവചിക്കാൻ തുടങ്ങുകയാ. वो भविष्यवक्ता बन गया. ഹൽക്കമന റാംഷൽ ഖമന. ആ ഭാഗത്തേക്ക് ഞാൻ വരാം, ആ ഭാഗത്തേക്ക് ഞാൻ വരാം. उस भाग की ओर मैं आना चाहता അതിനു हूं. മുമ്പ് യോഹന്നാൻ എന്ന പേരിൽ ഒന്ന് നിൽക്കാം കേട്ടോ. उसके पहले यूहन्ना के नाम के बारे में God is बताता हूं. gracious എന്ന പേരിന്റെ അർത്ഥം उसका मतलब है कि परमेश्वर ഒരു कृपालु है. യുഗത്തിന്റെ തുടക്കക്കാരനവൻ. एक अनुग्रह के युग का ഒരു शुरुआत का യുഗത്തെ व्यक्ति था. വിളംബരം ചെയ്തവനാ. एक कृपा युग के बारे में घोषणा अरे, किया हुआ था. കൃപായുഗം, സഭായുഗം, इस कृपा के युग, കൃപായുഗത്തിന്റെ വിളംബരം ചെയ്തവനവൻ. इस कृपा के युग के बारे में उसने घोषणा किया था. അവന്റെ പേര് തന്നെ ദൈവം കൃപാലു എന്നാ കേട്ടോ. उसका नाम ही कि परमेश्वर कृपालु ഒരു है. പുതിയ യുഗം തുറക്കാൻ പോകുകയാണ്. एक नया युग खुलने वाली है. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. सबसे खासियत बात, യോഹന്നാൻ എന്നുള്ള പേര്, इस यूहन्ना नाम, ഞാൻ ആ പേരിനെ കുറിച്ച് പഠിച്ചപ്പോൾ उस नाम के बारे में जब मैं पढ़ रहा था, പേരിന്റെ മറ്റൊരു ഡെറിവേറ്റീവ് അല്ലെങ്കിൽ മറ്റൊരു ഫോമാണ് യോന. उसी नाम का दूसरा एक फॉर्म है योना. അതിന്റെ ഒരു ഷോർട്ട് ഫോം ആ യോന. उसका एक शॉर्ट फॉर्म है जोना. ഹല്ലേലൂയ. हालेलुया. യുഹന്ന എന്ന പേരിന്റെ ഒരു ഷോർട്ട് ഫോം ആണ് യോന. यूहन्ना नाम का एक शॉर्ट फॉर्म है योना. അങ്ങനെ പഠിച്ചു കഴിഞ്ഞപ്പോൾ जब वैसा पढ़ रहा था, പരിശുദ്ധാത്മാവ് എനിക്കൊരു വചനം വെളിപ്പെടുത്തി. पवित्र आत्मा ने एक वचन का प्रकाश വേഗത്തിൽ दिया. പങ്കുവെക്കുകയാണ്. वो जल्दी से बोलता യേശു है. കർത്താവ് പറഞ്ഞു, यीशु ने कहा നോഹയുടെ കാലം മാത്രമല്ല, केवल नोहा का ही युग में യോനയുടെ नहीं, കാലം. योना का ഒരു युग, ജനറേഷൻ ഉണ്ട്, യോനയുടെ एक ജനറേഷൻ. पीढ़ी है जहाँ पर योना का जनरेशन. യോന എങ്ങനെയാണ് അടയാളമായത്? योना किस प्रकार से चिन्ह बना? ആർക്കടയാളമായി? किसको चिन्ह बना? വചനം പറയുന്നു, वचन कहता है, ലൂക്കോസ് സുവിശേഷം പറയുന്നു, लूका सुसमाचार യോന कहता है, योना നിനവേക്കാർക്ക് ഒരടയാളമായി. निनवे के लिए एक चिन्ह ठहर गया. അപ്പൊ യോനയും ആരാ? योना भी कौन है? ഒരു മാനസാന്തരത്തിന്റെ പ്രവാചകനാ കേട്ടോ. एक रिपेंडेंस का एक भविष्यवक्ता है. യോനയും ഒരു കൊച്ചു യോഹന്നാനാ. योना भी एक छोटा यूहन्ना है. മനസ്സിലായോ പറയുന്നത്? क्या आप समझ रहे हो? യോന ഒരു എക്സാമ്പിൾ ആണ്. योना एक उदाहरण है. യോനയുടെ ജീവിതാനുഭവം योना का जीवन का अनुभव കർത്താവിന്റെ പുനരുത്ഥാനത്തിന് വരെ എക്സാമ്പിൾ ആണ്. यीशु का पुनरुत्थान का भी एक उदाहरण है. യോനയെ Amen. കാണിച്ചിട്ട് യോന കടലാനയുടെ വയറ്റിൽ ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ ഭൂമിയുടെ അകത്തിരിക്കും എന്ന് പറഞ്ഞത് എങ്ങനെയാ? യോന ഒരു എക്സാമ്പിൾ ആയ യേശു കർത്താവിന്റെ മരണ പുനരുത്ഥാനത്തിന്. योना एक चिन्ह बन गया. जिस प्रकार से वो मछली के पेट में 3 दिन तक रहा, वैसा मनुष्य के पुत्र भी संसार के अधोलोक में रहेगा करके एक चिन्ह बनाया था योना को. അപ്പൊ അങ്ങനെ വരുമ്പോൾ जब ऐसा हुआ, യോനയിൽ നിന്ന് ഒത്തിരി പഠിക്കണം. योना से बहुत कुछ सीखने को है. യോനയിൽ നിന്ന് ഒത്തിരി പഠിക്കണം. योना से बहुत कुछ सीखने को है. ഹല്ലേലൂയ. हालेलुया. ഞാൻ നിങ്ങളോട് പറയട്ടെ, मैं आपसे कहना चाहता हूँ, യോന
ഒരു കാലഘട്ടത്തെ മാറ്റിയ പ്രവാചകനായിരുന്നു. योना एक युग को बदला हुआ एक भविष्यवक्ता യോന था. മാനസാന്തര പ്രസംഗർക്ക് ഒരു ഉദാഹരണമായിരുന്നു. योना मन फिराव के उपदेशकों में से एक उदाहरण था. യോന വേദപുസ്തകത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രവാചകനായിരുന്നു. योना पवित्र शास्त्र का सबसे विजेता एक उपदेशक था. ഇന്നലെ ജെഫിൻ പാസ്റ്റർ പറഞ്ഞ കാര്യമാണ്. कल जफिन पास्टर ने कहा था യോനയ്ക്ക് തന്റെ ശുശ്രൂഷയെക്കുറിച്ച് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. योना को अपने सेवकाई के बारे में बहुत ही कॉन्फिडेंस था. സത്യമാണ്. सच है वो. യോന എന്താ പറഞ്ഞെന്നറിയാമോ? योना ने क्या कहा? കർത്താവ് എനിക്കറിയാം, परमेश्वर मैं जानता ഞാൻ हूँ, പോയി പ്രസംഗിച്ചാൽ मैं जाके അവർ यदि മാനസാന്തരപ്പെടും. भविष्यवाणी दूंगा तो वो मन फिराएंगे. അത്രയ്ക്ക് ഉറപ്പായി യോനയ്ക്ക്. उतना कॉन्फिडेंस था योना को. മിനിസ്ട്രിയെ കുറിച്ച് ഭയങ്കര ഉറപ്പായി യോനയ്ക്ക്. अपनी सेवकाई के बारे में बहुत ही ഞാൻ कॉन्फिडेंस था പ്രസംഗിച്ചാൽ योना को. മാനസാന്തരം ഉണ്ടാകും. यदि मैं प्रचार करूंगा तो मन फिराव होगा. പിന്നെന്താ പ്രസംഗിക്കാത്തത്? फिर क्यों नहीं प्रचार ഈ किया? ചരിത്രം പറഞ്ഞ അതിന് ചില പൊളിറ്റിക്കൽ റീസൺ ഉണ്ടെന്ന്. इतिहास कहता है कि उसके पीछे कुछ पॉलिटिकल നിനവെ रीजन എന്ന് है. പറയുന്നത് അശൂരിന്റെ ക്യാപിറ്റലാ. ये निनवे जो है वो अशूर का राजधानी था. അസിറിയ. असीरिया. നിങ്ങൾക്കറിയാമോ? आप जानते हो क्या? 7-ാം നൂറ്റാണ്ട് 8-ാം നൂറ്റാണ്ടിലൊക്കെ BC 700 800-കളിലൊക്കെ BC 700 800 में 800-കളിൽ പ്രത്യേകിച്ച് BC 800-കളിൽ BC 800 में യശയ്യാവൊക്കെ പ്രവചിക്കുന്ന സമയത്ത് यशायाह जब भविष्यवाणी देता था, ഏറ്റവും വലിയ ശത്രുവായിരുന്നു അശൂര്. इस्राएल का सबसे बड़ा दुश्मन था अशूर. ഇസ്രായേലിനെ പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയ രാജ്യം അശൂര്. इस्राएल को ആണോ? गुलामी पकड़ कर लेकर ആണോ? गया एक राज्य എല്ലാ था अशूर. ഇസ്രായേലിയർക്കും ആഗ്രഹം നിനവെ തകർന്നടിയണമെന്ന്. तो इस्राएल की इच्छा यह थी कि निनवे को नाश करना है. എന്ന് പറഞ്ഞാൽ ദൈവം ഇപ്പോൾ പ്രവാചകനെ വിളിച്ച് ദൂത് പറയുന്നത്, मतलब अभी भविष्यवक्ता को बुलाकर എടാ, यह നിന്റെ संदेश दे रहा ശത്രുവാകുന്ന है അശൂർ രാജ്യത്തിന്റെ ക്യാപിറ്റലിനെതിരെ പ്രവചിക്ക്. कि अशूर की राजधानी में जाकर तो इस प्रकार से भविष्यवाणी दे. യോനയ്ക്കറിയാം, योना जानता था താൻ പ്രസംഗിച്ചാൽ यदि मैं प्रचार करूंगा നിനവെ രക്ഷപ്പെടും. तो निनवे के लोग बच जाएंगे. അപ്പോൾ യോന പറയുക, योना ने कहा വേണ്ട കർത്താവേ, അങ്ങനൊന്നും വേണ്ട, नहीं परमेश्वर नहीं, ഇതങ്ങ് നടക്കട്ടെ, ഈ ദൂതങ്ങ് നടക്കട്ടെ. ये वाणी जैसा है वैसा നിനവെ होने दे. കുട്ടിച്ചോറാകണം, निनवे नाश നിനവെ होने दे. തകർന്നടിയണം. निनवे पूरी എന്റെ तौर से ശത്രു खत्म होने दे. രാജ്യമാ കേട്ടോ. मेरा शत्रु राज्य ഇതാണ് है. യോന അവിടെ പോകാൻ മടിച്ചതിന്റെ ഒരു കാരണം. ये कारण था योना वहां पे അതാണ് नहीं गया. ഹിസ്റ്റോറിക്കൽ റീസൺ. ये है उसका ऐतिहासिक പ്രസംഗിക്കാൻ रीजन. വിട്ടത് प्रचार करने के लिए തന്റെ भेजा, ഏറ്റവും വലിയ ശത്രുവിന് വേണ്ടിയാണ്. सबसे बड़ा शत्रु के लिए प्रचार करने भेजा. ഹലോ हालेलुया. ദൈവമക്കളെ, परमेश्वर के बच्चों, നമ്മളെ ദ്രോഹിക്കുന്നവർ മാനസാന്തരപ്പെടണം, ആമേൻ. സ്വർഗ്ഗത്തിൽ പോകണമെന്ന് നിങ്ങളിൽ എത്ര പേർ ആഗ്രഹിക്കുന്നു? हमें उपद्रव करने वाले भी उद्धार पाना है और वो स्वर्ग राज्य में जाना है. ऐसा कितना लोग प्रार्थना कर पाएंगे? ദൈവം ആഗ്രഹിക്കുന്നു, परमेश्वर चाहता है. ദൈവം ആഗ്രഹിക്കുന്നു. परमेश्वर चाहता है. നമുക്ക് ആഗ്രഹം ഇല്ലെങ്കിൽ പോലും यदि हमें നമ്മൾ इच्छा പറഞ്ഞ नहीं है കർത്താവേ, तो भी ഇവരെയൊന്നും വെറുതെ വിടില്ല, ഇവരൊക്കെ നരകത്തിൽ പോകണമെന്ന്. हम सोचते हैं कि परमेश्वर तुम लोगों को ऐसा मत छोड़ना, ये सब नरक में जाने നമ്മളെ दो. ദ്രോഹിച്ചിട്ട് ഇവരൊക്കെ എങ്ങനെ കർത്താവേ സ്വർഗ്ഗത്തിൽ പോകുന്നത്? इतना उन्होंने हमारा उपद्रव किया है तो ये कैसे स्वर्ग में जाएंगे? യോനെ ദൈവം നന്നായിട്ട് പഠിപ്പിച്ചു. योना को परमेश्वर अच्छे से ഇടയ്ക്കയും सिखा के വലകയും दिया. അറിയാത്ത ഈ ജനത്തെക്കുറിച്ച് എനിക്ക് എന്ത് കരുണയുണ്ട്. जो दाएं हाथ और बाएं हाथ को नहीं पहचानता, ये प्रजा के लिए मुझे कृपा है. ഹല്ലേലൂയ. हालेलुया. ഇത് ശ്രദ്ധിച്ച് കേൾക്കണമേ. ध्यान से सुनिए. യോന ഇപ്പോൾ നിനവയ്ക്ക് ഒരു അടയാളമാണ്. योना अभी निनवे का चिन्ह बन गया. അങ്ങനെയല്ലേ വേദോസത്തിൽ യേശു കർത്താവ് പറഞ്ഞത്? वचन में ऐसा लिखा है ना, യോന നിനവക്കാർക്ക് ഒരു അടയാളമായതുപോലെ योना निनवे के लिए जैसा एक चिन्ह बन യോന गया ഇപ്പോൾ था. ഒരു അടയാളമാണ്. योना अभी एक चिन्ह बन गया. എന്തിന് അടയാളമാ? किस लिए चिन्ह बना? ഹല്ലേലൂയ. ഈ हालेलुया. പറയുന്ന പ്രവചനം നിവർത്തിയാകുന്നത് അടയാളമാണ്. ये कहा गया भविष्यवाणियां पूरा होगा. एक എങ്ങനെ ऐसा യോന चिन्ह. അടയാളമായി മാറിയത്? कैसा योना चिन्ह बन गया? കടലാനയുടെ വയറ്റിൽ പോയി ഇരുന്നത് കൊണ്ട്. मछली के पेट में 3 दिन रहा. इस ഇനി ഞാൻ वजह ഒന്നുകൂടെ से എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. मैं थोड़ा और एक्सप्लेन करके ഈ बताता യോന हूँ. योना ഈ കപ്പലിലുള്ള അനുഭവങ്ങളും കടലാനയുടെ വയറ്റിൽ പോകുന്ന അനുഭവങ്ങളും ഒന്നുമില്ലാതെ यदि उसके जीवन में ये शिप का अनुभव या तो जहाज का अनुभव या उस मछली നേരെ का अनुभव നിനവെ नहीं ചെന്നിട്ട് होता പറയാം, तो ന്യായവിധി വരാൻ പോകുന്നു. वो सीधा जाकर निनवे से कहता है कि तेरे ऊपर न्याय आने वाला है. അവര് പറയാം, റൺ ഓടടാന്ന് പറയും. तो उन लोग कहेंगे कि तू यहाँ से भाग जा. നീ ആരടാന്ന് ചോദിക്കും. तू कौन है ऐसा പക്ഷേ पूछेंगे. യോന നീ ഇപ്പൊ ഒരു ചരിത്രമായിരിക്കുക, बट योना तू अभी एक इतिहास നീ बन ഒരു गया है. അടയാളമായിരിക്കുക. तू अभी एक चिन्ह बन നിന്നെ गया है. പോലൊരു മനുഷ്യൻ വേറെ ഇല്ലടാ. तेरे जैसा मनुष्य भी दूसरा नहीं. 3 ദിവസം കടലാനയുടെ വയറ്റിൽ കിടന്നിട്ട് 3 दिन तक मछली के पेट में रहने के बावजूद भी ദഹന രസങ്ങൾ ദഹിപ്പിക്കാതെ ദേ പുറത്തു വന്നിരിക്കുന്ന മനുഷ്യൻ. जो डाइजेस्टिव सॉल्यूशंस थे उसने तुझे डाइजेस्ट नहीं कर पाया. നിനവക്കാരെല്ലാം ഈ अभी വാർത്ത കേട്ടു बाहर കേട്ടോ. आया. Yes, നിനവക്കാരെല്ലാം ഈ വാർത്ത കേട്ടു കേട്ടോ. निनवे के लोगों ने ये गवाही അവര് सुनी പറഞ്ഞു, ഈവൻ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് 3 ദിവസം കഴിഞ്ഞ് വെളി വന്നവനാണെങ്കിൽ, और कहा कि यदि ये मनुष्य मछली के पेट में से Hello. बाहर आया हुआ व्यक्ति है तो
നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. മനസ്സിലായോ? क्या आप समझ रहे हो? മനസ്സിലായോ? क्या आप समझ रहे हो? നോക്കിക്കേ, ആ കപ്പലിന്റെ അകത്ത് आप सोचिए उस जहाज के अंदर യോനെ പൊക്കി മേളിൽ കൊണ്ടുവന്നു. योना को उठाकर बाहर लेकर आया ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ ദാസനാ. और कहा कि मैं जीवित परमेश्वर का ഞാൻ दास हूँ, നിമിത്തം ഇതെല്ലാം ഉണ്ടാകുന്നത്. मेरी वजह से ये ഞാൻ पूरा ദൈവത്തിന്റെ तूफान आया, സന്നിധിയിൽ ഓടുകയാ. मैं उसकी सन्निधि में छोड़ कर देता हूँ। ഇവൻ തന്നെ പറഞ്ഞു എന്നെ എടുത്ത് വെളിയിൽ കളഞ്ഞേക്കാം. इसने खुद ही कहा कि मुझे उठाकर पानी में डाल दे। ഇവൻ ഈ എടുത്ത് വെളിയിൽ കളയുകയും तो जैसा ही इसको उठाकर पानी में डाला, उन्होंने ये देखा, വലിയ മത്സ്യം വന്ന് ഇവനെ വിഴുങ്ങുന്നത്. उन्होंने देखा कि बहुत बड़े एक मगरमच्छ आकर उसको निगल लिया, വിഴുങ്ങുന്നത് കണ്ടു. निगलते हुए देखा। നിങ്ങൾ ശ്രദ്ധിച്ചേ, ध्यान से सुनिए, എല്ലാം എന്ത് പറഞ്ഞെന്നറിയാം? जो लोग उस അയ്യോ എന്തൊരു ദൈവമാണ്, समुद्र में थे क्या देखा, എറിഞ്ഞിട്ട് ഇവനെ വിഴുങ്ങി. तो लोगों ने इस प्रकार से कहा कि क्या परमेश्वर है, जैसा ही समुद्र में फेंक दिया उसको निगल लिया। എന്റെ ഇമാജിനേഷനാ കേട്ടോ, ये मेरा कल्पना है। ാനല്ല. ഈ കപ്പൽ ശാന്തമായി തീരത്തെടുത്തു. ये जहाज शांत हो गया। മൂന്നാം ദിവസം യോനയും തീരത്തെടുത്തു. तीसरा दिन में योना भी किनारे में आया। കപ്പിത്താൻ അതുവഴി പോകുമ്പോ തൊട്ട് യോന നിന്ന് പ്രസംഗിക്കുന്നു. कैप्टन जब वहां से गुजर रहा था, देखा तो अरे योना खड़े होकर നീ എങ്ങനെയാണ് प्रचार ഇവിടെ? कर रहा है। अरे तू कैसे यहाँ आया? നിന്നെയല്ലേ ഞങ്ങളെ തൂക്കി എറിഞ്ഞത്? तुझे तो हमने पानी में डाल दिया था। തമിഴ് പറയുന്നത് തൂക്കി എറിഞ്ഞത്. ഹല്ലേലൂയ. तमिल वाले कहते നിന്നെയല്ലേ हैं, ഞങ്ങൾ കടലിൽ തൂക്കി എറിഞ്ഞത്? अरे तुझे तो हमने पानी में डाल दिया था, മീൻ വിഴുങ്ങിയത്. तुझे ही तो उस मगरमच्छ ने आके നീ निगल എങ്ങനെയാണ് लिया था। ഇവിടെ? अभी तू അവൻ कैसे പറയും, यहाँ आया? ഞാൻ 3 ദിവസം കടലാനയുടെ വയറ്റിലായിരുന്നു. वो कहेगा मैं 3 दिन तक उस मछली के पेट അവിടെ में रहा, കടന്ന് ഞാൻ അയ്യം വിളിച്ചു. वहां पर पड़कर मैं അവിടെ चिल्लाकर കടന്ന് रोया, ഞാൻ നിലവിളിച്ചു. वहां पर मैं चिल्लाकर रोया। എന്റെ മാനസാന്തരം സ്വർഗ്ഗം അംഗീകരിച്ചു. मेरा मन फिरा, परमेश्वर ने स्वीकार किया। എന്റെ മാനസാന്തരം സ്വർഗ്ഗം അംഗീകരിച്ചു. मेरा मन फिराहट को परमेश्वर ने स्वीकार किया। അതുകൊണ്ട് इसलिए ലോക ചരിത്രത്തിൽ ഇന്ന് വരെ സംഭവിക്കാത്തത് സംഭവിച്ചു. इसलिए आज तो जो इतिहास में Oh नहीं हुआ my वो अब God, हुआ। ഞാനൊരു അടയാളമായി മാറി. मैं एक चिन्ह बन ഞാനൊരു गया, അത്ഭുതമായി മാറി. मैं एक अद्भुत बन गया। ഈ വാർത്ത അങ്ങ് പരക്കുകയാ കേട്ടോ. ये खबर फैलने लगी, നിനവെ മുഴുവൻ അറിഞ്ഞു. पूरा निनवे ये फैल ഇങ്ങോട്ടൊരു गया। പ്രവാചകൻ एक വരുന്നുണ്ട്. भविष्यवक्ता आ रहा അവനെ है, കടലാന വിഴുങ്ങിയിട്ടും मगरमच्छ ने निगलने के बाद അവൻ भी ഇല്ലാതെ പോയില്ല. वो नाश नहीं അവന്റെ हुआ। മാനസാന്തരം സ്വർഗ്ഗം കേട്ടു. उसका मन फिराहट को स्वर्ग ने सुना। ഹല്ലേലൂയ. हालेलुया। നിനക്കറിയാമോ, क्या आप जानते हो, യോന കടലാനയുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്ന് योना उस मगरमच्छ के पेट में से बाहर 3 आया, ദിവസത്തെ വഴി നടന്ന് പ്രസംഗിച്ചതാ കേട്ടോ. 3 दिन के रास्ते तक वो चलकर प्रचार किया। 3 ദിവസം കടലാനയുടെ വയറ്റിൽ 3 दिन मगरमच्छ के पेट में, പുറത്തു വന്ന ശേഷം बाहर आने के बाद 3 ദിവസത്തെ വഴി. 3 दिन की रास्ता। ഇതൊക്കെ നമ്പേഴ്സ് വേദോസത്തിൽ വളരെ ഇമ്പോർട്ടന്റ്. ये सारे नंबर्स पवित्रशास्त्र में बहुत ही इंपॉर्टेंट है। ദിവസത്തിനകം നിനവേൽ നാശം ഉണ്ടാകുന്ന कितने दिन के बाद निनवे में नाश होगा? 40 days. 40 दिन। 40 വേദോസത്തിൽ ഇമ്പോർട്ടന്റ് അല്ലേ? 40 दिन ഈ पवित्रशास्त्र में സംഖ്യ बहुत ഒന്നും മറക്കല്ല് കേട്ടോ. ये संख्या आप भूलना नहीं है। 3 ദിവസം 3 दिन കടലാനയുടെ വയറ്റിൽ നിന്ന് വെളിയിൽ, मगरमच्छ के पेट में, 40 ദിവസത്തിന് ശേഷം 40 दिन के बाद ജാതികളുടെ നിനവെ നശിക്കും. जातियों का निनवे जो है वो नष्ट होगा। യഹൂദന്മാരുടെ അല്ല, ജാതികളുടെ നിനവെ. जातियों का 3 ദിവസത്തെ വഴി നടന്ന് പ്രസംഗിക്കുക. 3 दिन यात्रा चलकर उसने प्रचार നിങ്ങൾക്കറിയാം, किया। യേശു കർത്താവ് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. आप जानते हो तीसरे दिन यीशु मसीह जी उठा। 40 ദിവസത്തിന് ശേഷം സ്വർഗ്ഗാരോഹണം ചെയ്തു. 40 दिन के बाद उसका ജാതികൾക്ക് स्वर्गारोहण വേണ്ടി किया। കൃപയുടെ വാതിൽ തുറന്നു. ജാതികൾക്ക് വേണ്ടി കൃപയുടെ വാതിൽ തുറന്നു. जातियों के लिए कृपा का दरवाजा खुला। സിംബോളിസമാ കേട്ടോ. ये सब एक चिन्ह है। ദൈവസഭ സ്ഥാപിക്കപ്പെട്ടു. परमेश्वर की कलीसिया ഒരു स्थापित हुआ। സഭാ യുഗം ഹല്ലേലൂയ ആരംഭിക്കുകയാ. एक सभा, एक कलीसिया का युग जो है उसकी आरंभ हो रही है। ഹല്ലേലൂയ. യോന 3 हालेलुया। ദിവസം നടന്ന് പ്രസംഗിച്ചെന്ന് യോഹന്ന 3 दिन चलकर प्रचार ഞാൻ किया। വിശ്വസിക്കുന്നത് നിങ്ങളോട് പറയാം. मैं जो विश्वास करता हूँ आपसे कहता ജാതികൾക്ക് हूँ, വേണ്ടി 3 ദിവസം നടന്ന് പ്രസംഗിക്കാൻ ദൈവം സഭയെ വെച്ചിരിക്കുന്നു. आमेन 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 आमेन। जातियों के 3 दिन तक चलकर प्रचार करने के लिए कलीसिया को रखा गया है। कितना दिन? 3 ദിവസം. 3 दिन। ആണോ? हालेलुया। ഒന്നാമത്തെ ദിവസം പ്രസംഗിച്ചു. पहला दिन प्रचार किया। എന്താ പ്രസംഗിച്ചത്? क्या प्रचार किया? ജാതികളോട് പറയുക, जातियों से कहा, മാനസാന്തരപ്പെട്. मन फिराओ। രണ്ടാമത്തെ ദിവസം പ്രസംഗിച്ചു. दूसरा सुसमाचार। 3-ാമത്തെ ദിവസം പ്രസംഗിച്ചു. तीसरे दिन भी प्रचार किया। ഒരു ദിവസം एक दिन 1000 വർഷം, 1000 दिन, 2 ദിവസം 2 दिन 2000 വർഷം. 2000 साल। 3-ാമത്തെ ദിവസത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. हम अभी तीसरे दिन पर आकर पहुंचे हैं। മില്ലേനിയം आमेन। അതിന്റെ तीसरा പ്രഭാതത്തിൽ हजार। എത്തി നിൽക്കുന്നത്. हम उसके अंतिम समय पर आप पहुंचे ജാതികളുടെ हैं। നിനവയോടുള്ള സഭയുടെ സന്ദേശത്തിന്റെ ആമേൻ. അവസാനത്തെ ദിവസത്തിലാണ് ഹല്ലേലൂയ. നമ്മൾ എത്തി നിൽക്കുന്നത്. जातियों के उस निनवे का संदेश का तीसरे दिन पर യുഗാന്ത്യ हम സന്ദേശം. पहुंचे हैं। इस अंतिम संदेश
शखमना रामशलखमना യുഗാന്ത്യ സന്ദേശം इस अंतिम युग का संदेश രക്ഷിക്കപ്പെടാനുള്ള അവസാന ചാൻസ് उद्धार पाने का आखिरी मौका ദൈവത്തിന്റെ ആഗ്രഹം परमेश्वर की इच्छा നിനവേലെ മുഴുവൻ പേര് മാനസാന്തരപ്പെടണം निनवे के सब लोग का उद्धार हो ദൈവത്തിന്റെ ആഗ്രഹം परमेश्वर की इच्छा സഭയുടെ പ്രസംഗം കേട്ട് कलीसिया का प्रचार ലോകം सुनकर മുഴുവൻ മാനസാന്തരപ്പെടണം सारी संसार का उद्धार हो हालेलुया ആത്മാവിൽ ഞാൻ പറയട്ടെ आत्मा में कहना ഈ चाहता കാലഘട്ടത്തിൽ हूँ इस युग में സ്വർഗ്ഗം നിന്നെ ഒരു അടയാളമാക്കാൻ ആഗ്രഹിക്കുന്നു स्वर्ग तुझे एक चिन्ह बनाना പലതും चाहता है വിഴുങ്ങാൻ ശ്രമിച്ചിട്ടും कई लोगों ने तुझे निगलने को നിന്നെ चाहा വിഴുങ്ങാൻ പറ്റാതെ लेकिन तू तुझे खत्म ഇന്നും नहीं कर ജീവനോടുണ്ടെങ്കിൽ पाया आज भी तू जीवित है അതിന്റെ तो അർത്ഥം എന്താണെന്നറിയാമോ? उसका मतलब क्या है നിന്നെ സ്വർഗ്ഗം ഒരു അടയാളമാക്കിയിരിക്കുക स्वर्ग तुझे एक चिन्ह ഒരു बनाया അന്ത്യകാല है ശുശ്രൂഷയ്ക്ക് വേണ്ടി एक अंतिम युग की सेवकाई के लिए रबा നിന്നെ കുറിച്ച് शेकेरे സാക്ഷ്യം പറയുന്നത് तेरे बारे में जो गवाही देता യോനെ है ലോകമനുഷ്യരാ യോനെ ലോകമനുഷ്യരാ നിന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നത് योना तेरे बारे में जाति लोग गवाही देंगे നിന്റെ ദൈവത്തെ കുറിച്ച് സാക്ഷ്യം പറയുന്നത് तेरे परमेश्वर के बारे में जो गवाह देंगे കപ്പലിൽ നിന്റെ കൂടെ കടന്നവരെല്ലാമാ आमेन वो तो जहाज जो तेरे साथ में थे उन लोग നീ ഇന്ന് നിനവയ്ക്കൊരു ഒരു അടയാളമാണ് तू आज निनवे के लिए एक चिन्ह बन गया है നിങ്ങൾക്ക് മനസ്സിലായോ क्या आप ഈ समझ रहे हो അനുഭവം ഇല്ലെങ്കിൽ यदि ये अनुभव नहीं है तो നിനവേക്കാർ രട്ടിലും വെണ്ണീരിലും ഇരിക്കത്തില്ല निनवे के लोग राख और टाट में नहीं बैठते പ്രവാചക भविष्यवक्ता നീ ആരെന്ന് ദൈവം ആദ്യം തെളിയിക്കും तू कौन है वो परमेश्वर पहले स्थापित നീ करेगा സിംഹക്കുഴി വീണാലും यदि तू सिंह के गड्ढे में गिर അഗ്നിച്ചുവയിൽ जाए ഇറങ്ങിയാലും, यदि उस अग्नि के कुंड में കടലാനയുടെ चला വയറ്റിൽ പോയാലും जाए यदि मगरमच्छ के അതിന്റെ पेट में പിന്നിൽ ഒരു चला ദൈവിക जाए പദ്ധതിയുണ്ട് उसके पीछे परमेश्वर നിന്നെ मकसद है। അടയാളമാക്കി മാറ്റുന്ന ഒരു ദൈവിക പദ്ധതി तुझे चिन्ह बनाकर खड़ा करने वाला परमेश्वर की योजना അനുദപിച്ചാൽ यदि मन फिराए तो ദൈവം വിടുവിക്കുമെന്നുള്ളതിന് യോന അടയാളം परमेश्वर बचाएगा उसके लिए योना एक चिन्ह ठहरा നിനവേക്കാർ തമ്മിൽ തമ്മിൽ പറഞ്ഞു निनवे वाले एक दूसरे से कहने लगे ദൈവസന്നിധി വിട്ടോടിയ യോന परमेश्वर की उपस्थिति छोड़कर भागा वाला കടലാനയുടെ योना വയറ്റിൽ പോയി मगरमच्छ के पेट അവൻ में गया അനുദപിച്ചപ്പോൾ जब उसने मन फिराया ദൈവം അവനെ വിടുവിച്ചെങ്കിൽ उसकी पश्चाताप को देखकर परमेश्वर उसे छुड़ाया നമ്മളും है तो അനുദപിച്ചാൽ ദൈവം വിടുവിക്കും यदि हम भी पश्चाताप करेंगे तो वो हमें യോന छुड़ाएगा അടയാളമായി മാറി योना एक चिन्ह बन गया അനുദപിച്ചാൽ വിടുവിക്കുന്ന ദൈവത്തിന്റെ അടയാളമായി യോന മാറി पश्चाताप करेगा तो उद्धार दिलाने वाला परमेश्वर का चिन्ह बन गया മാനസാന്തരത്തിന്റെ ദൂത് അന്തിമ സഭയുടെ ദൂത് മാനസാന്തരത്തിന്റെ ദൂത് अंतिम कलीसिया का संदेश एक मन फिराव का संदेश है യോന 3 ദിവസം നടന്ന് എന്താ പ്രസംഗിച്ചത് योना 3 दिन क्या प्रचार किया ഹലോ മൻഫുറാവോ मानसांतर पेडुवेन സഭയ്ക്ക് ഒരു ദൂതേ ഉള്ളൂ कलीसिया के लिए एक ही संदेश है Turn back to बाबा Jesus. शेकेरे यीशु से कहे reconcile with God. यीशु के साथ That's the साथ message ले। always the church should carry. कलीसिया को हमेशा वो एक संदेश को लेकर Reconcile चलना with चाहिए God. परमेश्वर के साथ एक Do पूर्ण not be स्थापना rebellious. आप जिद्दी Do न not run करें away from the presence of God. परमेश्वर को उपस्थित छोड़कर ना That's भागे the message what we are carrying. वही संदेश को हम लेकर चलते हल्का हैं शखमना रबा रमशल खमना शेकेरे, हलतुला लमशल खमना रबा शत्रुना ये अടയാളമാ ये एक चिन्ह है हालेलुया रिखा रबा शत्रुना യോഹന്നാൻ योहन्ना യോന योना യോഹന്നാൻ എന്ന പേര് എഴുതി കഴിഞ്ഞപ്പോൾ जब योहन्ना नाम ऐसा लिख लिया സക്കറിയാവിന്റെ വാ തുറന്നു जकरिया का मुंह खुल गया അവൻ പ്രവചിക്കാൻ തുടങ്ങി वो भविष्यवाणी देने लगा ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു बहुत बातें कही എല്ലാം പറയുന്നില്ല सब नहीं कह ഒറ്റ रहा കാര്യം एक बात നീയോ പൈതലേ तू हे बालक സക്കറിയാവ് തന്റെ മകനെ നോക്കിയിട്ട് പ്രവചിക്കുക जकरिया अपने बेटे को देखकर भविष्यवाणी ഞാൻ देता है ആവർത്തിക്കട്ടെ मैं दोहरा कर कहता നിങ്ങളുടെ हूँ തലമുറയെ നോക്കി നിങ്ങൾ പ്രവചിക്കണം आपकी पीढ़ियों को देखकर आप भविष्यवाणी दे നിങ്ങളുടെ തലമുറയ്ക്ക് आपकी पीढ़ी को നിങ്ങളാണ് ഒന്നാമത്തെ പ്രവാചകർ आप पहला भविष्यवक्ता बनने पाए നീയോ പൈതലേ हे बालक ഓ ഹാലൽ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും तू सर्वशक्तिमान का നീ भविष्यवक्ता കർത്താവിന്റെ कहलाया വഴിയൊരുക്കുന്നവനാ. जाएगा तू यीशु के लिए मार्ग നീ ഒരു बनाने അന്ത്യകാല वाला है। ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ടവനാ तू एक अंतिम सेवकाई के लिए बुलाया हुआ है ദൈവരാജ്യം അടുത്തു എന്ന് വിളിച്ചു പറയുന്നവനാ परमेश्वर का राज्य करीब आया ये चिल्ला कर कहने वाला നോഹയെ है പോലെ ഏലിയാവിനെ പോലെ യോനയെ പോലെ ഹല്ലേലൂയ നീ ഒരു യുഗാന്ത്യ പ്രവാചകനാ नोहा के समान एलिया के समान तू अंतिम समय का भविष्यवक्ता है കേൾക്കുന്ന കുഞ്ഞുങ്ങളെ क्या हमें सुन रहे हैं നിങ്ങളെ നോക്കി ഇന്ന് പകൽക്കാലം എനിക്കും പ്രവചിക്കുവാൻ തോന്നുകയാണ് आपको देखकर इस प्रकार से भविष्यवाणी देते നീയോ हैं പൈതലേ हे बालक നീയോ പൈതലേ हे बालक ഈ
തലമുറയെ മാറ്റുന്ന इस पीढ़ी को बदलने वाला ഒരു യോഹന്നാനായിട്ട്, एक യോഹന്ന बनकर ദൈവത്തിന്റെ കൃപയുടെ സുവിശേഷത്തിന്റെ പ്രസംഗകനായിട്ട്, परमेश्वर की कृपा की संदेश का प्रचारक बनकर, हे बालक അൽമാ ഷെക്കെനെ റാപ്ഷൽ ഖമാന, യോഹന്നാനെ കുറിച്ചുള്ള പ്രവചനം എന്താ? യോഹന്ന के बारे में क्या भविष्यवाणी അവൻ था? അപ്പന്മാരുടെ മനസ്സിനെ, അമ്മയപ്പന്മാരുടെ മനസ്സിനെ, മക്കളുടെ മനസ്സിനെ ഇണക്കുന്നവനാ, അല്ലേ? He will bring reconciliation, unity among households. घर के अंदर एक मेल मिलाप को लेकर आने वाला है। Hallelujah! हालेलुया। കുഞ്ഞുങ്ങളെ, बच्चों बच्चों, ഈ കാലഘട്ടത്തിൽ ഇല്ലാത്ത അസാധാരണമാകുന്ന ഐക്യതയുള്ള കുടുംബങ്ങളുടെ ഒരു ചിത്രം ആത്മാവിൽ കണ്ട് ഞാൻ നിങ്ങളോട് പ്രവചിക്കുകയാണ്. ऐसे युग में जहाँ पर एकता नहीं है, उसके बीच में एक एकता को लेकर आने वाला एक पीढ़ी को मैं मन में देखकर भविष्यवाणी करता हूँ। തകരുന്ന ഈ കാലത്ത് जब जहाँ पर कुटुंब लोग जब नष्ट होते हैं, हे बालक, ലോകത്തിന് മാതൃകയുള്ള കുടുംബങ്ങളായി മാറുന്ന, आमेन, संसार में नमूना कुटुंब परिवार അപ്പനും बनने के അമ്മയും लिए മക്കളും കൃപയുടെ സുവിശേഷം വിളിച്ചു പറയുന്ന, माता पिता बच्चे सब मिलकर इस कृपा के संदेश को चिल्ला कर कहने वाले എല്ലാവരും परिवार ദൈവത്തിൽ നിന്ന് बनकर, ദൂരെ ഓടുമ്പോൾ, सब लोग जब परमेश्वर के संदेश से दूर भागते നോഹയുടെ हैं। കാലത്ത് ഞാനൊരു കുടുംബത്തെ കാണുകയാ. नोआ के जमाने में मैंने एक परिवार को देख रहा നോഹയും हूँ। ഭാര്യയും 3 മക്കളും അവരുടെ മരുമക്കൾ 8 പേർ. ഹല്ലേലൂയ. नोहा और उसका परिवार मिलाकर 8 लोग। പെട്ടകം പണിയുന്ന ഒരു കുടുംബത്തെ ഞാൻ ആത്മാവിൽ കാണുകയാ. एक संदूक बनाने वाला परिवार को मैं आत्मा में देखता हूँ। പെട്ടകത്തിൽ കയറുന്ന ഒരു കുടുംബത്തെ ഞാൻ ആത്മാവിൽ കാണുകയാ. संदूक के अंदर प्रवेश करने वाला एक വിശ്വാസത്താൽ परिवार വിളിച്ചു को मैं പറയുക. आत्मा में देखता हूँ और विश्वास മക്കളെ, से चिल्ला നിങ്ങളുടെ कर കുടുംബമൊക്കെ कहता हूँ, അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാകും. आपका परिवार आशीषित परिवार है। ലോകത്തിൽ ആരുടെയെങ്കിലും വീട്ടിൽ ഡിവോഴ്സ് നടന്നെന്ന് പറഞ്ഞ് यदि दुनिया में किसी और घर में डिवोर्स हुआ बोल നീ के കല്യാണം കഴിക്കാൻ പേടിക്കണ്ട. आप शादी करने के लिए डरो मत। ഇപ്പോഴത്തെ ഒരു ട്രെൻഡാ കേട്ടോ. अभी का ट्रेंड है वो। പെൺകുട്ടികളോട് ചോദിച്ചപ്പോൾ പാസ്റ്റർ ഞാൻ എങ്ങനെ കല്യാണം കഴിക്കും? लड़कियों से पूछे तो कहेंगे कि मैं कैसे शादी करूंगी? ഞാൻ ന്യൂസ് കേട്ടില്ലേ? ऐसी खबर आपने देखा ना, ഭർത്താവിന്റെ വീട്ടിൽ എങ്ങനെ അവളെ അബ്യൂസ് ചെയ്തത്? वो कैसा अब्यूज Oh, किया I'm going to गया। face the same thing. मुझे भी ऐसा No, होगा। no, no, you child. नहीं, आपके साथ ऐसा You नहीं will be होगा। known as a prophet or a prophetess. आप एक भविष्यवक्त और भविष्यवक्तिनियों के नाम से जाने നീ जाओगे। ചരിത്രത്തെ മാറ്റുന്നവനാ. आप चरित्र को बदलने നീ वाले हो। യുഗത്തിന് അവസാനം കർത്താവിന് വേണ്ടി നിൽക്കുന്നവനാ. आप इस अंतिम युग में परमेश्वर के लिए खड़े होने वाले पीढ़ी है। കല്യാണം കഴിക്കാൻ ബാക്കിയുള്ളവരൊക്കെ പ്രായമായവരൊക്കെ റെഡി ആയിക്കോ. आमेन, हालेलुया। जो शादी करने के लिए बच्चे ये सब तैयार हो जाओ। കുറേ കല്യാണങ്ങൾ നടക്കണം ഇനി. बहुत शादी होने पाए। കർത്താവിനെ സ്തുതിച്ചാട്ടെ. सब ഹല്ലേലൂയ. हालेलुया। നിനക്കറിയാമോ വചനം എന്താ എഴുതിയിരിക്കുന്നത്? क्या आप जानते हो कि वचन क्या कहता है? വേറെ എന്നോട് കൂടെ ജോയിൻ ചെയ്താട്ടെ. खोयर मेरे साथ जुड़ जाए। വാക്യം വായിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. ये पढ़कर हम वचन पढ़ने ലൂക്കോസ് लगे। സുവിശേഷത്തിലേക്ക് വന്നാട്ടെ. लूका रचित सुसमाचार में അതിന്റെ യോഹന്നാൻ സ്നാപകന്റെ ജനനം പറയുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ലാസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അതൊരു ഫസ്റ്റ് ചാപ്റ്റർ लूका रचित सुसमाचार उसका पहला अध्याय ലാസ്റ്റ്. अंतिम आयत, അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? वहां पर क्या लिखा है? 76 വാക്യത്തിൽ उसका 76 वर्ष നീയോ में, പൈതലേ അത്യുന്നതിന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന്റെ വഴി നീ ഒരുക്കും. तू हे बालक परम प्रधान का भविष्यवक्ता कहलाएगा, क्योंकि तू प्रभु का मार्ग तैयार करने के लिए उसके आगे आगे चलेगा, അകലെ ആയത്ത് कि उसके लोगों का उद्धार का ज्ञान दे, तो उनके पापों की क्षमा से प्राप्त होता है। यह हमारे परमेश्वर की उस बड़ी करुणा से होगा। കർത്താവിന്റെ ദയ. ये बड़ी करुणा യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുന്നത് യോഹന്ന के बारे में ऐसा कहता है, ദൈവത്തിന്റെ ആർദ്ര കരുണയാൽ പാപമോചനത്തിന് വേണ്ടി കർത്താവിന്റെ മുമ്പിൽ നടക്കുന്നവനായി നീ തീരുമാനം. आमेन। परमेश्वर की उस बड़ी करुणा से पापों की क्षमा को प्राप्त करने के लिए, उद्धार दिलाने के लिए यीशु के आगे आगे चलने वाला व्यक्ति बनेगा। तू एक कृपा के बारे में प्रचार करने वाला, तू एक उद्धार प्रचार करने वाला, एक ग्रेस प्रीचर बनने वाला है। मैं नहीं जानता कितने लोग इसे सहमत हैं। यूहन्ना बपतिस्मा देने वाला पहला ग्रेस प्रीचर निकला। हालेलुया। ദൈവരാജ്യം സമീപിച്ചു, മാനസാന്തരപ്പെടുന്ന പറയുന്ന സന്ദേശമാണ് ഗ്രേസ്. परमेश्वर का राज्य निकट आ गया है, मन फिराओ, यही संदेश है, कृपा की संदेश। God is giving you one more chance. ग्रेस का मतलब है कि परमेश्वर आपको एक और मौका दे रहा है मन फिराने के लिए। That is grace preaching. वो है ग्रेस प्रीचिंग। ശരിയായ ഗ്രേസ് പ്രീച്ചിങ് എന്താണെന്ന് മനസ്സിലായോ? क्या आप जानते हो कि सही ग्रेस प्रीचिंग है? मन फिराओ, നീ കർത്താവിന്റെ മുമ്പിൽ നടക്കും.
परमेश्वर के आगे आगे ഞാൻ ആത്മാവിൽ चलेगा। പറയട്ടെ. मैं आत्मा में कहता കർത്താവിന്റെ हूँ രണ്ടാം വരവിന് മുമ്പ് यीशु के दूसरे आगमन से पहले ആഖിരി നരസിംഗ് ഫൂക്നെസെ പോലെ अंत्यकाहनादमुद्रന് മുമ്പ് കർത്താവിന് മുമ്പായി നടക്കുന്ന यीशु के आगे ചില चलने वाला പൈതങ്ങളെ കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ. कुछ बालकों को परमेश्वर उठाने वाला है। ഇരുളിലും മരണ നിഴലിലും ഇരിക്കുന്നവർക്ക് जो मृत्यु में की तराई में फंसे हुए लोगों को അവരുടെ കാലടികളെ സമാധാന മാർഗത്തിലേക്ക് തിരിക്കുവാൻ उनके पैरों को शांति की ओर चलाने के लिए ഒരു തലമുറ എഴുന്നേറ്റ് വരും. एक पीढ़ी खड़े होने पाए। ഹല്ലേലൂയ हालेलुया ഹല്ലേലൂയ. हालेलुया 80ാമത്തെ വാക്യം 80ാമത്തെ വാക്യം उसका 80 आयत പൈതൽ വളർന്നു और वह बालक बढ़ता ആത്മാവിൽ ബലപ്പെട്ടു आत्मा में बलवंत होता യേശുക്രിസ്തുവിൻ നാമത്തിൽ यीशु के नाम से തലമുറയിൽ ചില ആത്മിക കുഞ്ഞുങ്ങൾ വളർന്നു വരട്ടെ. इस पीढ़ी में कुछ आत्मिक बालक लोग बढ़ने पाए ആത്മാവിൽ ബലപ്പെടട്ടെ. आत्मा में बलवंत होने पाए ആത്മാവിൽ ബലപ്പെടട്ടെ. आत्मा में बलवंत होने पाए। ഇസ്രായേലിന് തന്നെ കാണിക്കുവാനുള്ള സമയം വരെ അവൻ മരുഭൂമിയിലായിരുന്നു. इस्राएल को अपने दिखाने से पहले तक वो मरुभूमि में था। ചിലരുടെ ഒളിവിടങ്ങളിൽ നിന്ന് किसी के छिपे हुए स्थान में ഏലിയാവ് से പുറത്തു വന്നതുപോലെ एलिया जैसे बाहर आया, യോഹന്നാൻ പുറത്തു വന്നതുപോലെ यूहन्ना स्नापक जैसे ചിലർ बाहर आया, പുറത്തു വരട്ടെ. वैसे कुछ लोग बाहर आने पाए। നിങ്ങൾ ചിലർ പൈതങ്ങളാ കേട്ടോ. आप में से कुछ लोग बालक हैं, बच्चे കർത്താവ് വളർത്തിയെടുക്കുന്ന പൈതങ്ങളാ. परमेश्वर ने आपने बढ़ाता हुआ ഈ एक നൂറ്റാണ്ടിന് വേണ്ടി बालक है। വളർത്തിയെടുക്കുന്ന പൈതങ്ങളാ. परमेश्वर ने आपको बढ़ा रहा है, बालक है। इस शतक के लिए प्रभु बढ़ा रहे बच्चों में आमेन हालेलुया। പുറത്തു വരേണ്ട സമയം ആ गया. बाहर आने का समय हो चुका പുറത്തു है, വരേണ്ട സമയമായി. ഒരു बाहर आने का समय हो चुका है। ഒരു വാക്യം കൂടെ. एक और आयत, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ क्या आप जानते हो 64 വാക്യം വായിക്കുന്നു. उसके 64 आयत യോഹന്നാൻ എന്ന में പേര് എഴുതിയപ്പോൾ यूहन्ना का नाम जब लिखा गया, ഹല്ലേലൂയ, അവരെല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഉടനെ അവന്റെ വായും നാവും തുറന്നു. तुरंत ही उसका मुंह और जीभ खुल गई അവൻ സംസാരിച്ച് ദൈവത്തെ സ്തുതിച്ചു. और वह बोलने और परमेश्वर का धन्यवाद करने लगा। മാസങ്ങളായിട്ട് മിണ്ടാതിരുന്നവൻ വാ തുറന്നിട്ട് അന്യഭാഷ പറഞ്ഞെന്ന് ഇമാജിൻ ചെയ്തു. महीनों से जिसका मुंह बंद था, ശരിയല്ലേ? जैसा ही मुंह खुला हुआ अन्य भाषा ആദ്യം बोलने ഇത് लगा, ഇരുന്നാ. स्तुति किया। ആദ്യം ഇത് ഇരുന്നാ. उसने पहले क्या किया? ആദ്യം ഇത് ഇരുന്നാ. परमेश्वर की स्तुति की। സ്തുതിച്ചു തുടങ്ങിയ स्तुति करने लगे तो സ്തുതി പ്രോഫസിയായിട്ട് മാറാൻ പോകും. आमेन, स्तुति जो है वो भविष्यवाणी बन जाएगा। ഞാൻ ആരംഭത്തിൽ തന്നെ പറഞ്ഞു, worship it will bring an atmosphere of prophecy. Hallelujah. आराधना जो है वो स्तुति भविष्यवक्ता का एक वातावरण को खोल देगा। നാവിൽ നിന്ന് പ്രവചനം പുറത്തു വരാൻ പോകുകയാണ്. जो स्तुति करता है उनकी जुबान से भविष्यवाणी बाहर आएगी। അവന്റെ വാ തുറന്നു, उसका मुंह खुल गया, അവൻ സ്തുതിച്ചു. वो स्तुति की ചുറ്റും പാർക്കുന്നവർക്ക് എല്ലാം ഭയം ഉണ്ടായി. और उसके आस पास रहने वालों के ऊपर भय छा गया। എന്തിനാ? क्यों? എടാ 9 മാസം മിണ്ടാതിരുന്നവൻ പ്രവചിക്കാൻ തുടങ്ങുന്നു. 9 महीना जो मुंह बंद था वो अभी भविष्यवाणी देने लगा। അസാധാരണ ദൈവപ്രവൃത്തി. एक असाधारण परमेश्वर का काम, ഭയമുണ്ടായി. भय हुआ। യഹൂദ മലനാട്ടിൽ എങ്ങും ഈ വാർത്ത പരന്നു. पूरे यहूदिया में ये खबर फैल गई, ദേശം മുഴുവൻ അറിഞ്ഞു. पूरे देश में फैल गया। എനിക്ക് തോന്നുന്നു അടുത്തൊരു 5-6 മാസത്തേക്ക് പിന്നെ കൊച്ചിന് ഗിഫ്റ്റുമായിട്ട് ഒത്തിരി ആൾ വന്ന് കാണും അല്ലേ? हो सकता है कि उस बच्चे को गिफ्ट लेकर अगले 4-5 महीने बहुत गिफ्ट लेकर लोग आए रहेंगे। അങ്ങനെ കൊച്ചി എനിച്ചെന്ന് പറഞ്ഞാൽ കാണാൻ പോകുന്നില്ല. ऐसा एक बच्चा का जन्म हुआ बोलेंगे तो लोग मिलने आएंगे ना। മാസത്തേക്ക് ഭയങ്കര തിരക്കായിരുന്നു. तो यूहन्ना के घर पे जाने के लिए बहुत भीड़ लगी हुई थी। मैं आत्मा में भविष्यवाणी देता हूँ, നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഒരു ദൈവമഹത്വം വെളിപ്പെട്ടാൽ, आपके घरों पे यदि परमेश्वर की महिमा प्रकट होगी तो നിങ്ങളുടെ വീട് പോരാതെ ഒരു ഗിഫ്റ്റ് വെക്കാൻ. आमेन, आपके घर कम पड़ जाएगी गिफ्ट रखने के लिए। കർത്താവിനെ സ്തുതിക്കാൻ പറ്റുമോ? क्या हम परमेश्वर की स्तुति ഞാൻ करेंगे? ആത്മാവിൽ പറയുക. मैं आत्मा में कहता हूँ, കേട്ടവർക്കൊക്കെ ആശ്ചര്യമാകട്ടെ നിന്റെ ജീവിതം. आमेन, सुनने वाले आपका जीवन एक आश्चर्य बनने ഒളിച്ചു पाए। പാർത്ത എലിസബത്ത് जो छुप कर रहने वाली एलिजाबेथ ഇന്ന് സമൂഹത്തിന് മുമ്പിൽ ഒരു അത്ഭുതമാകട്ടെ. अभी समूह के सामने वो एक अद्भुत बन गई है। ഹല്ലേലൂയ. 9 മാസം മിണ്ടാതിരുന്ന ഹല്ലേലൂയ സക്കറിയാവേ, 9 महीना अपना मुंह बंद किया हुआ है जकरिया, നീ ഇന്നൊരു പ്രവാചകനാ കേട്ടോ. तू आज एक भविष्यवक्ता है। അടുത്ത തലമുറയെ നോക്കി പ്രവചിക്കുന്ന ഒരു പ്രവാചകനാണ് നീ. अगली पीढ़ी को अल्लाह देखकर शकेले। भविष्यवाणी देने वाले एक भविष्यवक्ता ദൈവമക്കളെ, है तू। ദൂത് വീഴുമ്പോൾ വേറെ ആർക്കും കൊടുക്കാതെ आमेन, रबा പിടിച്ചെടുത്തോണം. शेखेरे। जैसे ही वाणी आती है उसे आप पकड़ के आराधना करने लगे। തട്ടിക്കളയിൽ അങ്ങോട്ട് പോകൽ ഇങ്ങോട്ട് പോകൽ ഇത് എനിക്കുള്ളതാന്ന് പറഞ്ഞ് പിടിച്ചെടുത്തോണം. वो वाणी उधर इधर नहीं യേശുവിന്റെ നാമത്തിൽ ओ रबा शे- പാലിച്ചോ. स्वीकार करते हुए आराधना करते हुए प्राप्त करे। അൽക്കമാ विखा ശഖമന. रबा शबल യഹൂദ്യ മലനാട്ടിൽ മുഴുവൻ ഇത് വാർത്തയായെന്ന്, यहूदिया के पहाड़ियों के इलाके में पूरे ദേശം खबर മുഴുവൻ फैल വാർത്തയായെന്ന്. गई। सारी देश में खबर फैल എന്നിട്ട് गई। എന്താ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? फिर वहां पर क्या लिखा है आप जानते हो? എല്ലാവരും
सब लोग അത് ഹൃദയത്തിൽ നിക്ഷേപിച്ചു. हृदय में उसे निक्षेप करके रखा. പൈതൽ എന്താകും എന്ന് പറഞ്ഞു. सबने मन में यह विचार करा कि ये बालक कैसा होगा. എല്ലാവരും അത് ഹൃദയത്തിൽ നിക്ഷേപിച്ചു. सबने अपने मन में यह विचार कर लिया. 30 വർഷങ്ങൾക്ക് ശേഷം 30 साल के बाद യഹൂദ്യ മരുഭൂമിയിൽ നിന്നൊരു ശബ്ദം, यहूदिया के मरुभूमि से एक आवाज, കർത്താവിന് വഴിയൊരുക്കുവീൻ. आमेन, परमेश्वर के लिए राह बनाओ. ഹല്ലേലൂയ. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. परमेश्वर का राज्य निकट है. യഹൂദ മലനാട് മുഴുവൻ ചോദിച്ചു. यहूदिया की पूरी पहाड़ियों इलाके में से पूछा, कौन है वो? അപ്പൊ ആളുകൾ പറഞ്ഞു, लोगों ने कहा, ആ കൊച്ചുണ്ടല്ലോ, वो बच्चा है ना, 30 വർഷം മുമ്പ് 30 साल ഒരു पहले അത്ഭുതമായി ജനിച്ച एक കൊച്ചുണ്ടല്ലോ, अद्भुतों से पैदा हुआ एक बच्चा है ना, उसका आवाज है. ഹൃദയത്തിൽ സംഗ്രഹിച്ചവരൊക്കെ പറഞ്ഞു, जो मन में विचार किया ഇതൊരു था, ദൈവ लोगों ने പ്രവൃത്തിയുടെ कहा, തുടക്കമാ. ये एक परमेश्वर के काम का आरंभ है. യോഹന്നാൻ ഒരു മിറക്കിൾ പോലും ചെയ്തില്ല. यूहन्ना ने कोई मिराकिल नहीं യോഹന്നാൻ किया था. കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയില്ല. यूहन्ना ने कोढ़ी को चंगा नहीं किया യോഹന്നാൻ था. അന്ധന്മാരുടെ കണ്ണു തുറന്നില്ല. यूहन्ना ने अंधों की आंखें नहीं खोली थी. പക്ഷേ അവൻ ജനിച്ചത് തന്നെ ഒരു അടയാളമായതുകൊണ്ട്, लेकिन उसका जन्म ही एक ഹല്ലേലൂയ, അവന്റെ आत्मा ദൂതിന് മുമ്പിൽ ജനം വന്ന് സ്നാനപ്പെടുകയാ. उसके सामने लोग आकर बपतिस्मा देने लगे. रबाशकेरे ശമന, റംശകമന. शथुनरिखरबाश. യോഹന്നാനെ പോലെ यूहन्ना की ദൈവം समान നിങ്ങളെ ഒരു അടയാളമാക്കാൻ പോകുകയാണ്. परमेश्वर आपको एक चिन्ह നീ ഒരു बनाने वाला മിറക്കിൾ है. ചെയ്തില്ലെങ്കിലും यूहन्ना ने നിന്റെ मिराकल नहीं ലൈഫ് किया था, സ്റ്റോറി മതി. लेकिन आपका जीवन का സമൂഹത്തിൽ നിന്റെ ലൈഫ് സ്റ്റോറി മതി. അൽമാശകനെ നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ, तुझे एक अद्भुत നിന്റെ ശുശ്രൂഷയിൽ ആയിരങ്ങൾ രക്ഷിക്കപ്പെടാൻ तेरे सेवकाई में 1000 लोग നീ ഒരു miracle ചെയ്യണ്ട. तू एक मिराकल करने की because जरूरत God नहीं. already made you a sign for his glory. परमेश्वर तुझे एक चिन्ह नहीं बनाना चाहता. എല്ലാ ദൈവമക്കളും എഴുന്നേറ്റ് നിന്നാട്ടെ. सब परमेश्वर से खड़े हो जाए. അൽമാശകന, ദൽഫാ, ദൽഫനെ, അജമാന, രുഷാബന, റംശകമന. യോഹന്നാനെ, നീ ഒരു അടയാളമാ. यूहन्ना तू एक चिन्ह है. നീ ഒരു അടയാളമാ. तू एक चिन्ह है. യോനെ, നീ ഒരു അടയാളമാ. योना तू एक चिन्ह है. യോന മത്സ്യത്തിന്റെ വയറ്റിനകത്ത് കിടന്നില്ലെങ്കിൽ यूहन्ना यदि मछली के पेट ഒറ്റ जॉन നിനവേക്കാര് മാനസാന്തരപ്പെടത്തില്ല. योना यदि मछली के पेट में नहीं पड़ा होता तो कोई निनवे वाले उद्धार नहीं प्राप्त നിനവേക്ക് करते. ഒരു അടയാളമാക്കി വെച്ചിരിക്കുക. लेकिन परमेश्वर तुझे निनवे के लिए एक चिन्ह बना दिया है. അതുകൊണ്ടെന്താ? इसलिए क्या? മോസ്റ്റ് സക്സസ്ഫുൾ പ്രീച്ചർ യോനയാ. तो सबसे सक्सेसफुल प्रीचर बन गया, प्रचारक बन മോസ്റ്റ് गया, സക്സസ്ഫുൾ പ്രീച്ചർ. सबसे विजेता एक प्रचारक बन गया. ഹല്ലേലൂയ. ആരാണ്? कौन है? യോന. योना. 1,20,000 പേരുള്ളത് മുഴുവൻ മാനസാന്തരപ്പെട്ടു. आमेन. 1,20,000 लोग थे, वो सबके सब उद्धार पाए. 100% റിസൾട്ട്. 100% रिजल्ट, सक्सेस. ജാതികളുടെ സംഖ്യ കേട്ടോ, ജാതികളുടെ സംഖ്യ. जातियों का संख्या है. പൗലോസൊക്കെ ജാതികളുടെ സംഖ്യ തികയോ എന്ന് പറയുന്നുണ്ട്. पौलुस ने जातियों की संख्या के बारे में कहा है. യോന ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു. योना सबसे एक विजेती 3 प्रचारक ദിവസത്തെ था. പ്രസംഗം കൊണ്ട് 3 दिन के प्रचार से മുഴുവൻ പേരെ മാനസാന്തരപ്പെടുത്തി. सबको उद्धार दिला दिया. പുതിയ നിയമസഭയെ हे नए नियम की ജാതികളുടെ कलीसिया, സംഖ്യ ഒരു കൊച്ചു സംഖ്യ ആകരുത്. जातियों की संख्या एक छोटी संख्या ഒരു ना होने അന്ത്യകാല पाए. ഉണർവിൽ ആയിരങ്ങൾ आमेन, ലക്ഷങ്ങൾ हालेलुया, यस, മാനസാന്തരപ്പെടും. आमेन, आमेन. इस अंतिम युग के सुसमाचार में 1000 लोग, लाख लोग, बड़ी संख्या में लोग उद्धार पाने पाए. ഞാനത് വിശ്വസിക്കുന്നു. मैं ये विश्वास करता हूँ. അവസാനത്തെ കൊയ്ത്തിൽ, आखिरी कटनी में, അവസാനം വലയിടുമ്പോൾ आखिरी जब मछली के लिए जाल फेंका जाएगा, മുഴുവൻ പിടിച്ചിട്ട് കിട്ടാത്ത ഓ, 153 ഒറ്റ രാത്രി കൊണ്ട് പിടിക്കുന്ന ഒരു അന്ത്യകാല ഉണർവിൽ ഞാൻ വിശ്വസിക്കുന്നു. उस आखिरी बार जब जाल फेंका जाएगा तो रात भर मेहनत करके जो मिली नहीं थी ऐसी कुछ मछलियां उस जाल पर फंस नहीं पाए. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? क्या विश्वास करते हो? വിശ്വസിക്കുന്നുണ്ടോ? क्या विश्वास करते हो? 20 നൂറ്റാണ്ട് സഭയെ അധ്വാനിച്ചിട്ട് കിട്ടാത്തത്, मैं पिछले जमाने में मेहनत करके जो आत्माएं नहीं मिली थी, ഗുരുവിന്റെ മടങ്ങി വരവിന് മുമ്പ് गुरु के रिटर्न आने से ഗുരുവിന്റെ पहले വാക്കിന് വലയിറക്കുകയാണെങ്കിൽ यीशु के नाम से यदि आप जाल को फेंकोगे तो ജാതികളുടെ സംഖ്യ തികയ്ക്കുന്ന ഒരു വലിയ ദൈവപ്രവൃത്തി. एक बहुत बड़ा परमेश्वर का काम. നീയോ പൈതലേ, हे बालक, നീയോ പൈതലേ, तू है बालक. കർത്താവിന് വഴിയൊരുക്കുന്ന ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒന്ന് റെഡിയാകുക. आमेन, हालेलुया. ഞാൻ रबा शेख, कितने लोग कहेंगे എന്നെ मैं ഉപയോഗിക്കണം. बनूंगा,
കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചാൽ हाथों को उठा के प्रार्थना करें, मुझे इस्तेमाल कर। prophetic realm തുറന്നു വരണം, പ്രവചനങ്ങൾ, भविष्यवक्ता की realm खुलने पाए, दर्शन की realm खुलने पाए, सपने की realm खुलने पाए। ഞങ്ങളുടെ മേൽ വീണ മൂടുപടങ്ങൾ കീറിപ്പോകട്ടെ, हमारे ऊपर गिरा हुआ जो पर्दे वो हटने पाए, ദർശനങ്ങളെ മറയ്ക്കുന്ന മൂടുപടങ്ങൾ കീറിപ്പോകട്ടെ, दर्शनों को छिपाने वाला उस पर्दे हटने पाए। പൗലോസ് പറഞ്ഞു ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ, पौलुस ने कहा जब मसीह की ओर मुड़ोगे पर्दा फटेगा। ഓ യേശുവിലേക്ക് തിരി, यीशु पर मुड़ कर आ, മൂടുപടം കീറിപ്പോകും, पर्दे हटने दे, ആത്മാവ് നിന്റെ മേൽ പകരപ്പെടും, आत्मा तुझ पर उंडेला जाएगा। അന്ത്യകാലത്ത് സകല ജനത്തിന്റെ മേൽ പകരപ്പെടുന്ന ആത്മാവ് നിന്റെ മേൽ പകരപ്പെടും, इस अंतिम युग में उंडेले जाने वाला आत्मा പുത്രന്മാരും तेरे ऊपर പുത്രിമാരും उंडेला जाएगा। പ്രവചിക്കും, पुत्र पुत्रियां भविष्यवाणी നമ്മൾ देंगे, ദർശനങ്ങളെ കാണും, दर्शने देखेंगे, നമ്മുടെ അപ്പനമ്മമാർ സ്വപ്നങ്ങളെ കാണും, ആമേൻ, ആമേൻ. അൽമാ ശകമന റംശൽ കമന, കരങ്ങളെ ശക്തമായി അടിച്ച് കുഞ്ഞുങ്ങളെ പ്രാപിച്ചോ, പ്രാപിച്ചോ, ताली बजाकर और receive it, receive it, receive it. Delka malka shakabana ragadala, ardamana ragadala gadaga shantana, Riba mana bara shantuna raba, riba bara shabal kamane, rika mana bara shantuna, rika mana bara shabal kamane, ora bara shantuna, rika mana bara shabal kamana bara, riba pauli mana bara shantuna. निर्ख्युगानिन अग्निया, निर्ख्युगानिन शक्तिया, निर्ख्युगानिन जीवनालिन गोशी क्युवा, निर्ख्युगानिन अग्निया, निर्ख्युगानिन शक्तिया, निर्ख्युगानिन जीवनालिन गोशी क्युवा, मेरे जीवन के ऊपर ओ निर्ख्युगानिन अग्निया, वो शादाला रखा दे अपनी आग से, अपनी आग से भर मुझे, अपनी शक्ति से भर मुझे, अपने जीवन से भर मुझे तेरे काम के लिए, अपनी आग से भर मुझे, अपनी शक्ति से भर मुझे, अपने जीवन से भर मुझे तेरे काम के लिए, अपनी आग से। वो रूहानी सामर्थ, वो स्वर्ग से उंडेलने वाली आत्मा की सामर्थ, वो शदा खदाला वाला शदरे, अपनी आत्मा की आग से, अपनी आग से भर मुझे, अपनी शक्ति से भर मुझे, अपने जीवन से भर मुझे तेरे काम के लिए, ओ अपनी आग से, yes Father, शक्ति से, yes Jesus, अपनी जीवन से, we see that in the name of Jesus, अपनी आग से मरकला रमोदा खशाने से भर मुझे, जीवन से भर मुझे तेरे काम के लिए, ना ही घुटनों तक, ना ही कमर तक, तुझ में डूबने को यीशु व्याकुल हूँ मैं, ओ ना ही घुटनों तक, ना ही कमर तक, तुझ में डूबने को यीशु व्याकुल हूँ मैं, ओ ना ही घुटनों तक, ना ही कमर तक, तुझ में डूबने को यीशु मुठोला मल्ला, मुठोला मल्ला, अरे ओला मुठोला
മുട്ടോളമല്ല അരയോളവും പോരാ നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ ഓ മുട്ടോളമല്ല അരയോളം ശർക്കദാരമല സോന്ദര്യ ബസകദരബോ റിദാല മസദരേ अंतिम समय में तेरे राज्य के लिए एक चिन्ह के समान नाश होने वाले आत्माओं के बीच में, नाश होने वाले देशों के बीच में तेरे राज्य के लिए चिन्ह के समान मुझे बना। एक ऐसे अंतिम दिनों की अभिषेक ना ही घुटनों ना ही घुटनों और ना ही कमर तक तुझ में डूबने को यीशु व्याकुल हूँ ना ही घुटनों तक ना ही कमर तक तुझ में डूबने को यीशु व्याकुल हूँ मैं ना ही घुटनों तक ना ही कमर तक तुझ में तेरी सामर्थ में ना ही समर्थ मेरे और याद हमारा के जीवन तन्नी नीरे दाहं तीर कुम्भूत्र जीवन का जल यीशु तू है जीवन का जल ओ सोता जो कभी ना सूखे सोता जो ना सूखे शांति दाता कर पूरा कब्जा जीवन का जल सोता जो ना शतरा बाला दारा सोको दोरिया तेरे ओ शांति रेखा बाला शतरा कर पूरा कब्जा उस हवा को छू ले हर एक दिल को बहने दे उस हवा को छू ले हर एक दिल को तेरा दर्शन हमें मिले करते प्रार्थना तुझसे तेरी महिमा से तेरी सामर्थ से फिर से तू अभिषेक फिर से वो अभिषेक तू कर तेरी महिमा से तेरी सामर्थ
परमेश्वर तेरी महिमा से, तेरी महिमा से, तेरी सामर्थ से फिर से तू अभिषेक कर दे, तू बदल दे मेरे मन को, तेरी आशीष इस जीवन को, तू बदल दे मेरे मन को, तेरी आशीष इस जीवन को, तेरी करुणा हम पर बरसे, अपने मार्ग पे चला हमको, तेरी महिमा से, तेरी सामर्थ से फिर से तू अभिषेक कर दे, तेरी महिमा से, तेरी सामर्थ से फिर से तू अभिषेक कर, इसलिए आप पवित्र आत्मा, पवित्र आत्मा, पवित्र आत्मा, पवित्र आत्मा, पवित्र आत्मा, पवित्र आत्मा, पवित्र आत्मा। നീയോ പൈതലെ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. तू है बालक, तू प्रधान कब कहलाया जाएगा? കർത്താവിന് വഴിയൊരുക്കുന്നവൻ, परमेश्वर के लिए मार्ग बनाने അനേകരെ वाला, സമാധാനത്തിലേക്ക് നയിക്കുന്നവൻ, न्यायाधीन के सिंहासन की ओर കൃപയുടെ चलाने वाला, സുവിശേഷം അന്തിമ യുഗത്തിൽ പ്രസംഗിക്കുന്നവൻ. कृपा की सुसमाचार को इस अंतिम युग में प्रचार करने वाला। ഹല്ലേലൂയ. പൈതൽ വളർന്നു, बालक बढ़ता गया, ആത്മാവിൽ ബലപ്പെട്ടു. आत्मा में യേശുവിന്റെ सामर्थ होता നാമത്തിൽ गया। यीशु के नाम ഞങ്ങളുടെ से കുഞ്ഞുങ്ങൾ ആത്മാവിൽ ബലപ്പെടട്ടെ. हमारे बच्चे आत्मा में बलवंत होने യേശുവിന്റെ पाए। നാമത്തിൽ यीशु के नाम से സഭയുടെ ഓരോ മക്കളും ആത്മാവിൽ ബലപ്പെടട്ടെ. कलीसिया के हर एक बालक ഒരു आत्मा में അന്തിമ सामर्थ ശുശ്രൂഷയ്ക്ക് होने വേണ്ടി അവർ पाए ഒരുങ്ങട്ടെ. और अंतिम काल ഈ की ലൈവ് सेवा के കാണുന്ന तैयार ദൈവമക്കളും होने पाए। ये लाइव യേശുവിൻ देखने നാമത്തിൽ वाले यीशु അവർ के नाम ആത്മാവിൽ से ബലപ്പെടട്ടെ. और आत्मा में बलवंत നീയോ होने പൈതലേ पाए। तू है बालक, അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. परम प्रधान की भविष्यवक्ता ഓ कहलाया നീയോ जाएगा। പൈതലേ, तू है बालक, ഒരു ജനതയെ एक जनता को മാറ്റുവാൻ ഒരു അടയാളമായി മാറുകയാ. परिवर्तन करने का एक चिन्ह യേശു बन ക്രിസ്തുവിന്റെ रहा നാമത്തിൽ है। അത് സംഭവിക്കട്ടെ. यीशु के नाम से ऐसा होने पाए। ഇത് സംഭവിച്ചിരിക്കാൻ സ്തോത്രം. ऐसा हुआ, धन्यवाद। കർത്താവിനെ സ്തുതിച്ചാട്ടെ. परमेश्वर की स्तुति करें। हालेलुया, 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 हालेलुया। हालेलुया। समर्पण के साथ में हम प्रार्थना करेगा। हालेलुया। बच्चों आगे आ जाइए।